ഒരു 10 ദിവസത്തോളം ഞാൻ വല്ലാത്തൊരു മാനസിക പ്രയാസത്തിലായിരുന്നു. ഞാൻ ഏതാണ്ട് ഒരു ഏകാന്തവാസം നയിക്കുകയായിരുന്നു. ഒരു ഫാക്ടറിയിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. അവിടുന്ന് ഞാൻ ഇറങ്ങാൻ തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ എന്റെ മഹാത്മാഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് അർഹതപ്പെട്ട കസേരയിൽ നിന്ന് വെള്ളക്കാരെ അവിടുന്ന് ചവിട്ടി ഇറക്കി വിട്ടില്ലായിരുന്നെങ്കിൽ അദ്ദേഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മാറുമായിരുന്നു. ഞാൻ അദ്ദേഹത്തോടും ഞാനുമായി സമീകരിക്കുകയല്ല. അതുപോലെ തന്നെ എനിക്ക് ഇറക്കി വിട്ട സമയത്ത് സ്വാഭാവികം എനിക്ക് വേദന ഉണ്ടാവില്ലേ? പക്ഷേ അതീവ രസകരമാണ് എന്നുള്ളതാണ് പ്രശ്നം. കൊണ്ടുവന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജ്യോതികുമാറിനെ നേരിൽ കാണുമ്പോൾ എന്തായിരുന്നു റിയാക്ഷൻ നിങ്ങൾ? ഇത് ആക്ച്വലി എന്റെ ഭാഗത്തുനിന്നും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ച ഒരു സംഭവിക്കാൻ പാടില്ലാതിരുന്ന ഒരു കാര്യമാണ്. സന്ദീപ് വാര്യരുടെ ഉള്ളിലല്ല വർഗീയതയുള്ളത്, റഹീമിന്റെ ഉള്ളിലാണുള്ളത്, റിയാസിന്റെ ഉള്ളിലാണുള്ളത്, ഷംസീറിന്റെ ഉള്ളിലാണുള്ളത്, സന്ദീപിന്റെ ഉള്ളിലല്ല. വളരെ നിർഭാഗ്യകരമാണ്. അതെല്ലാം തള്ളി പറഞ്ഞുകൊണ്ട് ഞാൻ വന്നതിന് ശേഷം പിന്നീട് ഭൂതകാലത്തിൽ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് മറ്റൊരു പ്രസ്ഥാനത്തിന് ശേഷം പോസ്റ്റ്മോർട്ടം ചെയ്തതിന് അർത്ഥം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വി.ഡി. സാവർക്കർ രാജ്യദ്രോഹി എന്ന് പറയുന്നു, ശരിയല്ല. ഡോക്ടർ ഹെഡ്ഗേവാർ, പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ, അവരൊക്കെ പാഠ്യപദ്ധതിയുടെ ഭാഗമാവുന്നു. നിങ്ങളെന്ത് വിചാരിച്ച് ഈ നെഹ്റുവിൻ്റെയും ഈ പിന്നെ ഇന്ദിരാഗാന്ധിയുടെയും മാത്രം ചരിത്രം പഠിച്ചാൽ മതി എന്നാണോ? പിണറായി വിജയൻ പിന്തുടരുന്ന സംഘപരിവാർ ദാസ്യമാണ് ഇത്തരത്തിൽ അഹങ്കാരത്തോടുകൂടി കേരള പൊതുസമൂഹത്തിന് മുന്നിൽ വന്ന് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുമെന്ന് പറയാനുള്ള വെല്ലുവിളിക്കാനുള്ള ധൈര്യം ഇപ്പോൾ BJP കൊടുത്തിട്ടുള്ളത്. ആ മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ പോസ്റ്റർ ബോയ് ആയിട്ട് നരേന്ദ്രമോദി മാറാണ്. താൻ മുസ്ലിം വിരുദ്ധനാണ് എന്ന് കാണിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമായിരുന്നു. 15 വയസ്സ് മുതലുള്ള കുട്ടികൾ ഏറ്റവും അധികം ഫോളോ ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാം. ചരിത്രത്തിലാദ്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് BJPയെ മറികടന്നു. അതിന് മുമ്പ് SFIയിൽ ഉണ്ടായിരുന്നില്ലേ? ശാസ്ത്ര സാഹിത്യ പരിഷത്തിനോടുള്ളൊരു സ്നേഹവും പരിഷത്തിൻ്റെ പാട്ടുകളോടുള്ള ഇഷ്ടവും, എന്തിന ധീരത ഇപ്പോൾ തുടങ്ങുവിനെല്ലാം നിങ്ങൾ പഠിക്കണം, തയ്യാറാകണം ഇപ്പോൾ തന്നെ ആജ്ഞാശക്തിയായി മാറിയിടാൻ എന്നൊക്കെയുള്ള അന്നത്തെ സാക്ഷരതാ ഗാനത്തോടുള്ള സ്നേഹവും. ഒരു ദിവസം ജയേന്ദ്രൻ രാത്രി വിളിച്ചിട്ട് നല്ല മഴ, മൊഫ്യൂസിൽ ബസ് സ്റ്റാൻഡ്, KTC ബസ്, മീര ജാസ്മിൻ, എനിക്ക് ആ പാട്ടൊന്ന് കേൾക്കണം. വേറെ ആരെങ്കിലും ആണെങ്കിലും ഞാൻ ചീത്ത വിളിച്ചതിന് സന്ദീപ് ആയതുകൊണ്ട് പാടാം. സന്ദീപ്, ഞാൻ മോഹൻലാലാണ്. എന്തായാലും വളരെ സന്തോഷം. ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അത് പറഞ്ഞ പോലെ അടുത്ത് തന്നെ ഏതെങ്കിലും ഒരു ക്യാരക്ടറായിട്ട് എന്താണ് വരിക്കാശ്ശേരിയുടെ ഉമ്മറത്തെ ചാരികശ്ശേരിയിൽ കിടക്കാൻ എനിക്ക് ഭാഗ്യം ഉണ്ടാകട്ടെ. അഷ്മി വിളിച്ചിട്ട് പിന്നെ സന്ദീപ് ഈ ചർച്ചയ്ക്ക് സന്ദീപ് നിർബന്ധമായി സന്ദീപിനെ കിട്ടിയേ പറ്റും, സന്ദീപ് തന്നെ വേണം ചർച്ചയ്ക്ക്. അപ്പം എനിക്കൊന്ന് ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കൊണ്ടാണ് എന്നെ വിളിക്കുന്നത്. ശരി, ഇപ്പം ഞാൻ ഈ വിഷയത്തിൽ ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടി ജ്യോതിച്ചിട്ട് വിളിക്കുന്നു. എന്നെ വിളിച്ചിരുന്നു, പക്ഷെ എനിക്ക് സമയമില്ലെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ നമ്പറാന്ന് ആലോചിച്ച് രാഷ്ട്രീയക്കാരേക്കാൾ വലിയ നമ്പർ. ഈ ആഗ്രഹത്തിനൊത്ത് രാഹുൽ ഗാന്ധി മാറുമെന്നാണോ മനസ്സിൽ വിചാരിക്കുന്നത്? നമ്മളാണ് മാറേണ്ടത്. രാഹുൽ ഗാന്ധി നടത്തുന്ന പോരാട്ടത്തിന് ഈ സമയത്ത് പിന്തുണ കൊടുക്കുക എന്നുള്ളതാണ് ഓരോ ഇന്ത്യക്കാരൻ്റെയും കടമ എന്ന് പറഞ്ഞു. പോലീസ് എന്നെയും സഹപ്രവർത്തകരെയും ക്രൂരമായി തരിച്ചയച്ചു. എൻ്റെ കഴുത്തിലൂടെ ലാത്തിയിട്ട് CPM പ്രവർത്തകർ ഈ കാല് ചവിട്ടി ഒടിച്ചു. ഈ കാല്. സന്ദീപ് വാര്യറാണ് നമുക്കിപ്പോൾ. ഹായ്. സന്ദീപ് ഭയങ്കര പോരാളിയായിട്ട് ഇങ്ങനെ ടെലിവിഷനിൽ ഇങ്ങനെ യുദ്ധം കൂടുന്ന ഒരു സ്പേസിൽ നമ്മൾ പലപ്പോഴും സന്ദീപിനെ കണ്ടിട്ടുണ്ട്. ഈ മെമ്മറി ഷാർപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര പരിപാടിയാണ് ഈ രാഷ്ട്രീയ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം. ആ സ്പോട്ടിൽ അതിന് കൗണ്ടർ ചെയ്യണം. ഇപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കറിനെ പോലെയുള്ള ആൾക്കാരൊക്കെ ഭയങ്കര ഷാർപ്പ് മെമ്മറിയിൽ സംസാരിക്കുന്ന സമയത്ത് ഞാൻ സാറിനോട് തന്നെ ഇടയ്ക്ക് ചോദിക്കാൻ ആഗ്രഹിക്കുന്നതാണ്, സാർ ഇതിന് പ്രിപ്പറേഷൻ ഒന്നും വേണ്ടതെന്ന്. ഈ ടെലിവിഷൻ ചർച്ചകളിൽ പോകുമ്പോൾ നമ്മൾ എന്താ ബേസിക് സ്റ്റഡി നടത്താറുണ്ടോ? 2 തരത്തിൽ സമീപിക്കാറുണ്ട്. അത് വിഷയങ്ങൾക്കനുസരിച്ചാണ്. ഇപ്പോൾ ചില വിഷയങ്ങൾ ഒരു ഉപരിപ്ലവമായ രാഷ്ട്രീയം മാത്രം ചർച്ച ചെയ്തു പോകുന്നൊരു വിഷയമാണെങ്കിൽ അത് പ്രത്യേകിച്ച് അതിനെക്കുറിച്ചൊരു സ്റ്റഡിയുടെ ആവശ്യം വരാറില്ല. കാരണം വർഷങ്ങളായിട്ട് നമ്മൾ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു പോവാണ്. രാജ്യത്തെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് ഒരു ചർച്ച നടക്കുകയാണെങ്കിൽ അത് സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ട ഒരു വിവരശേഖരണം നടത്തേണ്ടി വരും. തീർച്ചയായിട്ടും വേണ്ടി വരും, വിവരശേഖരണം വേണ്ടി വരും. പിന്നെ കോടതി വിധികളാണെങ്കിൽ, ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഏതെങ്കിലും ഒരു വിധി വന്നിട്ടുണ്ട്, ആ വിധി സംബന്ധിച്ചൊരു അഭിപ്രായം പറയണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പൂർവ്വകാല പണ്ടുണ്ടായിട്ടുള്ള വിധികൾ, കീഴ്വഴക്കങ്ങൾ, ഇത്തരത്തിലുള്ള നമ്മുടെ അതിലൊരു പരിപ്രേക്ഷ്യം, ഇതൊക്കെ ഒന്ന് തയ്യാർ ചെയ്ത് പോകേണ്ടി വരും. അപ്പോൾ അത്തരം വിഷയങ്ങളിലാണ് കൂടുതലായിട്ടൊരു പക്ഷേ റെഫർ ചെയ്യാറുള്ളത്. അതല്ലാതെ ജനറൽ പൊളിറ്റിക്സ് ആണെങ്കിൽ ഒരു പ്രിപ്പറേഷൻ്റെ ആവശ്യം ഒരു പക്ഷേ വളരെ കർശനമായിട്ട് ഇപ്പം നിൽക്കുന്നത് കൊണ്ട് കിട്ടിയുള്ള അനുഭവ പരിചയം കൂടിയുണ്ട്. പ്രത്യേകിച്ച് അങ്ങനെ ഒരു പ്രിപ്പറേഷൻ്റെ ആവശ്യം വരാറില്ല. പിന്നെ വളരെ ചെറുപ്പം മുതലേ പത്രവായന ഉണ്ടായിരുന്നത് കൊണ്ട് ഉള്ള കുറേ ഓർമ്മകളുണ്ട്, രാഷ്ട്രീയ വിഷയങ്ങളിലും ഒക്കെയുള്ള ഓർമ്മകളുണ്ട്.
പലപ്പോഴും അത് ചർച്ചകളിൽ ഉപയോഗിക്കാൻ സാധിക്കാറുണ്ട്. പക്ഷേ അഡ്വക്കേറ്റ് ജയശങ്കറിനോട് താങ്കൾ ചോദിച്ചു, അദ്ദേഹത്തോട് ചോദിച്ചാൽ പക്ഷേ അദ്ദേഹം പോലും സമ്മതിക്കും, നമ്മൾ ഈ ചർച്ച കഴിഞ്ഞിട്ടാണ് നമുക്ക് തോന്നുക കുറച്ചുകൂടി പറയാമായിരുന്നു. കാരണം വാസ്തവത്തിൽ അതിനെ കൗണ്ടർ ചെയ്യേണ്ട അതിനേക്കാൾ നല്ല ഉദാഹരണങ്ങൾ വേറെ ഉണ്ടായിരിക്കും. നമ്മുടെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും, പക്ഷെ നമുക്ക് അപ്പോൾ ഓർമ്മയിൽ വന്നൊരു കാര്യമായിരിക്കും പറയുന്നുണ്ടാവുക. പിന്നെ ഇതെല്ലാം നമ്മൾ സ്ഥിരമായിട്ട് നമ്മളൊരു വിഷയം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രാഷ്ട്രീയം നമ്മുടെ ഒരു പാഷനാണ്. പിന്നെ കുറച്ചൊക്കെ ഒരു സരസ്വതി കടാക്ഷം എന്ന് പറയുമല്ലോ, അപ്പം ആ സമയത്ത് അത് മറുപടി പറയാനുള്ള ഒരു ദൈവാനുഗ്രഹം, ഗുരുത്വം എന്നൊക്കെ പറയും, അത് കിട്ടുക എന്നുള്ളതും വലിയ ഭാഗ്യമാണ്. ആ സമയത്ത് ടൈമിങ്ങിൽ കൗണ്ടർ കൊടുക്കുക എന്ന് പറയുന്നത് ഗുരുത്വമാണ്, ഗുരുത്വം. അതിൻ്റെ കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതിന് മുമ്പ് എനിക്ക് ചോദിക്കാനുള്ളത് ശരിക്കും ഈ ഷിഫ്റ്റിങ്ങിൻ്റെ ടൈമിലുള്ള ഒരു മാനസികാവസ്ഥ, നമ്മൾ ഷിഫ്റ്റിങ്ങിനെ കുറിച്ചുള്ള പല ആക്ഷേപങ്ങളും പല കാര്യങ്ങളും ട്രോളുകളും ഒക്കെ സംഭവിക്കുമ്പോഴും അതേ സമയത്ത് തന്നെ സന്ദീപിൻ്റെ മനസ്സിനകത്തൊരു സംഘർഷം ഉണ്ടാവും. ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ എളുപ്പമല്ല. ചിലപ്പോൾ കൂടെ നിൽക്കുന്നവരടുത്ത് ചോദിച്ച് കൃത്യമായിട്ട് തീരുമാനം എടുക്കാനും പറ്റില്ല. അവിടെ സത്യത്തിൽ കുടുംബത്തോട് പോലും സംസാരിക്കാതെ ഒറ്റയ്ക്ക് ഒരു ഡിസിഷൻ എടുക്കണം. അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു പ്രോസസ്സാണ്. ഈ പ്രോസസ്സ് എങ്ങനെ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. വാസ്തവ ഒരു ചെയിൻ ഓഫ് ഇവൻറ്റ്സ് എന്ന് ഞാൻ അന്നേ പറഞ്ഞിരുന്നു. ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു വിഷയം ട്രിഗർ ചെയ്തതിന്റെ പേരിലല്ല എൻ്റെ ഒരു മാറ്റം നടക്കുന്നത്. കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ദിവസങ്ങളല്ല, വർഷങ്ങളായിട്ടുള്ള ഒരു ചെയിൻ ഓഫ് ഇവൻറ്റ്സ്. അത് നമുക്കൊരു അന്ന് ഞാൻ പ്രവർത്തിച്ചിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഉയർന്ന നേതൃത്വം എനിക്ക് നേരിട്ടിട്ടുള്ള ദുരനുഭവങ്ങളുടെ ഒരു ചെയിൻ ഓഫ് ഇവൻറ്റ്സ് ഉണ്ട്. പക്ഷേ അത്തരം ചെയിൻ ഓഫ് ഇവൻറ്റ്സ് ഒക്കെ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാകും. പക്ഷേ അതിനെ വല്ലാതെ ട്രിഗർ ചെയ്യുന്ന ഒരു സംഭവം കൂടി ഉണ്ടാകുന്ന സമയത്തായിരിക്കും അത് പൊട്ടിത്തെറിച്ച് അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിക്കുന്നത്. അതാണ് അവിടെ കണ്ടത്. എന്നെ സ്നേഹിക്കുന്ന എൻ്റെ നാട്ടിലുള്ള ആളുകൾക്ക് മുഴുവൻ അറിയാം, അന്ന് പ്രവർത്തിച്ച പ്രസ്ഥാനത്ത് ഞാൻ നേരിട്ടിട്ടുള്ള ഒരുപാട് പ്രയാസങ്ങളും എന്നെ വ്യക്തിപരമായിട്ട് തന്നെ വല്ലാതെ ബാധിച്ചിട്ടുള്ള രീതിയിൽ എന്നെ ഒരുപാട് എന്നെ പ്രയാസപ്പെടുത്തിയിട്ടുള്ള സംഗതികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് ഉള്ളപ്പോൾ പോലും പലതും ഞാൻ തുറന്നു പറയുകയോ പുറത്തു പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. കാരണം അന്ന് പ്രവർത്തിച്ച പാർട്ടിയുടെ പ്രത്യേകത അറിയാലോ, ഒരു ഇരുമ്പ് മറയ്ക്കുള്ളിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അച്ചടക്കം, അനുശാസനം എന്നൊക്കെ പറയും, അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് പലതും അനുഭവിച്ചാൽ പോലും പുറത്തു പറയാതിരിക്കുക, കുടുംബത്തിൽ പോലും അത് ഷെയർ ചെയ്യാതിരിക്കുക, വിഷമം മുഴുവൻ മനസ്സിൻ്റെ ഉള്ളിൽ മാത്രം ഒതുക്കുക എന്നൊരു സമീപനം ഉണ്ടായിരുന്നത്. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നമുക്ക് വല്ലാതെ നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന രീതിയിൽ നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് മുന്നിൽ അപമാനിതരാകുന്ന ഒരു ഘട്ടമൊക്കെ വരുന്ന സമയത്ത്, പിന്നീട് വല്ലാത്ത മനപ്രയാസം വരുന്ന സമയത്ത്, അത് ഏതൊരു മനുഷ്യനായാലും സംഭവിക്കുന്ന രീതിയിലുള്ള ഒരു പൊട്ടിത്തെറി ഉണ്ടായി എന്നുള്ളതാണ് സംഭവിച്ചത്. അതിൽ എന്നെ സംബന്ധിച്ചോളം എനിക്ക് ആ ഒരു മൊമെൻറ്റ്, ഞാൻ തിരഞ്ഞെടുത്ത സമയം എന്ന് പറയുന്നത് അത് പൂർണ്ണമായും ശരിയായിരുന്നു എന്ന ഉത്തമമായ ബോധ്യം എനിക്കുണ്ട്. കാരണം ഇനിയും അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല, ഇനിയും സാധ്യമല്ല എന്ന് തോന്നിയ ഒരു പോയിന്റിൽ തന്നെയാണ് ഞാൻ ആ രാഷ്ട്രീയത്തോട് വിട പറയാൻ തീരുമാനിച്ചത്. പ്രത്യേകിച്ച് ചില തിരിച്ചറിവുകൾ ഉണ്ടാവുകയാണ്. ഈ മനുഷ്യനെ വല്ലാതെ എല്ലാ ദിവസവും ഈ വിദ്വേഷവും വർഗീയതയും ഒക്കെ പ്രചരിപ്പിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ ഭാഗമായി നിന്ന് എല്ലാ ദിവസവും ഇത് പറയേണ്ടി വരുമ്പോൾ ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക്, ഒരു സാമൂഹ്യ ജീവി എന്നുള്ള നിലയ്ക്ക് ഞാൻ അനുഭവിച്ചിരുന്ന വലിയ പ്രയാസമുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ജീവിച്ചിരുന്ന മേഖലയിൽ എൻ്റെ സുഹൃത്ത് വലയങ്ങൾ, ഇതൊക്കെ എല്ലാവരും ഉൾപ്പെട്ടിട്ടുള്ള ഒരു പ്ലൂറിസ്റ്റിക് സൊസൈറ്റിയാണ്. അപ്പോൾ അതിന് ഉള്ളിൽ ജീവിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വളരെ ഒരു റിജിഡായിട്ടുള്ള ഒരു ഐഡിയോളജിയുടെ പ്രയോക്താവായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രയാസമുള്ള കാര്യമാണ്. അങ്ങനെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 20 വർഷക്കാലത്തോളം പ്രവർത്തിച്ച ഒരു പരിസരത്ത് നിന്നാണ് ഞാൻ മാറുന്നത്. എനിക്കവിടെ എൻ്റെ നാട്ടിൽ ഒരുപാട് സുഹൃത്തുക്കൾ, പഴയ പാർട്ടിയുടെ പ്രവർത്തകർ, എന്നെ വിശ്വസിച്ച് വന്ന ആളുകളൊക്കെ ഒരുപാട് പേരുണ്ട്. പക്ഷെ എനിക്ക് സംഭവിച്ചൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഈ ഒരു മാറ്റത്തിൻ്റെ കാര്യം അവരുടെ അടുത്ത് കൃത്യമായിട്ട് അത് അവതരിപ്പിക്കാനൊരു സമയം കിട്ടിയില്ല എന്നുള്ളതാണ്. എൻ്റെ കുടുംബത്തോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. അത് പറയാതിരിക്കാനുള്ളൊരു കാരണമെന്ന് പറയുന്നത്, ഞാൻ ആ സമയത്ത് ഏതാണ്ട് ഒരു 10 ദിവസത്തോളം ഞാൻ വല്ലാത്തൊരു മാനസിക പ്രയാസത്തിലായിരുന്നു. ഞാൻ ഏതാണ്ട് ഒരു ഏകാന്തവാസം നയിക്കുകയായിരുന്നു. ആളുകളുമായി കാണാത്ത സാഹചര്യം ഉണ്ടായി. ഫോണുകൾക്ക് പോലും ഞാൻ മറുപടി പറയുന്നുണ്ടായിരുന്നില്ല. വല്ലാത്ത ഒരു മാനസിക പ്രയാസത്തോട് പോകുന്ന സമയത്ത് ഞാൻ അന്ന് ഫോളോ ചെയ്തിരുന്ന എനിക്കൊന്ന് യൂട്യൂബ് ചാനൽ ഈ ബുദ്ധിസ്റ്റ് തോട്ടുകളായിരുന്നു. അപ്പം അതിൽ ഈ ഡിസിഷൻ മേക്കിങ്ങിനെ കുറിച്ച് ഞാനിങ്ങനെ അതിൽ വരുന്ന പല കണ്ടൻസും നോക്കിയ സമയത്ത് അതിലൊരു ബുദ്ധ സന്യാസി പറയുന്നത്, നിങ്ങളൊരു തീരുമാനമെടുക്കുന്ന സമയത്ത് ആ തീരുമാനത്തിൻ്റെ ഗുണവും ദോഷവും അനുഭവിക്കുന്നയാൾ നിങ്ങൾ മാത്രമാണ്. അത് സംബന്ധിച്ച് നിങ്ങൾ വേറെ ഒരാളുടെ അഭിപ്രായം ചോദിക്കുമ്പോൾ ആ അഭിപ്രായം പറയുന്നയാൾ അദ്ദേഹത്തിന് നിങ്ങളുടെ തീരുമാനം കൊണ്ട് ഉണ്ടാകാവുന്ന ഗുണദോഷങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ഉപദേശം മാത്രമേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വളരെ നിർണായകമായ തീരുമാനങ്ങൾ ഒറ്റയ്ക്ക് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും അഭികാമ്യം. അപ്പോൾ ഞാൻ ആ നിമിഷം തീരുമാനിക്കുകയാണ്, ഈ ഡിസിഷൻ എന്തായാലും എൻ്റെ മാത്രം ഡിസിഷൻ ആയിരിക്കും.
അത് പൂർണ്ണമായിട്ടും എൻ്റെ ശരിയായിരിക്കും. അത് സംബന്ധിച്ച് ദോഷം സംഭവിച്ചാലും ഗുണം സംഭവിച്ചാലും അത് ഞാൻ തന്നെ നേരിടും എന്ന് തീരുമാനിച്ചുറപ്പിക്കുകയാണ് ചെയ്തത്. മറ്റൊന്ന്, രാഷ്ട്രീയ പ്രവർത്തനമാണ്. സ്വാഭാവികമായിട്ടും നമ്മളൊരു ചേരിയിൽ നിന്ന് പുറത്തു പോകാൻ അല്ലെങ്കിൽ അത്തരത്തിലൊരു സാഹചര്യം അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ രാഷ്ട്രീയ എതിരാളികൾ അതിനുപയോഗിക്കാൻ ശ്രമിക്കും. സ്വാഭാവികമായിട്ടും പലരുമായിട്ട് അവർ എന്നെ ക്ഷണിച്ചിട്ടുണ്ട്, പിന്നെ അവർ സംസാരിക്കാൻ ശ്രമിച്ചവരുണ്ട്. പലരോടും ഞാൻ നന്ദി മാത്രം പറഞ്ഞിട്ടുണ്ട്. എന്നോട് കാണിക്കുന്ന സ്നേഹത്തിനുള്ള നന്ദി ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ വിശ്വസിച്ചത് വളരെ ഒരു ഇരുമ്പ് മറയ്ക്കുള്ളിൽ പ്രവർത്തിച്ചിരുന്നൊരു പ്രസ്ഥാനത്തിൽ 20 വർഷം അത്തരത്തിലൊരു പരിസരത്ത് പ്രവർത്തിച്ച ഒരാൾക്ക് എനിക്ക് ഇനിയും അതുപോലെ ഒരു ജീവപര്യന്തം തടവ് പോലെ അത്തരമൊരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കാനുള്ള താല്പര്യമില്ല. പകരം കുറേ കൂടി ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ സാധിക്കുന്ന, പൊതുസമൂഹവുമായി കൃത്യമായി ആശയവിനിമയം നടത്താൻ കഴിയുന്ന, അവർക്കിടയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന, കെട്ടുപാടുകളില്ലാത്ത, നമ്മളെ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് പറ്റുന്ന ഏറ്റവും നല്ല പ്ലാറ്റ്ഫോം അത് ഒരു സെക്യുലർ ആയിട്ടുള്ള ഒരു പിന്നെ രാജ്യം മുഴുവൻ വ്യാപിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനം എന്നുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ദ ബെസ്റ്റ് പ്ലാറ്റ്ഫോം അവൈലബിൾ. ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ളത് ഏറ്റവും നല്ലത് അതാണ് എന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കോൺഗ്രസിൻ്റെ ഭാഗമായി മാറിയത്. അന്ന് വന്ന ഒരു ആശ തരുന്ന 2 അഭിപ്രായങ്ങൾ ഞാൻ കേൾപ്പിക്കാം. ശരിക്കും ഞാനിതിനെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് അന്നും ഇന്നും കാണാൻ ശ്രമിച്ചിട്ടുള്ളത്. അതെങ്ങനെയാണ് സന്ദീപ് കാണുന്നത് എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്ക് വേണ്ടത്. ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ നിലപാടിനോട് നയത്തോട് യോജിച്ച് നിൽക്കാൻ കഴിയുന്ന ആരായാലും അവരെല്ലാം സ്വീകരിക്കുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് യാതൊരു തരത്തിലുള്ള വൈമനസ്യവും കാണിക്കേണ്ട കാര്യമില്ല. ഇതാണ് എനിക്ക് കുറച്ചുകൂടെ സംസാരിക്കാൻ പറ്റുന്നത്. നല്ല അദ്ദേഹത്തിന്റെ കാര്യം കൃത്യമായിട്ട് പറയും. പക്ഷെ അത് കഴിഞ്ഞിട്ട് മാധ്യമങ്ങളൊക്കെ എഴുതി തുടങ്ങി വാര്യരുടെ കാവി ചോപ്പിക്കാൻ കഴിയുമോ എന്നൊക്കെയുള്ള ഹെഡിങ്സ് വന്നു തുടങ്ങുന്ന സമയത്താണ് മറ്റൊരു സ്പേസിലേക്ക് പോയിട്ട് കോൺഗ്രസിൽ പോയിട്ട് പറയുന്ന ഡയലോഗും അത് വളരെ പ്രസക്തമാണ്. ആ ഡയലോഗാണ് പിന്നീട് ട്രോളിന് കാരണമായത്. അതും കൂടെ കാണിച്ചിട്ട് രണ്ടും കൂടെ ഒരുമിച്ച് അഭിപ്രായം പറയാം. സ്നേഹത്തിന്റെ കടയിൽ മെമ്പർഷിപ്പ് എടുക്കാനാണ് ഞാൻ തീരുമാനിച്ചത്. അങ്ങേറ്റത്തെ വെറുപ്പും വിദ്വേഷവും മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറിയിൽ ഇത്രകാലം ജോലിയെടുത്തു എന്ന ജാള്യതയാണ് ഇപ്പൊ എന്നെ പേറുന്നത്. സ്നേഹത്തിൻ്റെ കടയിൽ മെമ്പർഷിപ്പ് എടുത്തു എന്ന് പറയുമ്പോൾ കെ മുരളീധരൻ പറഞ്ഞിരുന്നു ആ കടയിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ കാലവും ഉണ്ടാവണം എന്ന് പറയുന്ന ഒരു ട്രോൾ ഒഴിച്ച് ബാക്കി കോൺഗ്രസ് നേതാക്കളൊക്കെ വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് അതിനെ സമീപിച്ചിരിക്കുന്നത്. പക്ഷേ പുറത്തു നിന്ന് ഒരുപാട് തരത്തിലുള്ള ട്രോളുകൾ നേരിട്ടിട്ടുണ്ട്. അതിൽ അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറയുന്നത് തന്നെ അറബി വേഷം ധരിച്ച് നിൽക്കുന്ന ഒരു തലപ്പാവ് വെച്ച് നിൽക്കുന്ന ഒരു വേഷം ഇട്ട സമയത്ത് പുള്ളി പറഞ്ഞത് അത് ഉദരനിമിത്തം ബഹിർഗത വേഷം എന്ന് പറയുന്ന ഡയലോഗോടുകൂടി പുള്ളി പറയുന്നുണ്ട്. ഇത് മതേതരത്തിൻ്റെ കപട മുഖം ആണ് സന്ദീപനെന്നാണ് പ്രതികരണം വന്നത്. ഇതാണ് അസാധ്യമായിട്ടുള്ളൊരു വെല്ലുവിളിയായത്. ഇതെങ്ങനെ നേരിട്ടു എന്നുള്ളത് എനിക്ക് അറിയില്ല. ഇപ്പം അതിൽ ആദ്യം കാണിച്ചത് ഗോവിന്ദൻ മാഷുടെയും ബാലേട്ടൻ്റെയൊക്കെ പ്രസ്താവനയാണ്. ഇവരെല്ലാവരും വ്യക്തിപരമായിട്ട് തന്നെ അറിയുന്ന ആളുകളാണ്. ഞാൻ അന്നും പറഞ്ഞിരുന്നു എന്നോട് കാണിക്കുന്ന എല്ലാ സ്നേഹത്തിനും നന്ദിയുണ്ടെന്ന്. എനിക്ക് തോന്നുന്നില്ല രാഷ്ട്രീയമായിട്ടുള്ള വിമർശനങ്ങൾക്കപ്പുറം വ്യക്തിപരമായിട്ട് ഞാൻ മോശക്കാരനാണെന്നുള്ള അഭിപ്രായം ഇവർക്ക് ആർക്കുണ്ട് അതെനിക്ക് തോന്നുന്നില്ല. അതിപ്പോൾ ചോദിച്ചാലും അവർ അഭിപ്രായം തന്നെ പറയുകയുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അപ്പം അവരെക്കുറിച്ചും വ്യക്തിപരമായിട്ട് എനിക്ക് അത്തരം മോശം അഭിപ്രായങ്ങളൊന്നുമില്ല. അപ്പം അതൊക്കെ മനുഷ്യർ എന്നുള്ള നിലയ്ക്ക് എന്നോട് അവർ അന്ന് കാണിച്ച ആ സ്നേഹത്തിന് ഞാൻ അന്ന് നന്ദി പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്നെക്കുറിച്ച് നല്ല വാക്കുകൾ ബാലേട്ടനാണെങ്കിലും രാജേഷ് ആണെങ്കിലും ഗോവിന്ദൻ മാഷാണെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനതിനെ നിരാകരിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ CPM-ലേക്ക് പോകുമെന്നായിരുന്നു മാധ്യമങ്ങളിലൊക്കെ പ്രചാരം ഉണ്ടായിരുന്നത്. അങ്ങനെ പോയിരുന്നെങ്കിൽ എല്ലാവരും പറയുന്നത് ഞാൻ അധികാരത്തിന് വേണ്ടി പോയി എന്നായിരിക്കും. കാരണം കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഈ രാജ്യത്തോ കേരളത്തിലോ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ പോലുമോ 10 വർഷക്കാലത്തിലധികമായിട്ട് അധികാരമൊന്നുമില്ല. അപ്പോൾ അധികാരത്തിൻ്റെ യാതൊരു ശീതളഛായയുമില്ലാത്ത പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിലേക്ക് പോവുക, അതും ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ അധികാരമുള്ള ഏറ്റവും അധികം സംസ്ഥാനങ്ങളിൽ ഭരണത്തിലിരിക്കുന്ന അധികാരത്തിൻ്റെതായ എല്ലാ സൗഭാഗ്യങ്ങളും ഇട്ടെറിഞ്ഞുകൊണ്ട് കോൺഗ്രസ് പോലെ ഒരു പ്രസ്ഥാനത്തിലേക്ക് പ്രതിപക്ഷ പ്രസ്ഥാനത്തിലേക്ക് പോവുക എന്നുള്ളത് അത് തന്നെ സൂചിപ്പിക്കുന്ന എന്താണ്, ഞാൻ അത്തരത്തിൽ ഏതെങ്കിലും അധികാരം ആഗ്രഹിച്ചുകൊണ്ടല്ല പോയത്, മറിച്ച് സ്വതന്ത്രമായി. ആ ഉത്തരം തുടർന്ന് പറയുന്നതിന് മുമ്പ് അതിനെ പറ്റിയിട്ട് ഒരു കമൻറ്റും കൂടെ ഉണ്ട്. അത് നിങ്ങളുടെ അതേ പാളയത്തിൽ നിന്നിരുന്ന ഒരാൾ തന്നെയാണ് ആ കമൻറ്റ് ചെയ്തിരിക്കുന്നത്.
വെച്ച് പുലർത്തുന്ന ഒരു ഫാക്ടറിയിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. അവിടുന്ന് ഞാൻ ഇറങ്ങാൻ തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ എന്റെ ഗോപാലകൃഷ്ണൻ പറയാൻ ശ്രമിക്കുന്നത് ഒരു കസേരയുടെ മുകളിലാണ് എന്ന് പറയുന്നുണ്ട്. അത് ഉള്ളിൽ നിന്നുള്ള അഭിപ്രായമാണ് ഉണ്ടാവുന്നത്. ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ അത് ബേസിക്കലി അവരുടെ ഒരു നറേറ്റീവ് അവർ ബിൽഡ് ചെയ്തത് ഒരു കസേരയ്ക്ക് വേണ്ടി പോയി എന്നുള്ളതാണ് അവർ. രണ്ട് കാര്യങ്ങൾ, ഒന്ന് ചരിത്രബോധമില്ലാത്തത് കൊണ്ടാണ് അത്തരത്തിലുള്ള അഭിപ്രായം പറയുന്നത്. കസേര എന്ന് പറയുന്നത് എന്തുകൊണ്ട് സംഭവിച്ചത് ഞാൻ പറഞ്ഞു, ചെയിൻ ഓഫ് ഇവൻറ്റ്സ് ആണ്. ഏറ്റവും ഒടുക്കം നടന്ന പാലക്കാട് ഇലക്ഷൻ കൺവെൻഷനിൽ എന്നെ അപമാനിച്ച് ഇറക്കി വിടുകയാണ് ചെയ്തത്. അത് നമ്മളെ സ്നേഹിക്കുന്ന നമ്മളറിയുന്ന 10,000-3000 ആളുകളുടെ മുന്നിൽ വെച്ച് അപമാനിതനായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യനുണ്ടാകുന്ന പ്രതിക്രിയയാണ് ഒന്ന് സംഭവിച്ചിട്ടുള്ള കാര്യം. ഉദാഹരണത്തിന് താങ്കളുടെ വീടിനടുത്തൊരു വിവാഹം നടക്കുന്നു, അങ്ങോട്ട് പോകേണ്ടതില്ല, അപമാനിതനാകുമെന്ന് കരുതി പോകേണ്ടതില്ല എന്ന് കരുതിയിരിക്കുന്നത് താങ്കളെ നിർബന്ധിച്ച് വിളിക്കുന്നു. ആ നിർബന്ധിച്ച് വിളിച്ച ശേഷം അവിടെ പോയി ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സമയത്ത് നിന്നെ ആരാണ് ഇങ്ങോട്ട് വിളിച്ചതെന്ന് വെച്ചാൽ അവിടെ നിന്ന് എണീപ്പിച്ചുവിടുന്ന സാഹചര്യം പരിചയമുള്ള ബന്ധുക്കളും വെച്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എപ്രകാരമായിരിക്കും ആ ഒരു വികാരം ഉണ്ടാവുക? ആ ഒരു വികാരം, എന്നിട്ട് ഞാൻ മൗനം പാലിച്ചുകൊണ്ട് പോയൊരാളാണ്. പിന്നീട് എന്നെ പുറകെ നടന്ന് ഉപദ്രവിക്കുകയാണ് ചെയ്തത്. ഇപ്പം ഞാൻ ചരിത്രപരമായിട്ടുള്ള ഒരു അദ്ദേഹം പറഞ്ഞൊരു അബദ്ധം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കസേര എന്ന് പറയുന്നത് അവനവൻ അർഹതയുള്ള എന്ന് ബോധ്യപ്പെടുന്ന സമയത്ത് ആ അർഹതയുള്ള സ്ഥാനങ്ങൾ അതല്ലെങ്കിൽ അവിടെ നിന്ന് അപമാനിക്കപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും ഏതൊരു വ്യക്തിക്കും വലിയ തോതിലുള്ള പ്രതിഷേധം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞാൻ ഈ ഉദാഹരണത്തിൽ പറയുന്ന ആളെയോ സമീകരിക്കാൻ യോഗ്യനായിട്ടൊരു വ്യക്തിയല്ല ഞാൻ. അദ്ദേഹം ഹിമാലയ പർവ്വതം കണക്കിയ ഒരാളാണ്. മഹാത്മാഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് അർഹതപ്പെട്ട കസേരയിൽ നിന്ന് ബ്രിട്ടീഷുകാർ വെള്ളക്കാരെ അവിടെ നിന്ന് ചവിട്ടി ഇറക്കി വിട്ടില്ലായിരുന്നെങ്കിൽ അദ്ദേഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മാറുമായിരുന്നു. ക്രൂഷ്യൽ പോയിന്റ് ആയിരുന്നു അത്. മാറില്ലല്ലോ. അപ്പം അത് ട്രിഗർ ചെയ്തു അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായിരുന്ന ഈ സാമ്രാജ്യത്വ വിരുദ്ധതയെ ട്രിഗർ ചെയ്യാൻ അദ്ദേഹത്തിന് അർഹതപ്പെട്ട കസേരയിൽ നിന്നും അദ്ദേഹത്തെ ഇറക്കി വിടുന്ന ഒരു സാഹചര്യം ട്രിഗർ ചെയ്തു എന്നൊരു വസ്തുതയല്ലേ. ഞാൻ ഞാനുമായി സമീകരിക്കുകയല്ല. അതുപോലെ തന്നെ എനിക്ക് ഇറക്കി വിട്ട സമയത്ത് സ്വാഭാവികം എനിക്ക് വേദന ഉണ്ടാവില്ലേ? അപ്പോൾ അത് പറയുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത്? BJP ഒരു നറേറ്റീവായിട്ട് ബിൽഡ് ചെയ്യാൻ ശ്രമിച്ചതാണ്. അത് പറഞ്ഞോട്ടെ, അവർക്ക് അതിൻ്റെ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഞാനിതിൽ ചെയിൻ ഓഫ് ഇവൻറ്റ്സ് ആണെന്നും ഈ ഒരു വിഷയം മാത്രമല്ല, ദീർഘകാലമായിട്ട് അവിടെ ഞാൻ അഭിമുഖീകരിച്ച പ്രയാസങ്ങളുടെ ഒരു ഏറ്റവും പര്യവസാനമാണ് അവിടെ കണ്ടത്. മറ്റെന്താ ഈ ട്രോളുകൾ എങ്ങനെയാണ് ഫേസ് ചെയ്തത്? ഒന്ന്, ഞാനും അത്യാവശ്യം ട്രോളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരാളോ അല്ലെങ്കിൽ എഴുതുന്ന ആളോ ഒക്കെയാണ്. അപ്പോൾ എന്നെ പറഞ്ഞാൽ എനിക്ക് ഇത് എഴുതുന്ന ആളുകളുടെ മാനസികാവസ്ഥ മനസ്സിലാവും. BJP-ക്കാർ അതല്ലെങ്കിൽ സംഘപരിവാർ അനുകൂലികൾ ട്രോളുകൾ ഉണ്ടാക്കുന്ന വാസ്തവത്തിൽ സാധാരണ ഇതിലൊരു ട്രോളന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? ഹ്യൂമർ ആയിരിക്കും ഉള്ളിൽ ഉണ്ടാവുക. പക്ഷെ എനിക്കെതിരെ ട്രോൾ ഉണ്ടാക്കുന്ന സംഘപരിവാറുകാരൻ്റെ മാനസികാവസ്ഥ ഹ്യൂമർ അല്ല. അതവൻ്റെ മനസ്സിനുള്ളിൽ വല്ലാത്ത വിഷമവും സങ്കടവും രോഷവും ഒക്കെയാണ്. കാരണം അവരുടെ ഏറ്റവും മുഖമായി നിന്നിരുന്ന ഒരാളാണ്. ഒരുപക്ഷെ അവരുടെ പാർട്ടിയിലെ ടോപ്പ് 5-നകത്ത് നിന്നിരുന്ന ഏറ്റവും ജനപിന്തുണയുടെ അടിസ്ഥാനത്ത് നിന്നിരുന്ന ഒരാൾ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ നമ്പറുടെ അല്ല, പക്ഷെ അന്നത്തെ സാഹചര്യം അതായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. അപ്പം അങ്ങനെ ഒരാൾ പുറത്തു പോകുമ്പോൾ, അവരെ ഏറ്റവും പ്രിയപ്പെട്ട് സ്നേഹിച്ച ഒരാൾ പുറത്തു പോകുമ്പോൾ ഉണ്ടായിട്ടുള്ള വിഷമവും സങ്കടവും രോഷവും ഒക്കെയാണ് ആ ട്രോളുകളുടെ പുറകിൽ ഇവനെ എങ്ങനെയെങ്കിലും തീർക്കണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള സംഭവങ്ങളാണ്. ഞാനതിന് ചില കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കാറുണ്ട്, ചിലതിന് ഞാൻ അതിനെ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളിക്കളയാറുണ്ട്. ഇത് ട്രോളുകളാണ്. പക്ഷെ അതിനപ്പുറം എൻ്റെ കുടുംബത്തെ, എൻ്റെ ഭാര്യയെയൊക്കെ ബോഡി ഷേമിങ് ചെയ്യുന്ന രീതിയിൽ, അപമാനിക്കുന്ന രീതിയിലൊക്കെ നിരവധി വീഡിയോകൾ, യൂട്യൂബ് വീഡിയോകൾ വന്നിട്ടുണ്ട്. ഒരുപാട് പേർക്ക് എന്താ പറയുക, അത് പരാതി കൊടുക്കാൻ തന്നു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് പരാതി കൊടുക്കേണ്ടി വരും. ഞാൻ എൻ്റെ ജീവിതത്തിൽ അറിയാത്ത കാര്യങ്ങൾ എൻ്റെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് എനിക്കെതിരെ ആക്ഷേപ വീഡിയോകൾ നിരന്തരമായി ഇറക്കും. പ്രത്യേകിച്ച് എറണാകുളത്തുള്ള സിനിമാ മേഖലയിൽ 2 ബലാത്സംഗ കേസുകളിൽ ആരോപണ വിധേയനായിട്ടുള്ള എനിക്കെതിരെ ഇപ്പോഴും എല്ലാ ദിവസവും കണ്ടന്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അവർക്കത് അവരുടെ ഉപജീവന മാർഗമായിരിക്കാം. അപ്പം അത്തരം ഒരാൾ അദ്ദേഹത്തിന്റെ ചാനൽ എനിക്ക് നേരെ ഉയർന്നൊരു ആരോപണം എന്നെ ഏറ്റവും ഹൃദയത്തിൽ ഏറ്റവും വേദന ഉണ്ടാക്കിയതാണ്. കൊല്ലത്ത് കോകിലയുടെ മരണത്തിന് പുറകിൽ സന്ദീപ് വാര്യർ പ്രതികളെ രക്ഷിക്കാൻ ശ്രമിച്ചു. കൊല്ലത്തെ കൗൺസിലർ കോകില മരിക്കുന്നത് 2016 മറ്റാണ്. അന്ന് ഞാൻ BJP-യുടെ പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിലെ ഒരു സെക്രട്ടറി മാത്രമാണ് BJP-യുടെ.
അതായത് പാലക്കാട് ജില്ലയുടെ പുറത്ത് ഒരു തരത്തിൽ ആളുകൾ അറിയാത്ത ഒരാളാണ് ഞാൻ. ഒറ്റപ്പാലം നിയോജക സെക്രട്ടറി മാത്രം. അന്ന് അത്ര മാത്രം ഉണ്ടായിരുന്നു ഞാൻ എങ്ങനെയാണ് കൊല്ലത്ത് തേവള്ളി ഡിവിഷൻ ഉണ്ടായിരുന്ന കോകിലയുടെ മരണത്തിൻ്റെ ഉത്തരവാദിയായത്. അതിനേക്കാൾ എന്നെ വിഷമിച്ചത് എൻ്റെ അമ്മ മരിച്ച വർഷം 2020. അപ്പോൾ ആ സമയത്ത് അമ്മ മരിക്കുന്ന ദിവസത്തിൻ്റെ തലേ ദിവസമായിരുന്നു കോകിലയുടെ അനുസ്മരണം ഉണ്ടായിരുന്നത്. അന്ന് കോകിലയുടെ അമ്മ അവിടെ തേവള്ളി ഡിവിഷനിലെ കൗൺസിലറാണ്. അവർ ക്ഷണിച്ചനുസരിച്ച് കോകിലയുടെ ആ വർഷത്തെ അനുസ്മരണ പരിപാടി ഞാനാണ് സംസാരിച്ചത്. അങ്ങോട്ട് പോകുന്ന സമയത്ത് എനിക്ക് വിവരം കിട്ടണം അമ്മ സിംഗിങ് സ്റ്റേജാണെന്ന് വിവരം കിട്ടുക. ഞാൻ പക്ഷേ ഈ പരിപാടി ക്യാൻസൽ ചെയ്തില്ല. ക്യാൻസൽ ചെയ്യാതിരിക്കാനുള്ള കാരണം കോകിലയുടെ അമ്മയുടെ മനസ്സെനിക്ക് മനസ്സിലാവുന്നു. എനിക്ക് അത്രമേൽ എന്താ പറയുക, അന്നത്തെ ഓരോ BJP പ്രവർത്തനം പ്രിയപ്പെട്ട ഒരു കൗൺസിലർ മരണം, ചെറുപ്പക്കാരിയുടെ കുട്ടി അവരച്ഛനും ആക്സിഡൻറ്റിൽ മരിച്ചാണ്. ഞാൻ എൻ്റെ അമ്മ സിംഗിങ് സ്റ്റേജാണ്, ഇനി തിരിച്ച് കിട്ടില്ല എന്ന് അറിഞ്ഞുകൊണ്ടും ഞാൻ കോകിലയുടെ ആ അനുസ്മരണ പരിപാടി പോയി പ്രസംഗിച്ച് അവസാനം ഞാൻ അവിടെ പറഞ്ഞത് എൻ്റെ അമ്മ തിരിച്ചു ചെല്ലുമ്പോൾ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് പ്രസംഗിച്ച് പോരാ. ഇത് വന്നതിന് ശേഷം ഞാൻ കോകിലയുടെ അമ്മയെ ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിച്ചു. വേറൊന്നുമല്ല, ആ അമ്മയ്ക്കൊരു മറുപടി പറയായിരുന്നു. ആ മോനിതിൽ പങ്കില്ല, വെറുതെ അനാവശ്യമായിട്ട് മോൻ്റെ പേര് വലിച്ചഴിക്കരുന്ന ഒരു വാക്ക് അവർക്ക് പറയാമെന്ന്. പക്ഷേ ഈ പാർട്ടിയോടുള്ള ഭയമാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ആ സംഘടനയോടുള്ള ഭയം കൊണ്ട് ഇത്തരം ഒരു വ്യാജ വാർത്ത സ്വന്തം മകളുടെ പേരിൽ എൻ്റെ മേൽ അടിച്ചേൽപ്പിച്ചിട്ട് പോലും ഒരു വാക്ക് അവർ പറഞ്ഞില്ല എന്ന് എന്നെ ഒരുപാട് ദുഃഖിപ്പിച്ചു, ഒരുപാട് വിഷമിപ്പിച്ചു. കാരണം നിങ്ങൾ പാർട്ടി വിട്ട ഒരാൾക്കെതിരെ അങ്ങനെയാണെങ്കിൽ ഞാൻ ആ പാർട്ടി നിൽക്കുന്ന കാലത്ത് എനിക്കെതിരെ അന്വേഷണം നടപടിയൊക്കെ വേണ്ടേ? 2016 ഞാൻ കേവലം ഒരു പാർട്ടിയുടെ മണ്ഡലം സെക്രട്ടറി മാത്രം, ജനറൽ സെക്രട്ടറി പോലും അല്ല. എന്നിട്ടാണ് ഇതൊക്കെ എൻ്റെ തലയിലേക്ക് അടിച്ചിടാൻ വേണ്ടി ഇവർ ശ്രമിച്ചത്. ഒരുപാട് കാര്യങ്ങൾ അതങ്ങനെ എന്താ പറയുക, നുണകളുടെ ഒരു കൂമ്പാരം. എനിക്ക് എങ്ങനെയൊക്കെ എൻ്റെ ഇമേജിനെ ടാർണിഷ് ചെയ്യാൻ പറ്റുമോ അത് മുഴുവൻ ഇവർ ശ്രമിച്ചു. അതിലൊരു മാധ്യമ പ്രവർത്തക എന്ന് പറയാൻ പറ്റുമറിയില്ല. അവരുടെ ജീവിതത്തിലെ ഏറ്റവും ആദ്യത്തെ ഇൻ്റർവ്യൂ കൊടുത്തത് ഞാനാണ്. എന്നോട് വലിയ നന്ദിയൊക്കെ ഉണ്ടായിരുന്നതാണ്. കാരണം അവർക്ക് ആരും ഇൻ്റർവ്യൂ കൊടുക്കാത്തൊരു കാലത്ത് അവർക്ക് 1, 2, 3 ഇൻ്റർവ്യൂ ഞാൻ കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ ഓരോ ദിവസവും പുറത്തുവിടുന്ന അശ്ലീല കഥകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞെട്ടിപ്പോവും. അപ്പോൾ ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ ഞാൻ ആലോചിച്ച് എങ്ങനെയാണ് ഇങ്ങനെ നെറികേട് പറയാൻ പറ്റുന്നത്, എങ്ങനെയാണ് ഇങ്ങനെ പിന്നെ ആളുകളെ കുറിച്ച് മോശം പറയാൻ പറ്റുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു ട്രോളും കൂടെ, അത് രസകരമാണ്, പക്ഷെ അതീവ രസകരമാണ് എന്നുള്ളതാണ് പ്രശ്നം. കൊണ്ടുവന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. അപ്പോ ഇനിയിപ്പോ ഇതുവരെ ഫൈറ്റ് ചെയ്തിരുന്ന സന്ദീപായിട്ട് വിഷമം പറയും. ഒരു എതിരാളി കുറഞ്ഞു പോയി എന്നുള്ളൊരു വിഷമമുണ്ട്. അപ്പൊ പ്രേക്ഷകരെ അയ്യപ്പനും കോശിയും ഒന്നാവുകയാണ് സുഹൃത്തുക്കളെ. ജ്യോതികുമാറിനെ നേരിൽ കാണുമ്പോൾ എന്തായിരുന്നു റിയാക്ഷൻ നിങ്ങൾ? ഇത് ആക്ച്വലി മാതൃഭൂമി നടന്നൊരു ചർച്ച. ഞാൻ അന്ന് എൻ്റെ നാട്ടിലെ ക്ഷേത്രത്തിന്റെ കമ്മിറ്റി പ്രസിഡന്റാണ്. അപ്പം അന്ന് മഞ്ജുഷ് ഗോപാൽ മാതൃഭൂമിയിലുണ്ട്. മഞ്ജുഷ് മഞ്ജുഷ് എന്നെ വിളിച്ചിട്ട് അന്ന് ചർച്ചയ്ക്ക് വരാൻ പറഞ്ഞു. ഞാൻ സാധിക്കില്ല, കാരണം ക്ഷേത്രത്തിൽ അല്ലെ സന്ദീപ്, ഞാൻ ഇപ്പോൾ ആളെ ഇവിടെ 1 മണിക്കൂർ സന്ദീപ് വന്നേ പറ്റൂ. ഇങ്ങനെ പ്രൈം മിനിസ്റ്ററുടെ ഫോറിൻ വിസിറ്റുമായിട്ടോ പ്രസ് മീറ്റുമായിട്ടോ ബന്ധപ്പെട്ട എന്തോ ഡിസ്കഷനാണെന്ന് പറഞ്ഞു. ഞാൻ കാരണം എനിക്ക് അറിയുന്ന സബ്ജക്റ്റ് ആയതുകൊണ്ട് ഞാൻ ശരി നിങ്ങൾ കേട്ടോ, ഞാൻ കറക്റ്റ് സമയത്ത് വരാം. ഞാൻ കറക്റ്റ് അമ്പലത്തിൽ നിന്ന് വന്ന്, എനിക്ക് തോന്നുന്നത് വീട്ടിൽ കയറിയത് അമ്പലത്തിൽ നിന്ന് വന്ന് മനസ്സോടി വീട്ടിൽ കയറി ആ ചർച്ച മുഴുവൻ കേൾക്കണം. വളരെ അക്കാഡമിക് ആയിട്ടാണ് 1 hour ചർച്ച പോയത്. ഇന്ത്യയിലെ ഓരോ പ്രധാനമന്ത്രിമാരും നടത്തിയ പത്രസമ്മേളനങ്ങളും അവരുടെ ഹിസ്റ്ററി അതെല്ലാം ഞാൻ റെഫർ ചെയ്തിട്ടാണ് ആ ചർച്ചയിൽ. അങ്ങനത്തെ ഒരു ചർച്ചയായിരുന്നു. ഇതൊരു 1 മണിക്കൂർ ചർച്ചയിലെ 30 സെക്കൻഡ് മാത്രം സംഭവിച്ച, എൻ്റെ ഭാഗത്തു നിന്നും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് സംഭവിച്ച ഒരു സംഭവിക്കാൻ പാടില്ലാതിരുന്ന ഒരു കാര്യമാണ് അത്. ആ സമയത്തുള്ള വൈകാരിക പ്രകടനം സംഭവിച്ചു പോയി. ഞങ്ങളത് അപ്പടെ വിട്ടതാണ്. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കൈരളിയുടെ പ്ലാറ്റ്ഫോമിൽ ബ്രിട്ടാസിൻ്റെ ഒരു പ്രോഗ്രാമിൽ ഞങ്ങൾ ഒരുമിച്ച് കൈരളിയുടെ സ്റ്റുഡിയോയിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ അമ്മ വളരെ ലാസ്റ്റ് ഒരു സിങ്കിങ് സ്റ്റേജായി കിടക്കുന്ന സമയത്ത് അദ്ദേഹം എന്നെ വിളിച്ചു, ആശ്വസിപ്പിച്ചു. അപ്പം അതൊക്കെ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവുന്നു. ഇപ്പം ഇത് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന്റെ പ്രശ്നം, ഇതിങ്ങനെ കിടക്കും, ആളുകൾ ഇതിങ്ങനെ എടുത്ത് ഉപയോഗിക്കും. അത് മാതൃഭൂമി കണ്ടന്റ് ആണല്ലോ. എനിക്കൊന്ന് മാതൃഭൂമിയുടെ ഏറ്റവും അധികം റീച്ച് പോയിട്ടുള്ള കണ്ടന്റ് ആണതെന്ന് തോന്നുന്നത്. അപ്പം അവരത് ഉപയോഗിക്കും, അത് നാച്ചുറലാണ്. മാതൃഭൂമി മാത്രമല്ല, ബാക്കി മീഡിയകളും അത് ഉപയോഗിച്ചു. ഇപ്പൊ ചർച്ചകൾ പോകുന്ന പല സമയത്തും ഈ ഐഡിയോളജിക്കലായിട്ടുള്ള പല ഇഷ്യൂസിലും ഞാൻ പിന്നെ റെഫറൻസ് എടുക്കുന്നത് ജോയി ചേട്ടനെ വിളിച്ചിട്ടാണ്. ഞാൻ പത്തനാപുരത്ത് അദ്ദേഹത്തിന്റെ സ്ഥലത്ത് ഞാൻ നിരവധി പരിപാടികൾ പങ്കെടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. വളരെ
നന്നായി ആർട്ടിക്കുലേറ്റ് ചെയ്യുന്ന, നന്നായി അക്കാഡമിക്കായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് ജോയിച്ചേട്ടൻ. എന്നെ വളരെയധികം ഇഷ്ടപ്പെടുകയും എനിക്ക് വളരെ സപ്പോർട്ടീവായിട്ട് നിൽക്കുകയും ചെയ്യുന്ന ഒരാളാണ്. പിന്നെ ജയശങ്കറിന്റെ നേരത്തെ ഒരു പോസ്റ്റ് പ്രസ്താവന പറഞ്ഞു. ലോകത്ത് ഇപ്പം ടൂറിസം കേന്ദ്രങ്ങളിൽ എവിടെ പോയി കഴിഞ്ഞാലും അവിടുത്തെ പ്രത്യേകത അറിയാം. അവിടുത്തെ പ്രാദേശിക വസ്ത്രം ധരിപ്പിച്ചുകൊണ്ട് ഫോട്ടോ എടുക്കും. നോർത്ത് ഈസ്റ്റിൽ പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ നോർത്ത് ഈസ്റ്റിൽ നമ്മുടെ രാഷ്ട്രീയ നേതാക്കളൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ മറ്റേ തൊപ്പിയെല്ലാം വെച്ച് ഫോട്ടോ എടുക്കുക. അത് അവിടുത്തെ ഇപ്പം പ്രൈം മിനിസ്റ്റർ ചെന്നൈയിൽ വരുമ്പോൾ എന്തിനാണ് മുണ്ടെടുക്കുന്നത്? അതെ, അത് ലോക്കൽ വസ്ത്രം ധരിച്ച് ഒരു ഫോട്ടോ എടുക്കുക എന്നുള്ളത് ലോകത്ത് എല്ലായിടത്തും സംഭവിക്കുന്ന കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഒമാനിലെ ഒരു മാർക്കറ്റിൽ പോയ സമയത്താണ് അവിടെ ഈ വസ്ത്രം ധരിപ്പിച്ച് ഫോട്ടോ എടുക്കുക എന്നുള്ളത്. അവിടുത്തെ ഒരു പാരമ്പര്യ മാർക്കറ്റാണത്. അവിടുത്തെ ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള അവിടുത്തെ കച്ചവടക്കാരൊക്കെ പഴയകാല കച്ചവടമൊക്കെ നടന്നിരുന്ന ഒരു പ്രദേശത്തെ ഒരു മാർക്കറ്റാണ്. അവിടെ പോയപ്പോൾ ഈ പഴയ ഇതെടുത്ത് ഫോട്ടോ എടുക്കുക എന്നുള്ള അവിടുത്തെ ഒരു ചടങ്ങാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആ ഫോട്ടോ എടുത്തിട്ട് അവിടെ പോയിരുന്ന എല്ലാവരും ചെയ്യുന്നതാണ്. അപ്പം അവർ ഒരു കത്തി, ഒരു പ്രത്യേകതരം കത്തി. ഈ ഒമാൻ്റെ ഒരു പ്രത്യേകത, ഒരു ഇന്ത്യയുമായിട്ട് പിന്നെ വളരെ അടുത്ത സാംസ്കാരികമായിട്ടും ചരിത്രപരമായിട്ടും അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു രാഷ്ട്രമാണ്. അത്തരമൊരു രാഷ്ട്രത്തിലെ നമ്മുടെ ഒരു സുഹൃത്ത് രാഷ്ട്രമായിട്ടുള്ള ഒമാൻ്റെ ഒരു ദേശീയ വസ്ത്രം ധരിച്ചൊരു ഫോട്ടോ ഇടുന്ന സമയത്ത് അതിൽ മതം കണ്ടെത്തണമെങ്കിൽ, അതിൽ വർഗീയത കണ്ടെത്തണമെങ്കിൽ അത് പറയുന്നയാളുടെ ദുഷിച്ച മനസ്സ് എന്ന് കരുതിയാണ്. അത് ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ ചരിത്രബോധമില്ലായ്മ, രാഷ്ട്രീയ ബോധമില്ലായ്മ, ലോക വീക്ഷണമില്ലായ്മ, ചുരുങ്ങിയ ചെറിയ മനസ്സ്, ഇതൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ടെലിവിഷൻ ചർച്ചകളിൽ വന്ന് വാദോരാതെ സംസാരിക്കുന്ന എത്ര വലിയ ആളായാലും മനസ്സ് ചെറുതായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അത്രയേ ഉള്ളൂ. ഒമാൻ്റെ ചരിത്രം അറിയുമെങ്കിൽ, ഒമാനിലെ ഹിന്ദു ക്ഷേത്രങ്ങൾ ഞാൻ പോയി. അവിടുത്തെ KMCC പ്രവർത്തനമാണ് ഞാൻ ക്ഷേത്രത്തിൽ കൊണ്ടുപോകുന്നത്. അപ്പം അവിടെ ക്ഷേത്രങ്ങളിൽ പോകുന്നു. അവിടെ ഹിന്ദു സിറ്റീസണായിട്ടുള്ള ആളുകൾ, ഷെയ്ഖ്മാരടക്കെ ഉണ്ട്. അങ്ങനെയുള്ള സ്ഥലമാണ്. ഹിന്ദി സംസാരിക്കുന്നവരാണ്. എനിക്ക് തോന്നുന്നത് ഒരു പ്രത്യേക കാലഘട്ടം വരെ ഇന്ത്യൻ രൂപ അവിടെ വിനിമയത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു. അത്ര ഇന്ത്യയുമായി ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരു സൊസൈറ്റിയാണ്. അവരുടെ ദേശീയ വസ്ത്രം ഞാൻ ധരിക്കുമ്പോൾ അതിൽ വർഗീയത കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അത് ആ പറഞ്ഞയാളുടെ നിലവാരമില്ലായ്മയാണ് സൂചിപ്പിക്കുന്നത്. അദ്ദേഹത്തിന് ഉള്ള ഈ ചരിത്രബോധമില്ലായ്മയും ഒക്കെയാണ് അത് സൂചിപ്പിക്കുന്നത്. അത് മാത്രമേ ഉള്ളൂ. അപ്പം അദ്ദേഹം CPIയിൽ നിൽക്കുകയും അതേ സമയത്ത് RSSൻ്റെ പരിപാടിയിൽ പോയി രക്ഷാബന്ധം കെട്ടുകയും ചെയ്യുന്നത്, സുരേന്ദ്രൻ്റെ കയ്യിൽ നിന്ന് രക്ഷാബന്ധം മേടിക്കുകയും ചെയ്യുന്ന ഫോട്ടോ സാമൂഹ്യ മാധ്യമങ്ങളിലുണ്ടല്ലോ. അപ്പം അത്രയും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തോട് അദ്ദേഹം ചെയ്തതുപോലെയുള്ള പാതകമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിൽ ഈ നമ്മൾ ചില സ്റ്റേറ്റ്മെൻറ്റ്സ് ഇനി സന്ദീപിന് മാത്രം നേരിടേണ്ടി വരുന്നൊരു കാര്യമാണ്. ഈ പ്രസ്താവന എനിക്ക് തോന്നുന്നു അത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളൊരു പ്രസ്താവനയാണ്. സന്ദീപ് വാര്യരുടെ ഉള്ളിലല്ല വർഗീയതയുള്ളത്, റഹീമിന്റെ ഉള്ളിലാണുള്ളത്, റിയാസിന്റെ ഉള്ളിലാണുള്ളത്, ഷംസീറിന്റെ ഉള്ളിലാണുള്ളത്, സന്ദീപിന്റെ ഉള്ളിലല്ല. വളരെ നിർഭാഗ്യകരമാണ്. വളരെ നിർഭാഗ്യകരമാണ്. ആ 3 പേരുകൾ ആവർത്തിച്ച് പറയുന്നത് ഒരു വിഷയമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കോൺഗ്രസിൻ്റെ ഭാഗമായി മാറുമ്പോൾ അതുവരെ ഉയർത്തിപ്പിടിച്ചിരുന്ന സംഘപരിവാറിൻ്റെ വിഷലിപ്തമായിട്ടുള്ള ഐഡിയോളജിയെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ്, പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭാഗമായി മാറിയിട്ടുള്ളത്. മറ്റൊന്ന് ചാനൽ ചർച്ചകളുടെ ഒരു വല്ലാത്തൊരു വൈകാരിക ഘട്ടത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അതെല്ലാം. പക്ഷെ അതെല്ലാം BJP നറേറ്റീവായിരുന്നു, അല്ലെങ്കിൽ സംഘപരിവാർ നറേറ്റീവായിരുന്നു. അത് പറയുക എന്നുള്ളത് എൻ്റെ അന്നത്തെ ദൗത്യമായിരുന്നു. അത് ഞാൻ നിർവഹിച്ചതാണ്. അതെല്ലാം തള്ളി പറഞ്ഞുകൊണ്ട് ഞാൻ വന്നതിന് ശേഷം പിന്നീട് ഭൂതകാലത്തിൽ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് മറ്റൊരു പ്രസ്ഥാനത്തിന് ശേഷം പോസ്റ്റ്മോർട്ടം ചെയ്തതിനെന്തെങ്കിലും അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പം BJPയുടെ തന്നെ വക്താക്കളായിട്ടിരിക്കുന്ന പല ആളുകളും, ഉദാഹരണത്തിന് ടോം വടക്കനെ പോലെയുള്ള ആളുകൾ നരേന്ദ്രമോദിക്കെതിരെ പറഞ്ഞ, BJPക്കെതിരെ RSSനെതിരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നാഷണൽ മീഡിയയുടെ ആർക്കൈവ്സിലുണ്ടാവുമല്ലോ. അപ്പം അദ്ദേഹത്തിന് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ആരും തയ്യാറാവുന്നില്ല എന്നുള്ളതല്ലേ ഉള്ളൂ. ഒരുപാട് പേരുണ്ട്, എനിക്ക് പേരെടുത്ത് പറയാൻ സാധിക്കും. അപ്പം ഇപ്പോൾ പഴയകാലമല്ല, പണ്ടൊക്കെ പത്രത്തിൽ പ്രിന്റ് ചെയ്ത് വരുന്ന പ്രസ്താവനകളൊന്നും പിന്നീട് അത് എടുത്തു വെക്കാനും അത് പ്രചരിപ്പിക്കാനുണ്ടാവില്ല. ഇപ്പം എല്ലാം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആയതുകൊണ്ടുള്ള ഒരു പ്രശ്നമേ ഉള്ളൂ. അത് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പ്രസൻറ്റിലേക്ക് വന്നാൽ നമ്മൾ അന്ന് ഇപ്പോൾ നേരിട്ടിരുന്ന ഒരു വിഷയത്തെ ഇന്നിപ്പോൾ സുരേന്ദ്രൻ്റെ ഒരു പ്രസ്താവനയാണ്. VD സാവർക്കർ രാജ്യദ്രോഹി എന്ന് പറയുന്നു, ശരിയല്ല. എത്രയോ പതിറ്റാണ്ടുകൾ ആൻഡമാനിൽ തടവിൽ കഴിഞ്ഞ VD സാവർക്കറെ നിങ്ങളില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ദ്രോഹിക്കുന്നു. ഞങ്ങൾ പഠിപ്പിക്കും. ഇനി ഒന്നുകൂടി ഞാൻ പറയാം, ഡോക്ടർ ഹെഡ്ഗേവാർ, പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ, അവരൊക്കെ പാഠ്യപദ്ധതിയുടെ ഭാഗമാവുന്നു. കോൺഗ്രസ് തമസ്കരിച്ച എല്ലാ ചരിത്രവും ശരിയായ നിലയിൽ കുട്ടികളെ പഠിപ്പിക്കണം. നിങ്ങളെന്ത് വിചാരിച്ച് ഈ നെഹ്റുവിൻ്റെയും ഈ പിന്നെ ഇന്ദിരാഗാന്ധിയുടെയും മാത്രം ചരിത്രം പഠിച്ചാൽ മതി എന്നാണോ? PM ശ്രീയുമായിട്ട് ബന്ധപ്പെട്ട് ആണ് നമ്മളിപ്പോൾ പ്രസൻറ്റ് ടോപ്പിക് എന്ന് പറയുന്നത്.
ഇതിൽ PM ശ്രീയുടെ നിലപാടും ഒപ്പം ഈ പ്രസ്താവനയോടുള്ള ഒരു കമൻറ്റും. ഇപ്പം സുരേന്ദ്രൻ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം അതൊക്കെ പഠിപ്പിക്കുന്ന പറഞ്ഞ് വെല്ലുവിളിക്കുകയാണല്ലോ. ഇപ്പം പൊട്ടാസ്യം സയനൈഡിനെ കുറിച്ചും സൾഫ്യൂറിക് ആസിഡിനെ കുറിച്ചും പഠിപ്പിക്കേണ്ട നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതിൻ്റെ ദോഷഫലങ്ങൾ പഠിപ്പിക്കേണ്ടി വരും. അത് പഠിക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ പറയാൻ, ഇങ്ങനെ അഹങ്കാരത്തോടുകൂടി ഒരു BJP നേതാവിന് കേരളത്തിൽ പറയാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്താൽ അത് ഇവിടുത്തെ പിണറായി വിജയൻ്റെ ഇടത് ഭരണകൂടമാണ്. പിണറായി വിജയൻ പിന്തുടരുന്ന സംഘപരിവാർ ദാസ്യമാണ്. ഇത്തരത്തിൽ അഹങ്കാരത്തോടുകൂടി കേരള പൊതുസമൂഹത്തിന് മുന്നിൽ വന്ന് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുമെന്ന് പറയാനുള്ള, വെല്ലുവിളിക്കാനുള്ള ധൈര്യം ഇപ്പോൾ BJP കൊടുത്തിട്ടുള്ളത്. ഇത് അപകടകരമാണ്. അപ്പോൾ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിക്കെതിരെ മധുരൈ പാർട്ടി കോൺഗ്രസിൽ CPM നിലപാട് പ്രഖ്യാപിക്കുകയും പ്രമേയം പാസാക്കുകയും ചെയ്ത ശേഷം CPMൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി പോലും അറിയാതെ ആ നിലപാട് തിരുത്തി ഇവിടെ മന്ത്രിസഭയിൽ ചർച്ച ചെയ്യാതെ, മുന്നണിയിൽ ചർച്ച ചെയ്യാതെ ആ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഇവിടെ നടപ്പാക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒന്ന് പിണറായി വിജയൻ അയാളുടെ പാർട്ടി, അദ്ദേഹത്തിൻ്റെ പാർട്ടിയോടും അദ്ദേഹത്തിൻ്റെ മുന്നണിയോടും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയോടും ഒക്കെ ചെയ്തിട്ടുള്ള, കേരള പൊതുസമൂഹത്തോടും ചെയ്തിട്ടുള്ള ചതിയാണ്. ഈ കാശ് നഷ്ടപ്പെടുമെന്നുള്ളതാണ് നറേഷൻ. പണത്തിന് വേണ്ടി പ്രത്യയശാസ്ത്രത്തെ ഉപേക്ഷിക്കുകയാണ്, അല്ലെങ്കിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള അവരുടെ ആശയങ്ങളെ ഉപേക്ഷിക്കുകയാണ്, സംഘപരിവാർ വിരുദ്ധത ഉപേക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞാൽ മതി. തീരുന്നു. ഞങ്ങൾക്ക് ഇനി RSSനോട് വിരോധമില്ല, ഞങ്ങൾക്ക് പണം കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് RSS വിരുദ്ധത ഞങ്ങൾ ഉപേക്ഷിക്കുകയാണ് എന്ന് പൊതുസമൂഹത്തോട് മുഖ്യമന്ത്രി പറഞ്ഞാൽ തീരാവുന്ന വിഷയമുള്ളൂ. ഇവിടെ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി കൃത്യമായിട്ട് പറഞ്ഞല്ലോ, നിലപാട് മാറ്റി. ശിവൻകുട്ടി പറഞ്ഞല്ലോ, ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ എൻ്റെ നിലപാട് മാറ്റിയിരിക്കുന്നു എന്ന് ശിവൻകുട്ടി പറഞ്ഞണമെങ്കിൽ ശിവൻകുട്ടി CPMൻ്റെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാവാണ്. CPMൻ്റെ പ്രഖ്യാപിത നിലപാടിൽ നിന്ന് ഞാൻ മാറിയിരിക്കുന്നു അദ്ദേഹത്തിന് വ്യക്തിപരമായി പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അദ്ദേഹം പാർട്ടി നിലപാടാണ് പറഞ്ഞത്. ആരെയൊക്കെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല? CPIയെ ബോധ്യപ്പെടുത്തിയിട്ടില്ല, മന്ത്രിസഭയിലുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെ ബോധ്യപ്പെടുത്തിയിട്ടില്ല, AISFനും AIYFനും ബോധ്യപ്പെട്ടിട്ടില്ല, എന്തിന് SFIക്ക് പോലും ബോധ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ MA ബേബി വാസ്തവത്തിൽ പ്രേമ ഓടിക്കോ, എനിക്ക് ഈ ദേശത്തെ വഴിയൊന്നും അറിയില്ല എന്ന് പറഞ്ഞ പോലെ ഓടി രക്ഷപ്പെടണമെന്നല്ല മീഡിയയുടെ ഭാഗത്ത് ചെയ്തത് അല്ലേ. ഇവർക്ക് ബേബിക്ക് പോലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം അറിയില്ല. RSSും സംഘപരിവാർ കൊടുക്കുന്ന എല്ലാ വാറോലകളിലും തുല്യം ചേർത്തേണ്ട ഗതികേടിലേക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി മാറിയിരിക്കുന്നു എന്നുള്ളത് മലയാളി എന്നുള്ള നിലയ്ക്ക് നമുക്കൊക്കെ വലിയ വിഷമം ഉണ്ടാക്കുന്ന കാര്യം. സത്യത്തിൽ അങ്ങനെ ഒരു അലയൻസ് ഉണ്ടോ? അകത്ത് നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ആളെന്നുള്ള രീതിയിൽ ചോദിക്കാം. അലയൻസ് ഉണ്ട്. കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതാക്കളെ, UDF സ്ഥാനാർത്ഥികളെ, വിന്നബിലിറ്റി ഉണ്ടായിരുന്നവരെ പിക്ക് ആൻഡ് ചൂസ് ചെയ്ത് പരാജയപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. CPMൻ്റെ ചില ആളുകളെ വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രശ്നം അതുണ്ട്. ഞാൻ പിന്നീട് അറിഞ്ഞത് കൊട്ടാരക്കരയിൽ എന്നോട് ഞാൻ മത്സരിക്കാൻ ആഗ്രഹിച്ചില്ലായിരുന്നു കൊട്ടാരക്കര. എന്നോട് അങ്ങോട്ട് പുറപ്പെടാൻ കർണാടകയുടെ അന്നത്തെ ഉപമുഖ്യമന്ത്രി അശ്വന്ത് നാരായൺ, കേരളത്തിൻ്റെ ചാർജ് ഉണ്ടായിരുന്നു, അദ്ദേഹം അങ്ങോട്ട് പുറപ്പെടാൻ ആഗ്രഹിച്ച ലാസ്റ്റ് മൊമെൻറ്റിലാണ് എന്നെ അവിടെ നിന്ന് മാറ്റുന്നത്. കാരണം ഞാൻ പോയി മത്സരിച്ചാൽ കേരളത്തിൽ ഇന്നും വേറൊരു ധനകാര്യമന്ത്രി ഉണ്ടായിരുന്നേനെ, അവിടെ റിസൾട്ട് മാറുമായിരുന്നു. അപ്പം രമേശ് ചെന്നിത്തലയെ പരാജയപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഹരിപ്പാട്. VT ബൽറാമിനെ പരാജയപ്പെടുത്താൻ വേണ്ടി വോട്ട് മറിച്ചിട്ടുണ്ട്. അപ്പം UDF നേതാക്കളെ പരാജയപ്പെടുത്താനും CPM നേതാക്കൾക്ക് വിജയം ഒരുക്കാനും വേണ്ടിയുള്ള വളരെ വലിയൊരു ഇലക്ഷൻ എഞ്ചിനീയറിങ് CPMും BJPയും ചേർന്ന് നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് തുടർഭരണം ഉണ്ടായത്. ആ ഇലക്ഷൻ എഞ്ചിനീയറിങ്ങിൻ്റെ ഭാഗമാണ് തൃശ്ശൂരിൽ കണ്ടത്. കള്ളവോട്ട് മുതൽ തൃശ്ശൂർ പൂരം അട്ടിമറിക്കൽ വരെയുള്ള കാര്യങ്ങളുടെ പുറകിൽ മുഴുവൻ നടന്നിട്ടുള്ളത് ഈ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് ആണ്. കേസുകൾ പരസ്പരം ഒത്തുതീർപ്പാക്കി കൊടുക്കുന്നു, അതാണല്ലോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ആ കാര്യത്തിൽ ഒരു അന്തർധാരയുണ്ട്. അതിപ്പോൾ വളരെ വിസിബിൾ ആണല്ലോ. ഇപ്പോൾ PM ശ്രീ പോലെ പ്രത്യയശാസ്ത്രപരമായി CPM എതിർത്തിരുന്ന ഒരു കാര്യത്തെ ഇത്ര പരസ്യമായിട്ട് അംഗീകരിക്കണമെങ്കിൽ ഇനി മറയില്ലാതെയുള്ള സംഘപരിവാർ അലയൻസ്, BJP അലയൻസ് CPM പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ BJP IT സെൽ എന്ന് നമ്മൾ പൊതുവിൽ വിളിക്കുന്ന സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നതിൽ ഇപ്പോൾ സന്ദീപ് വരുമ്പോഴത്തേക്ക് കുറേ കൂടെ മാറ്റം ഉണ്ടാക്കിയ ഒരു ഏരിയയാണ്. പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഒന്നായിരുന്നു യങ്സ്റ്റേഴ്സിനെ അഡ്രസ്സ് ചെയ്യുക എന്ന് പറയുന്നത്. ഈ BJPയുടെയൊക്കെ യങ്സ്റ്റേഴ്സിനെ അഡ്രസ്സ് ചെയ്യുന്ന ടോട്ടൽ പ്രോഗ്രാം, ഇന്ത്യയിലെ ടോട്ടൽ പ്രോഗ്രാമിനെ കുറിച്ചൊരു ധാരണയുണ്ട്. കേരളത്തിൽ എന്തായിരുന്നു സന്ദീപ് വരുന്നതിന് മുമ്പ് ഒരു അവസ്ഥ ഉണ്ടായിരുന്നു, അതിന് ശേഷം ഒരു അവസ്ഥയുണ്ട്, ഒരു മാറ്റമുണ്ട്. അത് പ്ലസ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു യൂണിറ്റ് എങ്ങനെയായിരിക്കും പ്രവർത്തിക്കുക എന്ന് പറയാം. അതിൽ വളരെ രസകരമായിട്ടുള്ള ഒരു പക്ഷേ ആരും ചോദിക്കാത്തൊരു ചോദ്യമാണ്. ഞാനത് സംബന്ധിച്ച് അത്യാവശ്യം വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ പ്രവർത്തിക്കുന്നതും ഇന്ന് രാജ്യത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യവും തമ്മിൽ ഞാൻ പരിശോധിച്ചിട്ടുള്ള ഒരാളാണ്. ഇൻ്റർനെറ്റിൻ്റെ തുടക്കകാലത്ത്, സോഷ്യൽ മീഡിയ വരുന്നതിന് മുമ്പ്
ഈ സംഘപരിവാറിന് ഇൻ്റർനെറ്റിലൊരു അപ്പർ ഹാൻഡ് കിട്ടിയിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എനിക്ക് തോന്നുന്നത് നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലം തൊട്ട് അന്ന് ഇൻ്റർനെറ്റ് ഉള്ളത് അപ്പർ ക്ലാസിൻ്റെ കയ്യിലാണല്ലോ, മിഡിൽ പ്ലസ് അപ്പർ ക്ലാസിൻ്റെ കയ്യിലാണ്. അത് BJPയുടെ ഒരു പിന്നെ വോട്ട് ബേസിൻ്റെ കയ്യിലായിരുന്നു ഇൻ്റർനെറ്റ് ഉണ്ടായിരുന്നത്. അത് കൂടുതൽ ആക്സസ് അവർക്കാണ് ഉണ്ടായിരുന്നത്. ഇപ്പം പിന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ്, അതല്ലെങ്കിൽ പിന്നെ ആ രീതിയിൽ പഠിക്കുന്നവർ, അല്ലെങ്കിൽ ജോലിയുള്ളവർ, അപ്പർ കാസ്റ്റ് ഹിന്ദു ഫാമിലി എന്നുള്ള ആളുകൾ, ഇവരൊക്കെയായിരുന്നു കൂടുതലായി ഒരു ഇൻ്റർനെറ്റിന് ആക്സസ് ഉണ്ടായിരുന്ന ആളുകളെന്ന് പറയുന്നത്. പിന്നീടാണല്ലോ അതൊരു സാമാന്യവൽക്കരിക്കപ്പെട്ടതും രാജ്യത്ത് മുഴുവൻ ആളുകളുടെ കൈകളിലേക്ക് ഇൻ്റർനെറ്റ് എത്തുന്നു പിന്നീടാണ്. അപ്പോൾ ഒരു അപ്പർ ഹാൻഡ് തുടക്കത്തിൽ തന്നെ സംഘപരിവാറിന് അത് കിട്ടി. ഇതൊരു ബേസിക് സ്റ്റഡിയുള്ള കാര്യമാണ് ഞാനത് പറയാം. സംഘപരിവാർ പക്ഷേ അത് വളരെ വേണ്ട രീതിയിൽ അവരത് ഉപയോഗിക്കുകയും സംഘപരിവാറിൻ്റെ ഐഡിയോളജിയുടെ ഭാഗമായിട്ടുള്ള ലിറ്ററേച്ചർ ഇൻ്റർനെറ്റിലേക്ക് ധാരാളമായിട്ട് പമ്പ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അത് ഇപ്പം സുബ്രഹ്മണ്യൻ സ്വാമിയുടെ ലേഖനങ്ങൾ, അതല്ലെങ്കിൽ അരുൺ ഷൂറിയുടെ ലേഖനങ്ങൾ, ഒരു കാലത്ത് എന്നെയൊക്കെ വല്ലാതെ ആകർഷിച്ചിട്ടുള്ള പിന്നെ നമ്മൾ നറേറ്റീവ് ബിൽഡ് ചെയ്തിട്ട് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരുന്നു. അപ്പം പിന്നെ അതുപോലെ തന്നെ നെഹ്റു വിരുദ്ധത, അപ്പം അതുപോലെ തന്നെ കോൺഗ്രസ് വിരുദ്ധത, ഇതൊക്കെ പമ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് ലിറ്ററേച്ചർ പിന്നെ ഇൻ്റർനെറ്റിലേക്ക് ഫ്ലഷ് ചെയ്യാൻ അന്ന് BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്, RSSന് കഴിഞ്ഞിട്ടുണ്ട്. ഓർഗനൈസ്ഡ് ആയിട്ടാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഓർഗനൈസ്ഡ് അല്ലാതെ തുടങ്ങി പിന്നീട് അത് ഓർഗനൈസ്ഡ് ആയിട്ട് മാറുന്നൊരു സാഹചര്യമുണ്ടായി. ഇത് വളരെ നേരത്തെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നരേന്ദ്രമോദി ഇൻ്റർനെറ്റിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ടാണ് 2002 മുതൽ 2014 വരെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം. ഈ പുറത്തുനിന്നുള്ള കമ്പനികളുമായിട്ടുള്ളൊരു അലയൻസ് ഉണ്ടായിരുന്നു. അല്ല, സ്വാഭാവികമായിട്ട് ഇപ്പം പെഗാസസിൻ്റെ അടക്കമുള്ള ആരോപണങ്ങളൊക്കെ വന്നല്ലോ, ഞാൻ അതിലേക്ക് വരാം. ഞാൻ പറയുന്നത് ഇതിനെ അവർ ഫലപ്രദമായിട്ട് ഉപയോഗിച്ചു. പിന്നെ ഒരു ഇസ്ലാമോഫോബിക്കായിട്ടൊരു അന്തരീക്ഷം 2001 സെപ്റ്റംബർ 15 ശേഷം ലോകത്തുണ്ടാവുന്നുണ്ട്. ആ ഒരു സാഹചര്യവും ഗുജറാത്ത് റയട്ടും ഇന്ത്യയിലുണ്ടാക്കിയ സാമൂഹ്യ സാഹചര്യം, മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയം, ഇതൊക്കെ BJPക്ക് അനുകൂലമായി ആ മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ പോസ്റ്റർ ബോയ് ആയിട്ട് നരേന്ദ്രമോദി മാറുകയാണ്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും 2002 മുതൽ 2014 വരെ ഏതെങ്കിലും തരത്തിൽ പ്രോ മുസ്ലിമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. താൻ മുസ്ലിം വിരുദ്ധനാണ് എന്ന് കാണിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേട്ടാൽ മനസ്സിലാവും. അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നത് പർവേസ് മുഷാറഫിനെയാണെങ്കിലും മിയ മുഷാറഫ് എന്ന് വിളിക്കുമ്പോൾ അദ്ദേഹം ആക്ച്വലി ലക്ഷ്യം വെക്കുന്നത് ഇന്ത്യയിലൊരു മുസ്ലിം കമ്മ്യൂണിറ്റിയെ ലക്ഷ്യം വെക്കുന്ന രീതിയിലൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്. പലപ്പോഴും വിവാദമായിട്ടുണ്ട്. അപ്പം ലക്ഷ്യം വെക്കുന്നത് അപ്പുറത്ത് നോക്കി പ്രസംഗിക്കുമ്പോഴും ഇവിടെയുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഭീതിപ്പെടുത്തുന്ന രീതിയിലുള്ള പല പ്രസംഗങ്ങളും ഒന്നും വിവാദമായ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇതൊന്നും ഞാൻ ആയിട്ട് പറയുന്നില്ല. അന്നത്തെ കാലത്ത് കോൺട്രവേഴ്സി ആയിട്ടുള്ള പല പ്രസംഗങ്ങളെക്കുറിച്ച് ഞാൻ സൂചിപ്പിക്കുന്നത്. അപ്പം ഇത്തരം ഒരു പോസ്റ്റർ ബോയ് ആയിട്ട്, ഒരു മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ പോസ്റ്റർ ബോയ് ആയിട്ട് മാറുന്നു. അത് ആ പ്രതിച്ഛായ കൊണ്ട് അദ്ദേഹം ഒരു ഹിന്ദുത്വ ഐക്കണായിട്ട് വളർന്നു വരുന്നു. ഹിന്ദു ഹൃദയ സാമ്രാട്ട് എന്നൊരു ലേബൽ ഉണ്ടാക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിൻ്റെ വിജയം വരെയുള്ള കാര്യങ്ങൾ 2014 സംഭവിക്കുന്നത്. അതിതീവ്ര ദേശീയത, മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ പോസ്റ്റർ ബോയ്, ഹിന്ദു ഹൃദയ സാമ്രാട്ട്, ഇതൊക്കെയായി മാറിയ നരേന്ദ്രമോദിയുടെ വിജയമാണ് 2014 കണ്ടത്. മറ്റ് സാഹചര്യങ്ങളും ഉണ്ടായി. ഒരു 10 വർഷത്തെ ഒരു ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ അത് മോദിക്ക് അനുകൂലമായി, BJPക്ക് അനുകൂലമായി മാറി. ഇതൊക്കെ 2014 റിസൾട്ടാണ്. ഇനിയാണ് എൻ്റെ ഒരു നിരീക്ഷണം. 2014ലെയും 2019ലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത് ഫേസ്ബുക്ക് ട്വിറ്റർ ഇലക്ഷനുകളായിരുന്നു. ഫേസ്ബുക്കും ട്വിറ്ററിലും. കാരണം അന്ന് ആളുകൾ ടൈപ്പ് ചെയ്യുന്നു, നമ്മളത് വായിക്കുന്നു, ആ നറേറ്റീവ് വായിക്കുന്നു, നമ്മൾ നമ്മുടെ അഭിപ്രായ രൂപീകരണം നടത്തുന്നു. ഇതായിരുന്നു 2014 19 BJPക്ക് വലിയ അപ്രമാദിത്വം കിട്ടിയ 2 തെരഞ്ഞെടുപ്പുകൾ. 2019 ശേഷം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ച മാറ്റം, ഫേസ്ബുക്ക് ട്വിറ്റർ ഇലക്ഷൻ എന്നുള്ളത് മാറി ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഇലക്ഷനായിട്ട് മാറി. കണ്ടന്റ് ബേസ്ഡായി, വീഡിയോ കണ്ടന്റ് ബേസ്ഡായി ഇലക്ഷൻ. നിങ്ങളെപ്പോലുള്ള ആളുകളുടെ കണ്ടന്റുകൾക്ക് കൂടുതൽ പ്രാധാന്യം കിട്ടി തുടങ്ങി. ഒരു പക്ഷേ കോൺഗ്രസ്സിന് അറിഞ്ഞോ അറിയാതെയോ കിട്ടിയിട്ടുള്ളൊരു മഹാഭാഗ്യം 2024 സംഭവിച്ചത്, ഏറ്റവും മികച്ച കണ്ടന്റ് ഉണ്ടായിരുന്നത് കോൺഗ്രസിൻ്റെ അടുത്തായിരുന്നു. ഭാരത് ജോഡോ യാത്ര വളരെ നാച്ചുറലായിട്ട് രാഹുൽ ഗാന്ധി നടന്നു പോകുമ്പോൾ കുട്ടികൾ വരുന്നു, കെട്ടിപ്പിടിക്കുന്നു, ആളുകൾ വരുന്നു, കോടിക്കണക്കിന് ആളുകളുടെ ഇടയിൽ കൂടെ രാഹുൽ ഗാന്ധി ഒരു മനുഷ്യൻ രാജ്യത്ത് നടക്കുന്നു, ത്രിവർണ്ണ പതാക ഉയർത്തിപ്പിച്ച് നടക്കുന്നു. പെരുമഴയത്തും മഞ്ഞ് പെയ്യുന്ന കശ്മീരിലും തീവ്രവാദ ഭീഷണിയെല്ലാം തൃണവൽക്കരിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു വലിയ ക്യാമ്പയിൻ, അതിൻ്റെ ദൃശ്യങ്ങൾ ഞാൻ പറയാതെ തന്നെ അറിയാം. അപ്പോൾ നമുക്ക് പോലും ഒരു പ്രതിപക്ഷ നേതാവിനെ കിട്ടണമെന്നുള്ള ആഗ്രഹത്തിനൊരു അതെ. അപ്പം കണ്ടന്റ് ബേസ്ഡ് എന്ന് പറയുമ്പോൾ കണ്ടന്റ് ബേസ്ഡ് കോൺഗ്രസ് കൂടുതൽ റിച്ചായി. മറുവശത്ത് ഈ പറയുന്ന അമിത് മാളവയുടെ നേതൃത്വത്തിലുള്ള BJP ITCയിൽ ഒരു സമ്പൂർണ്ണ പരാജയമായി മാറി. അത് BJPക്ക് അകത്ത് തന്നെ വിമർശനമുണ്ട്. കാരണം അഹങ്കാരത്തിൻ്റെ ഒരു
ഒരു വലിയ മൂർത്തിമത് ഭാവമായിട്ട് BJP IT സെല്ലുള്ള ഈ അമിത് മാളവ ഇവരെല്ലാവരും പെയ്ഡ് സ്റ്റാഫുകളായിരുന്നു ആക്ച്വലി. അവർ ഇതിൻ്റെയൊക്കെ കാരണം എപ്പോഴും വിജയം തങ്ങൾക്ക് തന്നെയായിരിക്കുമെന്നൊരു അഹങ്കാരം വല്ലാതെ BJPയെ ബാധിച്ചു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവരുടെ കയ്യിലുള്ള ആകെ കണ്ടന്റ് എന്താണ്? അത് നരേന്ദ്രമോദി പോകുന്നു, ചില ഈ ടിപ്പിക്കൽ റാലികൾ നടത്തുന്നു, അദ്ദേഹത്തിൻ്റെ പ്രസംഗം നടത്തുന്നു. ഇതല്ലാതെ മറ്റൊരു കണ്ടന്റും നാച്ചുറൽ ആയിട്ടുള്ളൊരു കണ്ടന്റും ഓർഗാനിക് ആയിട്ടുള്ളൊരു കണ്ടന്റും അവരടുത്ത് ഉണ്ടായിരുന്നില്ല. അവരിതിനെക്കുറിച്ച് ബോധവാന്മാരായിരുന്നില്ല. ഇതാണ് 2024 അപ്രതീക്ഷിതമായി BJPക്ക് ഉണ്ടായ തിരിച്ചടിക്ക് കാരണം. BJPയുടെ ടാർഗറ്റ് എത്രയായിരുന്നു? 400 ആയിരുന്നു. അബ്കി ബാർ 400 പാർ. ഞാൻ ആത്മാർത്ഥമായി BJP 400 സീറ്റ് അടിക്കുന്ന രീതിയാണ്. പക്ഷേ കിട്ടിയത് എത്ര? 240. BJPക്കാർ കരുതുന്ന പോലെ 300 നിന്നുള്ള 240 ആവലല്ല, മറിച്ച് 400 നിന്നുള്ള 240 ആവലായിരുന്നു. കാരണം BJP ടാർഗറ്റ് നിശ്ചയിച്ച എല്ലാ ടാർഗറ്റും അതിന് മുമ്പ് അച്ചീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. 400 സീറ്റിൽ നിന്ന് 240 ആകുമ്പോൾ -160 ഇനി അതിൽ നിന്ന് 100 പോകണ്ട, 60 സീറ്റ് താഴേക്ക് പോന്നാൽ BJP പ്രതിപക്ഷത്താണ്. അതിനുള്ള സാഹചര്യം ഒരുങ്ങിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം, ഇന്ന് കുട്ടികൾ അല്ലെങ്കിൽ ഒരു 15 വയസ്സ് മുതലുള്ള കുട്ടികൾ ഏറ്റവും അധികം ഫോളോ ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാം. ചരിത്രത്തിലാദ്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് BJPയെ മറികടന്നു. ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനാണ് ഇൻസ്റ്റാഗ്രാമിൽ. 40+ ആളുകളുള്ളത് എവിടെയാണ്? ഫേസ്ബുക്കിലാണ്. അവിടെ BJPക്ക് ഇപ്പോഴും നിങ്ങൾ കണ്ടറിയാം, എൻ്റെ ഫേസ്ബുക്ക് പേജിൽ നല്ല തെറിവില്ല, ഇൻസ്റ്റാഗ്രാം പേജിൽ നല്ല സപ്പോർട്ടാണ്. അപ്പം 40+ വസന്തങ്ങൾ മുഴുവൻ അവിടെ നിന്നിട്ട് എന്നെ തെളിയിക്കുന്നുണ്ട്. അവർ പഴയ മോദി ഭക്തരാണ്. അപ്പം അവരിൽ മാറ്റം വരുന്നുണ്ട്, അവിടെയും മാറ്റം വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ ഇതിൻ്റെ നിരീക്ഷണം പറയുകയാണ്. ഞാനൊരു സാമൂഹ്യമായിട്ടുള്ള രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് നിരീക്ഷണമാണ്. അടുത്ത തലമുറ അവർ BJPക്കെതിരാണ്. BJP മുന്നോട്ട് വയ്ക്കുന്ന വർഗീയ വിഭജന വിദ്വേഷ രാഷ്ട്രീയത്തിന് പരിപൂർണമായും എതിരാണ് ഇന്ത്യൻ ജനത. അവരുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയാണ്. ഉദാഹരണത്തിന് വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി നടത്തിയ പത്രസമ്മേളനം ലോകത്ത് മറ്റൊരു രാഷ്ട്രീയ നേതാവും നടത്താത്ത രീതിയിലുള്ള ഗ്രാഫിക്സ് ഒക്കെ വെച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ പവർ പോയിന്റ് പ്രസൻറ്റേഷനൊക്കെ നടത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം നടന്നത്. അപ്പോൾ ആ പത്രസമ്മേളനം ഇന്ത്യയുടെ അല്ല ലോക ചരിത്രത്തിൽ ഒരു പൊളിറ്റിക്കൽ ലീഡർ നടത്താത്തതാണ്. അതിന് ഇന്ത്യയിലെ യുവാക്കൾ എങ്ങനെയാണ് ഏറ്റെടുത്തത്? ഇപ്പോൾ എന്തൊക്കെ ആരൊക്കെ BJP ട്രോളേഴ്സും അവിടെ ഇരുന്ന് പരിശ്രമിച്ചിട്ടും അതിന് കിട്ടിയൊരു ആക്സെപ്റ്റൻസിനെ മറികടക്കാൻ അവർക്ക് പറ്റിയിട്ടില്ല. അല്ലാതെ BJP അത് ഭയപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, അടുത്ത തലമുറ BJP RSS മുന്നോട്ട് വയ്ക്കുന്ന വിദ്വേഷ രാഷ്ട്രീയത്തെ പൂർണ്ണമായും നിരാകരിക്കുന്നുണ്ട്. അവർക്കിതിൻ്റെ അപകടം മനസ്സിലാവുന്നുണ്ട്. അവർ വളരെ ലിബറലായിട്ടുള്ളൊരു സൊസൈറ്റി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഞാനിപ്പോൾ പോകുന്ന പല സ്ഥലങ്ങളിലും ഇവിടെ ചോദിക്കുന്നത്, നമുക്കിങ്ങനെ ഇരുന്നിട്ട് സംസാരിക്കാനും നമ്മുടെ അഭിപ്രായം പറയാനും വിമർശിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം ആരാ വാങ്ങിത്തന്നു? 1947 ആഗസ്റ്റ് മാസം 15-ാം തീയതി ഈ രാഷ്ട്രം ഒരു നവജാത ശിശുവിനെ പോലെ പിറവിയെടുത്ത് വീണത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കരതലങ്ങളിലേക്കായിരുന്നത് കൊണ്ടാണ് ഈ രാജ്യം ഒരു ലിബറൽ ഡെമോക്രാറ്റിക് സെക്യുലർ കൺട്രിയായി മാറിയത്. അതുകൊണ്ടാണ് നമുക്ക് അഭിപ്രായം പറയാനും നമുക്ക് സംസാരിക്കാനും ഇഷ്ടമുള്ള ഭാഷ സംസാരിക്കാൻ, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ, ഇഷ്ടമുള്ള പെണ്ണിനെ പ്രണയിക്കാൻ, അവളെ വിവാഹം കഴിക്കാൻ ഒക്കെയുള്ള അവകാശം കിട്ടിയത് ഈ രാജ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിച്ചതുകൊണ്ടാണ്. മറുവശത്ത് ഈ രാഷ്ട്രം പിറവിയെടുത്ത് വീണത് ഒരു RSSൻ്റെ കൈകളിലേക്കായിരുന്നെങ്കിൽ ഈ നാടിൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു? ഇത് മറ്റൊരു പാകിസ്ഥാനായി മാറുമായിരുന്നു. ഈ രാഷ്ട്രം പിറവിയെടുത്ത് വീണത് കമ്മ്യൂണിസ്റ്റുകാരുടെ കൈകളിലേക്കായിരുന്നെങ്കിൽ ഈ രാജ്യത്തിൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു? ഉത്തര കൊറിയയുടേതുപോലെ അല്ലെങ്കിൽ ക്യൂബയുടേതുപോലെ ഇൻസ്റ്റാഗ്രാം ഇല്ലാത്ത, യൂട്യൂബ് ഇല്ലാത്ത, ഫേസ്ബുക്ക് ഇല്ലാത്ത, ഗൂഗിൾ ഇല്ലാത്ത, ChatGPT ഇല്ലാത്ത, ജെമിനി ഇല്ലാത്ത ഒരു രാജ്യമായിട്ട് മാറുമായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇന്നത്തെ യുവാക്കൾ ഒന്ന് ആലോചിക്കട്ടെ, ഇതൊന്നുമില്ലാതെ നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും? ഈ ആധുനികതയോട് മുഴുവൻ നിരാകരിച്ച് നിൽക്കുന്ന ഒരു സമൂഹമായിട്ട് കമ്മ്യൂണിസ്റ്റുകാർ നമ്മുടെ രാജ്യത്തെ മാറ്റുമായിരുന്നു. മറുവശത്ത് മതവർഗീയതയുടെ മതഭ്രാന്തിൻ്റെ ഒരു രാജ്യമായിട്ട് RSS നമ്മളെ മാറ്റുമായിരുന്നു. അതിൽ നിന്ന് മാറി യൂറോപ്യൻ രാജ്യങ്ങളെപ്പോലെ അമേരിക്കയെപ്പോലെ ഒക്കെ വളരെ ലിബറലായിട്ടുള്ള ഡെമോക്രാറ്റിക് ആയിട്ടുള്ള വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു സൊസൈറ്റിയെ എങ്ങനത്തെ രാജ്യമായിരുന്നു ആലോചിക്കണം. സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത പട്ടിണിപ്പാവങ്ങളെ രാജ്യത്തെ ഇതുപോലെ രാജ്യമാക്കി പരിവർത്തനപ്പെടുത്തിയത് അങ്ങേയറ്റത്തെ ലോകം കണ്ട ഏറ്റവും വിശാല മനസ്കനായിട്ടുള്ള ജനാധിപത്യവാദിയായിരുന്ന നെഹ്റുവിൻ്റെ കഴിവ് തന്നെയാണ്. ഒരു തർക്കവും അക്കാര്യത്തിൽ വേണ്ട. ഈ പട്ടേലിനെ കൂടെ ചേർക്കുമ്പോഴും നെഹ്റുവിനെ ഒരിക്കലും പുകഴ്ത്തി പറയാൻ തയ്യാറായിട്ടില്ല. പ്രത്യേകിച്ചും RSSൻ്റെ നിരോധനവുമായി ബന്ധപ്പെട്ട് ചരിത്രം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് വിഭജന ടൈമിൽ ഗാന്ധിജി എടുത്ത നിലപാടും ഇതെല്ലാം കൂടെ ചേർത്ത് വെക്കുന്ന ഒരു ചരിത്ര ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ നിന്നാണല്ലോ നമ്മൾ ഇന്ത്യ എന്ന് പറയുന്നത്, അവിടെയാണല്ലോ ഇന്ത്യയുടെ ഏറ്റവും വലിയ പതർച്ചയും കാണുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ
എപ്പോഴും പട്ടേലിനെ പുകഴ്ത്തുമ്പോഴും നെഹ്റുവിനെ ഒരു കാലഘട്ടത്തിലും അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല RSSൻ്റെ ബുദ്ധിജീവി സംഘം. ഇത് ശരിക്കും അത് ആക്രമണം ശരിക്കും മനസ്സിലാക്കിയ, ഉള്ളിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയ ഒരാളെന്നുള്ള രീതിയിൽ ചോദിക്കുക, അങ്ങനെ തന്നെ ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കണമെന്നുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നിട്ടുണ്ട്? അതിന് കാരണം എന്ന് പറയുന്നത് ഈ നെഹ്റു ഫാമിലിയാണ് ആക്ച്വലി ഇന്ത്യയിൽ സംഘപരിവാറിൻ്റെ ഈ വർഗീയ വിദ്വേഷ രാഷ്ട്രീയത്തിൻ്റെ വളർച്ചയ്ക്കുള്ള ഏറ്റവും വലിയ തടസ്സമെന്ന് പറയുന്നത്. അപ്പോൾ ആ തടസ്സത്തെ ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, അതിൽ തന്നെ ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും രക്തസാക്ഷിത്വം, ഇതൊക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തിന് കൊടുക്കുന്നൊരു ലിവറേജ് ഉണ്ട്. അതിൽ RSS വല്ലാതെ അസ്വസ്ഥരാണ്, അല്ലാതെ അവരെ ഭയപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനെ മുഴുവൻ ഡിഗ്രേഡ് ചെയ്യുക, റദ്ദ് ചെയ്യുക എന്നുള്ളത്, ആ രാഷ്ട്രീയത്തെ റദ്ദ് ചെയ്യുക എന്നുള്ളത് സംഘപരിവാറിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനപരമായ ആവശ്യമാണ്. നെഹ്റു മുന്നോട്ട് വയ്ക്കുന്ന സെക്യുലർ ലിബറൽ ഡെമോക്രസി എന്ന് പറയുന്നത് ഒരിക്കലും RSSന് അംഗീകരിക്കാൻ കഴിയില്ല. അപ്പം ആ ഒരു വിഷനെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ട് അതിനെ എങ്ങനെയെങ്കിലും അണ്ടർമൈൻ ചെയ്യുക എന്നുള്ളത് സംഘപരിവാറിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് അതിനു വേണ്ടിയുള്ള ഗവേഷണങ്ങൾ നടക്കും. ഇപ്പം വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും നെഹ്റുവിനെ വിമർശിക്കാൻ പറ്റുന്ന കാര്യമുണ്ടെങ്കിൽ എടുത്തുകൊണ്ട് വരും എന്നുള്ളതൊരു വസ്തുതയാണ്. നെഹ്റുവിനെ വിമർശിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലേക്ക് ഇപ്പോൾ ഇമ്മീഡിയറ്റ്ലി ഓടിയെത്തുന്ന ഒരു പ്രസംഗം അടൽ ബിഹാരി വാജ്പേയിയുടെ പ്രസംഗം. അദ്ദേഹം 77 അദ്ദേഹം വിദേശമന്ത്രിയായിട്ട് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ കോറിഡോറിലൂടെ നടന്നു പോകുന്ന സമയത്ത്, അദ്ദേഹം നേരത്തെ അത് കൂടെ ഒക്കെ പോകുന്ന സമയത്ത് അവിടെ ഒരു ചിത്രം ഉണ്ടായിരുന്നു. ആ ചിത്രം അവിടെ കാണാനില്ല. അദ്ദേഹം ചോദിക്കുകയാണ്, ഇവിടെ ഉണ്ടായിരുന്ന പ്രധാനമന്ത്രി നെഹ്റുവിൻ്റെ ചിത്രം എവിടെയാണെന്ന് ചോദിക്കാം. നെഹ്റുജിയുടെ ചിത്രം എവിടെ ചെയ്യുന്ന സമയത്ത് അത് ഞങ്ങൾ എടുത്തു മാറ്റി എന്ന് പറയും. അദ്ദേഹം പറയണം ഇമ്മീഡിയറ്റ്ലി അത് റീസ്റ്റോർ ചെയ്യണമെന്ന് പറയും. അപ്പം നെഹ്റുവിൻ്റെ ചിത്രം എടുത്തു മാറ്റിയത് റീസ്റ്റോർ ചെയ്യാൻ ഉത്തരവിട്ട വാജ്പേയിയിൽ നിന്ന് നെഹ്റുവിൻ്റെ ചിത്രങ്ങൾ മുഴുവൻ, നെഹ്റുവിൻ്റെ ലെഗസി മുഴുവൻ മായ്ച്ചു കളയാൻ ശ്രമിക്കുന്ന മോദിയുടെ കാലത്തേക്കുള്ള മാറ്റമാണ് എന്നെ ആശങ്കപ്പെടുത്തുന്നത്. ഒരു കാര്യമുള്ളത്, ഇപ്പോൾ രാഹുൽ ഗാന്ധി വോട്ട് ചോരിയാണ് നമ്മൾ കൊണ്ടുവന്ന ബോംബ്, അത് പലതരത്തിലുള്ള ആൾക്കാർ വ്യാഖ്യാനിക്കുന്നുണ്ട്, ചിലതൊക്കെ ട്രോളുമായിട്ടുണ്ട്. വോട്ട് ചോരിയുടെ നെക്സ്റ്റ് സ്റ്റേജ് എന്തായിരിക്കും? ഇല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കും പോലെ മഞ്ഞുമലയുടെ അറ്റം മാത്രമേ നമ്മൾ കണ്ടുകൊള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അന്നത്തെ വാർത്താസമ്മേളനമൊക്കെ നമ്മൾ വളരെ കാര്യമായിട്ട് കണ്ടൊരു കാര്യമാണ്. എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ, എന്തൊക്കെയാണ് ആധികാരികമായി പറയാൻ ശ്രമിക്കുന്നത്, അതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചത്. അടുത്ത് എന്തൊക്കെയായിരിക്കും അത് വരാൻ പോകുന്നതിനെ പറ്റിയിട്ട് എന്തെങ്കിലും? രാഹുൽ ഗാന്ധി നടത്തിയ പത്രസമ്മേളനത്തിലൂടെ രാജ്യത്തെ ജനങ്ങൾക്ക് വസ്തുത ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള ഇലക്ഷൻ കമ്മീഷനെ തന്നെ ദുർവിനിയോഗം ചെയ്തുകൊണ്ട്, വോട്ടർ പട്ടികയിൽ ക്രമക്കേടുകൾ നടത്തിക്കൊണ്ട് ഇലക്ഷൻ അട്ടിമറി നടന്നിരിക്കുന്നു എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷന് പോലും തൃപ്തികരമായിട്ട് ഉത്തരം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പം കർണാടകയിലെ SIT ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ വോട്ടുകൾ വെട്ടിമാറ്റാൻ കൂട്ടത്തോടെ 10,000 കോൺഗ്രസ് അനുകൂല വോട്ടുകൾ വെട്ടിമാറ്റാനും വ്യാജമായി ഒരുപാട് കള്ള വോട്ടുകൾ ചേർക്കാനും ഉള്ള ശ്രമം ഒരൊറ്റ നിയോജകമണ്ഡലത്തിൽ മാത്രം നടന്നു എന്ന് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. തെളിവുകൾ പുറത്തു വന്നു. രാഹുൽ ഗാന്ധി കൊണ്ടുവന്നിട്ടുള്ള ഈ വിഷയം അതീവ ഗൗരവത്തോടെ ഇന്ത്യയിലെ ജനങ്ങൾ ചെറുപ്പക്കാർ ഏറ്റെടുത്തിട്ടുണ്ട്. ഇതൊരു വസ്തുതയായിട്ടുള്ള കാര്യമാണ്. അപ്പം ഇതിൻ്റെ അടുത്ത ഘട്ടം എന്ന് വെച്ചാൽ പലപ്പോൾ BJPക്കാർ ചോദിക്കുന്നത് നിങ്ങൾക്ക് കോടതിയിൽ പോയി ചോദിക്കുന്നത്, ഒന്ന് ഇതുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ മുഴുവൻ ഡേറ്റ ലഭിക്കാൻ, ഇതിൻ്റെ ഡിജിറ്റൽ ഡേറ്റ തരണമെന്ന് പറഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കുന്നില്ല. എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? ഡിജിറ്റൽ വോട്ടർ പട്ടിക കൊടുക്കണമെന്ന് പറഞ്ഞാൽ കൊടുക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഡിജിറ്റലായിട്ട് ഇതിൻ്റെ വിവരങ്ങൾ കൊടുക്കാൻ തയ്യാറാവുന്നില്ല. ഇത് ഒരു വിവരം RTI വെച്ച് വയ്ക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധിക്ക് കിട്ടുന്നത് ലക്ഷക്കണക്കിന് പേജുകൾ എടുക്കാനും പറഞ്ഞു. അപ്പോൾ ഇത്രയും പേജുകൾ മനുഷ്യസാധ്യമല്ലല്ലോ അനലൈസ് ചെയ്ത് ഇതിൽ നിന്നിപ്പോൾ ഇന്ത്യയിലെ മുഴുവൻ വോട്ടർ പട്ടിക എടുക്കാമെന്ന് കഴിഞ്ഞാൽ അത് കോടാനുകോടി പേജുകളുണ്ടാവും. ഇത് മുഴുവൻ എങ്ങനെയാണ് മനുഷ്യസാധ്യമല്ല എന്ന് ഇലക്ഷൻ കമ്മീഷൻ അറിയുന്നതുകൊണ്ടാണ് ആ രീതിയിൽ കൊടുക്കുന്നത്. അപ്പം എന്നിട്ടും ഒരു നിയോജകമണ്ഡലത്തിലെ ഡേറ്റ ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അത് അനലൈസ് ചെയ്ത് പഠിച്ചാണ് ഈ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നുള്ളത്. അപ്പം രാജ്യത്തെ എല്ലാ നിയോജകമണ്ഡലത്തിലും ഇത് പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ സംഭവിക്കാൻ പോകുന്നുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കും, ഇപ്പം വാരണാസിയിൽ വരെ നരേന്ദ്രമോദി ആദ്യത്തെ 15 മിനിറ്റ് ട്രെയിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ നിസ്സാരമാണ്. 5 ലക്ഷം വോട്ടിന് ജയിക്കും, 6 ലക്ഷം വോട്ടിന് ജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന സ്ഥലത്ത് രക്ഷപ്പെട്ടു പോവല്ലേ അദ്ദേഹം ചെയ്തു. എങ്ങനെയാണ് അദ്ദേഹം വാരണാസി പോലെ ഏറ്റവും കൂടുതൽ ഡെവലപ്മെൻറ്റ് നടത്തിയെന്ന് പറയുന്ന പ്രദേശത്ത് എന്താണ് അദ്ദേഹം സംഭവിച്ചത്? കാശി വിശ്വനാഥ് കോറിഡോർ, ഗംഗ ഞാൻ വന്നതല്ല, എന്നെ മാ ഗംഗ വിളിച്ചതാണ് എന്ന് പറഞ്ഞ് വന്ന ആളാണ്. എന്ത് സംഭവിച്ചു? അവിടെ വലിയ തോതിലുള്ളൊരു ജനവികാരം BJPക്കെതിരായി ഉയർന്നു വന്നിട്ടുണ്ടെന്നുള്ള വസ്തുതയാണ്. ആ ജനവികാരത്തെ മറികടക്കാൻ ഇലക്ഷൻ കമ്മീഷൻ ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് അട്ടിമറി നടത്തിയെന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിന് ശക്തി പകരുന്ന തെളിവുകളാണ് ഇപ്പോൾ
കർണാടക SITയുടെ അന്വേഷണത്തിലടക്കം പുറത്തു വന്നിരിക്കുന്നത്. ഫേസ്ബുക്ക് പേജിനെ കുറിച്ച് പറഞ്ഞല്ലോ, സ്വന്തം പേജിൽ ആ സമയത്ത് കുറേ കൊഴിഞ്ഞു പോക്കുണ്ടായിരുന്നു, എന്നിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്തോ, തിരിച്ച് വന്നോ അവരൊക്കെ? അതിനേക്കാൾ കൂടുതൽ പേര് ഇപ്പോൾ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ, അന്നത്തേനേക്കാൾ കൂടുതൽ പേര് ഇപ്പോൾ ഫോളോ ചെയ്യുന്നുണ്ട്. അന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ മാറുന്ന സമയത്ത് 3,15,000 ഫോളോവേഴ്സ്, ഇപ്പം 3,85,000 ഫോളോവേഴ്സ്. ഈ RSSലേക്ക് വരുന്നത് BJP വന്നതിന് ശേഷമാണ്. RSS അതിൻ്റെ ഒരു BJP വരുന്നവരൊക്കെ RSSലൂടെ പോയാലേ ശരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന സ്പേസിലേക്ക് എത്തുള്ളൂ. അതുകൊണ്ടാണോ RSSലേക്ക് വന്നത്? അതൊരു ചിട്ടയായിട്ടുള്ളൊരു സംവിധാനം എന്നുള്ള അർത്ഥത്തിൽ? അങ്ങനെയല്ല, അതെൻ്റെ ഗ്രാമത്തിൻ്റെ പശ്ചാത്തലത്തിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. നമ്മൾ ജീവിക്കുന്ന ഒരു പരിസരം. പക്ഷേ BJPയിലേക്ക് വന്നതിന് ശേഷമല്ലേ? അതെ 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 ഞാനത് തുടക്കത്തിൽ യുവമോർച്ചയിലേക്കാണ് വരുന്നത്. അപ്പം അങ്ങനെ വന്ന് RSSൻ്റെ ശാഖകളിലൊക്കെ പോയി തുടങ്ങിയത്. പക്ഷേ അതിന് മുമ്പ് SFIയിൽ ഉണ്ടായിരുന്നില്ല. അത് ഹൈസ്കൂൾ കാലഘട്ടത്തിലൊക്കെ SFI വലിയ ശാസ്ത്ര സാഹിത്യ പരിഷത്തിനോടുള്ളൊരു സ്നേഹവും, അത് ഈ സാക്ഷരതായജ്ഞത്തിൻ്റെ കാലത്ത് പരിഷത്തിൻ്റെ പാട്ടുകളോടുള്ള ഇഷ്ടവും, പിന്നെ എന്തിന്ന ധീരത ഇപ്പോൾ തുടങ്ങും, എല്ലാം നിങ്ങൾ പഠിക്കണം, തയ്യാറാകണം ഇപ്പോൾ തന്നെ, അജ്ഞാശക്തിയായി മാറിയിടാൻ എന്നൊക്കെയുള്ള അന്നത്തെ സാക്ഷരതാ ഗാനത്തോടുള്ള സ്നേഹവും, പിന്നെ അന്നത്തെ സദ്ദാം ഹുസൈനോടുള്ള വീരാരാധന, അങ്ങനെയുള്ള കുറേ ഉണ്ട് 90കളുടെ തുടക്കത്തിലുള്ള. അപ്പോൾ ഇടതുപക്ഷ മിസൈലും പാട്രിയറ്റ് മിസൈലും. അതെ അതെ, ഞാൻ സ്കഡ് മിസൈലിന്റെ എൻ്റെ കസിനുണ്ട് സൂരജ്, അവൻ അമേരിക്കയുടെ ആളായിരുന്നു. അപ്പോൾ അവൻ പാട്രിയറ്റ് മിസൈലിന്റെ ഒരു മോഡൽ ഉണ്ടാക്കി വയ്ക്കും, ഞാൻ ഇവിടുന്ന് സ്കഡ് മിസൈലിന്റെ മോഡൽ ഉണ്ടാക്കി വയ്ക്കും. അങ്ങനെയൊക്കെയാണ് എനിക്ക് ചെറുപ്പത്തിൽ കളിച്ചിരുന്നത്. അപ്പോൾ നമ്മളൊക്കെ ഇറാഖിന്റെ ഇടതുവായതുകൊണ്ട് ഇറാഖാണ്. നമ്മൾ ടീം സെലക്ട് ചെയ്യുമ്പോൾ ബ്രസീലിന്റെ കൂടെ നിൽക്കില്ല, നമ്മൾ അർജന്റീനയുടെ കൂടെ നിൽക്കുള്ളൂ എന്ന് പറയുമ്പോൾ പിന്നീട് എന്താ പറയുക, അപ്പം അത്തരം രസകരമായിട്ട് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അന്ന് ഈ എൻ്റെ കസിനും ഞാനും തമ്മിൽ വലിയൊരു, ഞങ്ങളെല്ലാത്തിലും പരസ്പര വിരുദ്ധമായിട്ടുള്ള, ഞാൻ ഇറാഖിൻ്റെ കൂടെ, അദ്ദേഹം അമേരിക്കയുടെ കൂടെ, പിന്നെ ഞാൻ സ്കഡ് മിസൈൽ ഉണ്ടാക്കുന്നു, അദ്ദേഹം പാട്രിയറ്റ് ഉണ്ടാക്കുന്നു, ഞാൻ ആന്ധ്ര അഗാസി, അയാൾ പീറ്റ് സാംപ്രാസ്, ഞാൻ മോഹൻലാൽ, അദ്ദേഹം മമ്മൂട്ടി, അങ്ങനെ കുറെ ദ്വന്ദ്ങ്ങളായിരുന്നു. പിന്നീട് ഞങ്ങൾ തമ്മിൽ പല കാര്യങ്ങളും സമാനതകളായിരുന്നു. അന്നത്തെ പിന്നെ ഞാൻ മാതൃഭൂമി ആഴ്ചവെപ്പ് വായിക്കും, അയാൾ മനോരമ ആഴ്ചവെപ്പ് വായിക്കും. വളരെ രസകരമായിരുന്നു. പക്ഷെ അന്നൊക്കെ എല്ലാം വായിക്കുന്ന ഒരു സ്വഭാവം. എല്ലാം വായിക്കുന്നു. ഞാൻ മനോരമ വായിക്കുന്നു. അന്ന് ഹവ ബീച്ച് ഭയങ്കര ഹിറ്റായി നിൽക്കുന്ന. അപ്പോൾ പിന്നെ നോബിളിന്റെ ഒരു കഥയുണ്ടായിരുന്നല്ലോ, പിന്നീട് മനോജ് കെജിനകത്ത് നായകനായിട്ടൊരു സിനിമ വന്നല്ലോ, വളയം അവരല്ലേ ഹൈ റേഞ്ച്, ആരെഴുതിയ ജോസി ഭാഗം മറ്റോ എഴുതി. അപ്പൊ അന്ന് മനോരമയും വായിക്കും, മാതൃഭൂമിയും ആഴ്ചവെപ്പും വായിക്കും. ആഴ്ചവെപ്പിപ്പം ബാലപംക്തി നന്നായി ഫോളോ ചെയ്തിരുന്നതാണ്. പിന്നെ ചിത്രശാല വരുമായിരുന്നു, മറ്റേ സിനിമാ നിരൂപണം. മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് സ്ഥിരമായിട്ട് അത് വായിക്കണം എന്ന് അച്ഛനും നിർബന്ധമായിരുന്നു. അതിൽ കുറച്ചുകൂടെ സാഹിത്യമായിരുന്നു. അപ്പം ആഴ്ചപ്പതിപ്പ് വായിക്കണം എന്നുള്ളത്, മനോരമ വായിക്കരുതെന്ന് അച്ഛന് നിർബന്ധം ഉണ്ടായിരുന്നു. പക്ഷെ അമ്മാവന്റെ വീട്ടിൽ പോയിട്ടാണ് മനോരമ വായിച്ചിരുന്നത്. കാരണം മനോരമ വായിച്ചതിനെ കുറിച്ച് വേറൊരു തലമായിരുന്നല്ലോ. അപ്പൊ അച്ഛൻ ഇടത് സ്വഭാവം ഉണ്ടായിരുന്നു. അച്ഛൻ ആർമി വെറ്ററാണ്. അച്ഛൻ ഭയങ്കര അഭിമാനത്തോടെ പറഞ്ഞിട്ടുണ്ട്, 71 ഈസ്റ്റ് പാകിസ്ഥാനിൽ അദ്ദേഹം ഉണ്ടായിരുന്നു, വാർ ഫ്രണ്ടിലുണ്ടായിരുന്നു. അപ്പം അന്ന് പാകിസ്ഥാൻ ഫുഡ് കോർപ്പറേഷൻ പോലെ, അന്നത്തെ പാകിസ്ഥാൻ ഫുഡ് കോർപ്പറേഷൻ്റെ ഒരു ഇതിൽ ഭക്ഷണം എടുക്കാൻ വേണ്ടി പോയ സമയത്ത് അവർ അതിൻ്റെ മാനേജർ തന്നെ ഇന്ത്യൻ സൈന്യത്തിന് തുറന്നു കൊടുക്കണം, ബന്ധുവിന് വേണ്ടി തുറന്നു കൊടുക്കണം. തുറന്ന സമയത്ത് കേരളത്തിനെന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹത്തോട് എൻ്റെ ഫാദറിനോട് ചോദിച്ചത് നമ്പൂതിരിപ്പാട് കൈസായി എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതുണ്ട്. അതുകൊണ്ടല്ല, പക്ഷെ മാതൃഭൂമി ആഴ്ചവെപ്പ് എനിക്ക് തോന്നുന്നു അച്ഛൻ ഒരു 10-30 വർഷത്തെ മാതൃഭൂമി ആഴ്ചവെപ്പ് അച്ഛൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് വല്ലാത്തൊരു മാതൃഭൂമി ആഴ്ചവെപ്പ് വായിക്കുക എന്നുള്ളത് വലിയ ഇഷ്ടമുള്ള കാര്യമായിരുന്നു. വീട്ടിൽ വരുന്ന പത്രവും മാതൃഭൂമിയായിരുന്നു. അപ്പം അങ്ങനെയുള്ള കാലഘട്ടത്തിലാണ് വളർന്നു വന്നത്. പിന്നീട് ഈ യുവമോർച്ചയിൽ എത്തപ്പെടുന്നു, RSS ഒരു പിന്നെ ലിറ്ററേച്ചേഴ്സ് വായിക്കാൻ തുടങ്ങുന്നു. അതിനെത്തിപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത് ഹിന്ദിയോടുള്ളൊരു വാജ്പേയിയുടെ പ്രസംഗത്തെക്കുറിച്ച്, അത് അച്ഛൻ്റെ ഭാഗത്ത് തന്നെയുണ്ട്. അച്ഛൻ ഈ രാംലീല മൈതാനത്ത് വാജ്പേയിയുടെ പ്രസംഗം കേട്ടതിനെക്കുറിച്ച്, ഞാൻ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള സമയത്ത് വാജ്പേയിയുടെ പ്രസംഗം കേട്ടതിനെക്കുറിച്ച് എന്നോട് പറഞ്ഞു. അപ്പോൾ അത് കവിത തുളുമ്പുന്നത് പോലെയാണ്, ഉറുദു ഒരു വല്ലാത്ത സ്വാധീനം ഉണ്ടല്ലോ, കവിത തുളുമ്പുന്നത് പോലെയാണ് അടൽജിയുടെ പ്രസംഗം. ആ സമയത്ത് തന്നെ മനോരമ പത്രത്തിൽ ഈ വാജ്പേയി BJPയുടെ ഇലക്ഷൻ മുഖമായി മാറുന്ന സമയത്ത് വാജ്പേയിയെ കുറിച്ച് വന്നൊരു ആർട്ടിക്കിളിലും അദ്ദേഹത്തിൻ്റെ പ്രസംഗ ശൈലിയെക്കുറിച്ച്, ഒറേറ്ററി സ്കില്ലിനെ കുറിച്ചൊരു ആർട്ടിക്കിൾ വന്നിരുന്നു. പിന്നെ ഇന്ത്യ ടുഡേയിലും ചില ലേഖനങ്ങളൊക്കെ വന്നു. അന്ന് ഇന്ത്യ ടുഡേ ഈ നാഷണൽ പൊളിറ്റിക്സ് ഫോളോ ചെയ്യണമെങ്കിൽ ഇന്ത്യ ടുഡേ വായിക്കണം. അപ്പോൾ ഈ വാജ്പേയിയോടുള്ളൊരു അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തോടുള്ള ഒരു താല്പര്യം, അദ്ദേഹത്തിന് ഇങ്ങനെ ബിധോവൻ്റെ സംഗീതം പോലെയാണ്, അദ്ദേഹത്തിൻ്റെ കൈകൾ ഉയർത്തുന്നത്.
അപ്പം അത് വല്ലാതെ ഫോളോ ചെയ്ത് തുടങ്ങി. അങ്ങനെയാണ് വാജ്പേയിയോടുള്ള ഒരു ആരാധന. അന്ന് വാജ്പേയി, അഡ്വാനി, മുരളി മനോഹർ ജോഷി ത്രയങ്ങളോടുള്ളൊരു താല്പര്യം ഒക്കെയാണ് എന്നെ അതിലേക്ക് നയിച്ചത്. പിന്നീട് അത് ആ ലിറ്ററേച്ചർസ് ഫോളോ ചെയ്യാൻ തുടങ്ങി. അപ്പം നമ്മളുടെ പ്രശ്നം, നമ്മളൊരു തലത്തിൽ നിന്ന് ഒരു കാഴ്ചകളെ സമീപിക്കുമ്പോൾ നമ്മൾ ഒരു ഇപ്പോൾ ഉദാഹരണത്തിന് അവിടെ ഒരു ഞാനിരിക്കുന്ന ഭാഗത്തു നിന്നുള്ള കാഴ്ച മാത്രമേ കാണുന്നുള്ളൂ. അതിൻ്റെ അപ്പുറത്തുനിന്ന് അതിനെ ഒന്നുകൂടി നോക്കുമ്പോഴാണ് അതിന് മറ്റൊരു തലമുണ്ടെന്ന് മനസ്സിലാവുന്നത്. പക്ഷേ നമ്മൾ RSSൻ്റെ തലത്തിൽ നിന്ന് മാത്രം ചിന്തിക്കുകയും ആ ലിറ്ററേച്ചറിനെ മാത്രം കുറേ കാലം ഫോളോ ചെയ്യുകയും ചെയ്തു വല്ലാതെ അതിൻ്റെ ഒരു ഭാഗമായി മാറി. പിന്നീട് പറഞ്ഞതിലും നമ്മൾ കണ്ടതിലും ഒക്കെ പിശകുകളുണ്ടെന്ന് ബോധ്യപ്പെട്ട് തുടങ്ങുന്ന ഒരു ഘട്ടമുണ്ട്. പക്ഷെ അത് വർഷങ്ങളുടെ നീണ്ട പ്രക്രിയയാണ്. ഇടയ്ക്കൊക്കെ ചില ഘട്ടങ്ങളിൽ ഞാനത് പുറത്ത് പറയുമ്പോൾ വല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പലതവണ പറഞ്ഞു പോയിട്ടുള്ള അതെ 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 ഇപ്പോഴത്തെ ഒരു കോൺഗ്രസിൻ്റെ ഒരു പരിതസ്ഥിതിയിൽ നമ്മൾ വളരെ വലിയ ഉത്തരവാദിത്തങ്ങൾ വഹിക്കേണ്ട ഒരു പാർട്ടിയെന്ന് നമ്മളൊക്കെ കരുതുന്ന ഒരു സ്പേസിലാണുള്ളത്. പക്ഷേ നമ്മൾ പലപ്പോഴായിട്ട് ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവുന്നത്, ഇപ്പോൾ വി ഡി സതീശനൊക്കെ പ്രതിപക്ഷ നേതാവായിട്ട് വരുന്ന സമയത്ത് മാധ്യമങ്ങളുടെ വലിയ പിന്തുണ ഉണ്ടായിരുന്നു. അത്തരത്തിലൊരു പ്രതിപക്ഷ നേതാവിനെ കാണുകയായിരുന്നു എല്ലാവരും. പക്ഷേ പിൽക്കാലഘട്ടത്തിൽ ഇപ്പോൾ VS അച്യുതാനന്ദനെയൊക്കെ പോലുള്ള പ്രതിപക്ഷ നേതാവാകും എന്നൊക്കെ കരുതുന്ന ഒരു സ്പേസിൽ നിന്നിട്ട് അത് മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന കാര്യത്തിൽ പോലും മാറ്റം വന്നിട്ട് ഇപ്പോൾ വന്ന് നിൽക്കുന്ന ഒരു പൊസിഷനിൽ പല സ്ഥലങ്ങളിലും വിചാരിക്കുന്ന രീതിയിലുള്ളൊരു പ്രതിപക്ഷമാവാൻ പറ്റുന്നില്ല, ഇല്ലെങ്കിൽ കാര്യങ്ങളെ വേണ്ടത്ര കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല എന്നൊരു സ്പേസിലേക്കാണോ പോകുന്നത്? ഇല്ലെങ്കിൽ എന്താണ് സ്വയം വിലയിരുത്തലെന്നാണ് ചോദിക്കുന്നത്. പുറത്ത് കിട്ടുന്നൊരു എന്ന് വെച്ചാൽ ആദ്യം കിട്ടിയ ഒരു ഹൈപ്പുണ്ട്. ആ ഹൈപ്പിനെ അതേ അർത്ഥത്തിൽ പിന്തുടർന്നോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്നിട്ട് ചോദിക്കുക, കോൺഗ്രസിൻ്റെ പൊസിഷനും നമ്മൾ അടുത്ത ഇലക്ഷനെ നേരിടാൻ പോകുമ്പോൾ ഉള്ള നമ്മുടെ ഒരു ആത്മവിശ്വാസം എന്താണ്? ഒന്ന്, ഈ പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്കുള്ള VS അച്യുതാനന്ദൻ്റെ പ്രവർത്തനവും പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്കുള്ള മറ്റുള്ളവരുടെ പ്രവർത്തനവും, പ്രത്യേകിച്ച് ശ്രീ VD സതീശൻ്റെ പ്രവർത്തനം തമ്മിൽ താരതമ്യം ചെയ്യുന്നതിൽ ഒരു അർത്ഥമില്ല. ഒരു ഇടതുപക്ഷത്തുള്ള കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനോടുമുള്ള വിയോജിപ്പ്, എല്ലാത്തിനെയും എതിർക്കുക എന്നുള്ള നയത്തിൽ മാത്രം ഉറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. VSനോട് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ ഇഷ്ടമാണ്, അദ്ദേഹത്തിൻ്റെ റെസ്പെക്റ്റുണ്ട്, ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ VS വളരെ എല്ലാ കാര്യങ്ങളോടും വളരെ പ്രതിലോമകരമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച ഒരു പ്രതിപക്ഷ നേതാവായിരുന്നു. എല്ലാത്തിനെയും എതിർത്ത ഒരാളായിരുന്നു. പ്രത്യേകിച്ച് സർക്കാർ എടുക്കുന്ന എല്ലാ പോളിസികളോടും വിരുദ്ധാഭിപ്രായം മാത്രമല്ല, ഒരു ഘട്ടത്തിൽ പോലും ഒരു തരത്തിലും യോജിപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഞാൻ കണ്ടിടത്തോളം അദ്ദേഹം സബ്ജക്റ്റ് ബേസ്ഡ് ആയിട്ട് മാത്രം വിമർശനങ്ങൾ ഉന്നയിക്കുകയും വിമർശിക്കേണ്ടടുത്ത് വിമർശിക്കുകയും എന്നാൽ സർക്കാരിൻ്റെ ക്രിയാത്മകമായിട്ടുള്ള കാര്യങ്ങൾക്ക്, കേരളത്തിൻ്റെ പൊതുവായിട്ടുള്ള ആവശ്യങ്ങൾക്ക് പിന്തുണ കൊടുക്കേണ്ട സാഹചര്യങ്ങൾ പിന്തുണ കൊടുക്കുകയും ചെയ്യുന്ന വളരെ പോസിറ്റീവ് പൊളിറ്റിക്സ് സ്വീകരിക്കുന്ന ഒരാളാണ് അദ്ദേഹം. വിഷയങ്ങളെ അഗാധമായി പഠിക്കുകയും സമീപിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. നല്ല ഉൾക്കാഴ്ചയുള്ളയാളാണ്, വിദൂര വീക്ഷണമുള്ളയാളാണ്. അപ്പം അദ്ദേഹത്തെയും VSനെയും തമ്മിൽ താരതമ്യം അർത്ഥമില്ല. VS എല്ലാ കാര്യങ്ങളെയും എതിർത്തിട്ടുണ്ട്. അത് സംസ്ഥാനത്തിന് ഗുണം വരേണ്ട കാര്യമാണെങ്കിലും അദ്ദേഹം എതിർത്തിട്ടുണ്ട്. ഇപ്പം അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എനിക്ക് വളരെ രസകരമായിട്ട് ശ്രീ K മുരളീധരൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് VSനെ കുറിച്ച്. കൂടംകുളം ആണവ നിലയുമായി ബന്ധപ്പെട്ട വലിയ പ്രക്ഷോഭം നടക്കുകയാണ്. അപ്പം പ്രതിപക്ഷ നേതാവാണ് VS കേരളത്തിൻ്റെ. അദ്ദേഹം കൂടംകുളത്തേക്ക് മാർച്ച് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. തമിഴ്നാട്ടിനകത്ത് കൂടംകുളത്ത് വല്ലാത്ത സിറ്റുവേഷൻ നിൽക്കുകയാണ്. അങ്ങോട്ട് പോകരുതെന്ന് കേരളത്തിൻ്റെ DGPയും ഇവിടുന്ന് ആഭ്യന്തരമന്ത്രിയും ഒക്കെ അദ്ദേഹത്തോട് അങ്ങോട്ട് പോകരുതെന്ന് അഭ്യർത്ഥിച്ചപ്പോൾ VS അത് കേൾക്കാൻ തയ്യാറായില്ല. VS ഇവിടുന്ന് മാർച്ച് തുടങ്ങി കേരളത്തിൻ്റെ അതിർത്തിയിൽ കളിയിക്കാവളെത്തിയപ്പോൾ ആ മാർച്ച് തമിഴ്നാട് പോലീസ് തടഞ്ഞു. അപ്പോൾ തമിഴ്നാട് SI അവിടുന്ന് തടയുകയാണ്. മാർച്ച് തടഞ്ഞു, VSനെ തടഞ്ഞപ്പോൾ VS തിരിച്ചു പോന്നു. അപ്പോൾ K മുരളീധരൻ പറഞ്ഞു, കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി പറഞ്ഞിട്ട് കേട്ടില്ല, പക്ഷേ കളിയിക്കാവളയിൽ തമിഴ്നാട് SI പറഞ്ഞപ്പോൾ തിരിച്ചു പോന്നു. വളരെ രസകരമായിട്ടുള്ള K മുരളീധരൻ. അപ്പോൾ കേരളത്തിൻ്റെ ആഭ്യന്തരം പറഞ്ഞപ്പോൾ കേട്ടില്ല, പക്ഷേ കളിയിക്കാവള SI പറഞ്ഞപ്പോൾ അത് കേട്ടിട്ട് തിരിച്ചു പോകുന്നയാളാണ് VS. രണ്ട് തലങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് താരതമ്യം ചെയ്യുന്നതിൽ അർത്ഥമില്ല. നാടിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട്. നാടിൻ്റെ പരിസരങ്ങൾ ഒക്കെ ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. എൻ്റെ നാട് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലെ ചെത്തല്ലൂർ എന്ന് പറയുന്ന ഗ്രാമമാണ്. നാറാണത്ത് ഭ്രാന്തൻ്റെ ജന്മസ്ഥലമാണ്. അദ്ദേഹം ഉരുട്ടിക്കയറ്റിയ കല്ല് അവിടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ മന, നാറാണത്ത് മന അവിടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ഇപ്പോഴും അവിടെയുണ്ട്. അദ്ദേഹം അവിടുന്ന് വിദ്യാഭ്യാസത്തിന് പോയത് പട്ടാമ്പിക്കടുത്ത് രായരനല്ലൂരായിരുന്നു. അവിടെയാണ് അദ്ദേഹം വീണ്ടും ഉരുട്ടിക്കയറ്റിയ കല്ലും അദ്ദേഹത്തിൻ്റെ സ്മാരകമായിട്ടുള്ള ഒരു പ്രതിമയൊക്കെയുള്ള ഈ മലകയറ്റമൊക്കെ നടക്കുന്നത് അവിടെയാണ്. അദ്ദേഹത്തിൻ്റെ മന ഉള്ളത്, അദ്ദേഹം ജനിച്ചു വീണത് എൻ്റെ ഗ്രാമത്തിലാണ്. അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് ജനൽ തുറന്നാൽ കാണുന്ന ഭ്രാന്തൻ കുന്ന്
നമ്മളെ ഒരു വല്ലാത്ത മിത്താണല്ലോ. അപ്പം അവിടെ മൂലോട്ട് എന്ന് പറഞ്ഞിട്ട് മൂലം നാളിൽ അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ദിവസം അവിടെ ഒരു പിറന്നാൾ ദിവസം ശ്രാദ്ധ ദിനത്തിൽ അവിടെ ഒരു പരിപാടിയെല്ലാം നടക്കും. പണ്ട് നടത്തുന്നു. ഭ്രാന്തൻ സ്മാരക സമിതി ഉണ്ടായിരുന്നു. അതിൽ എൻ്റെ അച്ഛനൊക്കെ അതിൽ ചെറിയ പങ്കാളിത്തം ഉണ്ടായിരുന്നു. അവിടെ അരിയൂർ ഗോവിന്ദൻകുട്ടിയേട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളുകളൊക്കെയാണ് അതിൻ്റെ സംഘാടക സമിതിയിലൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ കുട്ടിക്കാലത്ത് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സാഹിത്യകാരന്മാർ, സാംസ്കാരിക പ്രവർത്തകരൊക്കെ എൻ്റെ നാട്ടിലേക്ക് സ്ഥിരമായിട്ട് വരുമായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടു വളർന്നൊരു ബാല്യമുണ്ട്. അങ്ങനത്തെ ഒരു കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കൊക്കെ വലിയ പ്രാധാന്യമുള്ളൊരു നാടാണ്. ഞങ്ങളുടെ തൊട്ട് ഗ്രാമം വെള്ളിനേഴി കലാഗ്രാമമാണ്. വെള്ളിനേഴി സ്കൂളിലാണ് ഞാൻ എൻ്റെ അമ്മയൊക്കെ പഠിച്ചിട്ടുള്ളത്. സംഗീതത്തിന്, പാട്ടിന്, കഥകളി കോപ്പ് നിർമ്മാണം, ചെണ്ട. മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ അവിടുത്തെ അധ്യാപകനായിരുന്നു. അപ്പോൾ തായമ്പതൊക്കെ വളരെ പ്രശസ്തമായിട്ടുള്ള സ്ഥലമാണ്. ഇപ്പോൾ കീഴ്പ്പടം കുമാരൻ നായർ പോലെയുള്ള കഥകളി ആചാര്യന്മാർ, തൊട്ടപ്പുറത്താണ് വാഴയങ്കട കുഞ്ചുനായർ പോലെയുള്ള, അങ്ങനെ ഒരു സാംസ്കാരിക പരിസരമുള്ള സ്ഥലമാണ്. എല്ലാ വീടുകളിലും ഒരു കലാകാരൻ ഉണ്ടായിരിക്കും. ആ കാര്യങ്ങളോടൊക്കെ വല്ലാത്ത ഇപ്പം സിനിമാ ഷൂട്ടിങ്ങുകളൊക്കെ ധാരാളമായി നടന്നിരുന്ന ഒരു കാലത്ത് മലയാളത്തിലെ ഏറ്റവും എണ്ണം പറഞ്ഞ സൂപ്പർ ഹിറ്റ് സിനിമകൾ മുഴുവൻ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണ്. ദേവാസുരമൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള പരിയാനംപറ്റ ക്ഷേത്രമൊക്കെ തൊട്ടടുത്താണ്, ഒളപ്പമണ്ണമന അടുത്താണ്. അപ്പോൾ ആ ഒരു വള്ളുവനാടൻ ഗ്രാമമാണ് എൻ്റെ സ്ഥലം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സാംസ്കാരിക പ്രവർത്തകരോട് സിനിമ അല്ലെങ്കിൽ സംഗീതം ഇതൊക്കെ ആളുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും കൂട്ടത്തിലാണ്. ലാലേട്ടന് ഒരു മെസ്സേജ് അയച്ചിരുന്നതിൽ ലാലേട്ടൻ്റെ ഒരു കഥാപാത്രത്തെ വീണ്ടും കാണണം എന്ന് ആഗ്രഹിച്ചിട്ടായിരുന്നു അതിനകത്തൊരു വർത്താനം. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട. ഒരിക്കൽ കൂടി ആ ഭാരതപ്പുഴ കടന്നു വന്ന് വരിക്കാശ്ശേരിയുടെ പൂമുഖത്ത് ഒരു തമ്പുരാനായി അങ്ങ് ഒരിക്കൽ കൂടി ഒരു സിനിമയിൽ കൂടി കാണണമെന്ന ഒരു ആഗ്രഹം കൂടിയുണ്ട്. ആ ആഗ്രഹത്തെക്കുറിച്ച് പറയാം. പിന്നെ ലാലേട്ടൻ്റെ മറുപടിയാണ്. സന്ദീപ്, ഞാൻ മോഹൻലാലാണ്. എന്തായാലും വളരെ സന്തോഷം. ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട് ടി വിയിലൊക്കെ. അങ്ങേക്കും എൻ്റെ വക ഒരു പ്രാർത്ഥന, സ്നേഹം, നന്ദി എല്ലാം അറിയിക്കുന്നു. അങ്ങ് പറഞ്ഞ പോലെ അടുത്ത് തന്നെ ഏതെങ്കിലും ഒരു ക്യാരക്ടറായിട്ട് വരിക്കാശ്ശേരിയുടെ ഉമ്മറത്തെ ചാരികശ്ശേരിയിൽ കിടക്കാൻ എനിക്ക് ഭാഗ്യം ഉണ്ടാകട്ടെ. അടുത്ത് തന്നെ കാണാനും എനിക്ക് ഭാഗ്യം ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം. ഇത് അയക്കുമ്പോൾ ഇങ്ങനെ ഒരു മറുപടി പ്രതീക്ഷിച്ചിരുന്നു? അത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അത് ഇങ്ങൊന്ന് കോവിഡിന് മുൻപാണ്. ലാലേട്ടൻ്റെ ഒരു ബർത്ത്ഡേക്ക് ഒട്ടും പ്രിപ്പറേഷൻ ഇല്ലാതെ നാച്ചുറലായിട്ട് ഞാൻ വാട്സപ്പിൽ അയച്ചൊരു വോയിസ് മെസ്സേജാണ്. പക്ഷെ അത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടി. എനിക്കൊന്ന് അദ്ദേഹത്തിന് സ്ട്രൈക്ക് ചെയ്ത സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞാണ്. അത്രയും ലക്ഷക്കണക്കിന് ആളുകൾ വിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അതിനിടയ്ക്ക് അദ്ദേഹം അതിന് മറുപടി തരാൻ സമയം കണ്ടെത്തുകയും അത് വളരെ കൃത്യമായിട്ട് സർവതലസ്പർശിയായിട്ട് അതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞ് അദ്ദേഹം മറുപടി പറയുകയും ചെയ്തു. അപ്പം അതിൽ അദ്ദേഹം പറയുന്ന ഇന്ദ്രൻ വൈദ്യർ എന്നൊക്കെ പറഞ്ഞ അദ്ദേഹം എൻ്റെ ഫാമിലി ഫ്രണ്ട് കൂടിയാണ് എൻ്റെ. അപ്പം ലാലേട്ടൻ പറയുന്ന ആളുകളൊക്കെ അപ്പം വളരെ ലോക്കലായിട്ടുള്ള ആളുകളെ കുറിച്ച് കൂടി അദ്ദേഹം അതിൽ സൂചിപ്പിച്ചിട്ടാണ് പറയുന്നത്. ഒരു മോഹൻലാൽ ആരാധന എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അദ്ദേഹം വീണ്ടും എന്താ പറയുക അത്തരം ഒരു റോൾ ചെയ്യണം എന്നുള്ളത്. എല്ലാം ഇപ്പം ലാലേട്ടനാണെങ്കിലും മമ്മൂക്കയാണെങ്കിലും ഒക്കെ 90s ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളോട് നമുക്ക് വല്ലാത്തൊരു ഇതുണ്ടല്ലോ. അതുപോലെയുള്ള റോളുകൾ ഇനിയും വരണം. പക്ഷേ അവർ പ്രായം ഏറെ ഇനി അതുപോലെയുള്ള റോളുകളൊക്കെ പറ്റില്ലായിരിക്കും. പക്ഷേ ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ളത് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്, അന്നത്തെ കാലത്തെ ആളുകളെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെയും യേശുദാസിൻ്റെയും കാലത്ത് ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കരുതുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ അതുപോലെ ലിബറലൈസേഷന് മുൻപും പിൻപും ജീവിക്കാൻ സാധിച്ചു എന്നുള്ളത്, ഇന്ത്യയുടെ രണ്ട് എക്സ്ട്രീം സമയത്തും ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ള നമ്മുടെ ഒരു വല്ലാത്ത ഭാഗ്യമാണ്. അല്ല, ആ ക്യാരക്ടറിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അതെ അതിനും മറുപടി വന്നു. അദ്ദേഹം ചിരിച്ചുകൊണ്ട് നല്ല പോസിറ്റീവായിട്ട് മറുപടി വന്നു. എനിക്ക് ഭയങ്കര വളരെ ക്ലോസ് ടു മൈ ഹാർട്ട് അതാ സംഭാഷണം അദ്ദേഹത്തിന്റെ. പൊതുവില് അതൊക്കെ കഴിഞ്ഞില്ലേ മോനെ എന്നാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. പക്ഷേ പോസിറ്റീവായിട്ട് അത് രസമുള്ള പരിപാടിയല്ലേ. അതുപോലെ ഈ പാട്ടൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണെന്നുള്ളത് സന്ദീപ് ഇപ്പൊ സംസാരിക്കുമ്പോഴാണ് എനിക്ക് ഈ ടെലിവിഷനിൽ മറ്റേ സിംഹത്തിന് മാത്രമല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ, അല്ലാതെ ലൈറ്റർ പോർഷൻ കാണുന്നില്ലല്ലോ. അത്തരം ഡിസ്കഷനിലും പൊതുവിൽ വരാറില്ല എന്ന് തോന്നുന്നു. ഈ പാട്ട് ഭയങ്കരമായിട്ട് ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ആളാണെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയല്ലേ? ആർക്കാ പാട്ട് ഇഷ്ടമല്ല? പാട്ട് ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ അരസിങ്ങനായി പോവില്ലേ? പാട്ട് ഭയങ്കര ഇഷ്ടമാണ്, കേൾക്കാൻ ഇഷ്ടമാണ്, വല്ലപ്പോഴും പാടാൻ. അത്രയും സുഹൃത്ത് വലയത്തിന്റെ ഉള്ളിലിരിക്കുന്ന സമയത്തൊക്കെ പാട്ടൊക്കെ അത്യാവശ്യം പാടും. അത്തരം പരിപാടികൾ സുഹൃത്തുക്കളുടെ ഇടയിലുള്ള പാട്ട് പാടുന്നത് അതൊക്കെ ഉണ്ട്. പിന്നെ പാട്ട് കേൾക്കാൻ സുഹൃത്തുക്കളെ ക്യാമറയിലില്ല, സുഹൃത്തുക്കളുടെ ഇടയിൽ മാത്രമേ പാടുള്ളൂ. പാട്ട് പാടിപ്പിക്കാറുണ്ട്. പാട്ടുകാർ എന്നെ പരിചയപ്പെട്ടാൽ പിന്നെ അവർക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. കാരണം
അവർ പാടിയിട്ടുള്ള ഏറ്റവും നല്ല പാട്ടുകൾ എനിക്ക് ഓതന്റിക് ആയിട്ടുള്ള ആളുകളിൽ നിന്ന് കേൾക്കണമെന്ന് ഭയങ്കര മധുചേട്ടനെ പരിചയപ്പെട്ടത് പറഞ്ഞല്ലോ, അത് പറയൂ. മധു എനിക്ക് ഇഷ്ടമുള്ള മധു ബാലകൃഷ്ണൻ നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഒരു ദിവസം ഞങ്ങളൊരു കല്യാണ ചടങ്ങിൽ വെച്ചിട്ട് കണ്ടു. അപ്പം എനിക്കൊന്ന് എറണാകുളത്ത് എവിടെ ഒരു കല്യാണത്തിൽ വെച്ച് കണ്ടപ്പം അദ്ദേഹത്തിന് ഫാമിലി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഹായ് സന്ദീപ് കൊണ്ട് സംസാരിച്ച് തിരിച്ച് ഞാൻ മധു സംസാരിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങയുടെ പാട്ടുകൾ വലിയ ഇഷ്ടമാണ്, ഞാൻ അങ്ങയുടെ ഫാനാന്ന് പറഞ്ഞു. അപ്പം എന്നാ പറയാം ഏത് പാട്ടാണ് ഏറ്റവും ഇഷ്ടം? അപ്പൊ പുള്ളി എനിക്ക് ഒന്ന് പുള്ളി എക്സ്പെക്ട് ചെയ്ത് സാധാരണ രാഷ്ട്രീയക്കാരെ പോലെ ഞാൻ തള്ളിയതാണെന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മലയാളത്തിൽ പാടിയതല്ല, തമിഴില് അജിത്തിന്റെ ഒരു പടത്തിൽ പാടിയിട്ടുണ്ട്. അജിത്തും തൃഷയും ഡിങ് ഡോങ് കോവിൽമണി എന്നൊരു പാട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. എനിക്കൊന്ന് അതേ ബീറ്റ്സിൽ മലയാളത്തിലൊരു പാട്ടുണ്ട്. അതേതാണെന്നറിയോ? ഒരു ചിരി കണ്ടാൽ രണ്ട് ബീറ്റ്സ് അല്ലേ? ഞാൻ അതിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ പാട്ട് അപ്പൊ മധുവർഷൻ അപ്പൊ തന്നെ വൈഫിനോട് പറഞ്ഞു സന്ദീപ്ജിക്ക് ഡിങ് ഡോങ് ഭയങ്കര ഇഷ്ടമാണ് അത്ര. അപ്പോൾ അങ്ങനെ ഇപ്പം പല പാട്ടുകാരായിട്ടൊക്കെ അങ്ങനെയൊക്കെ ഇപ്പം നമ്മുടെ വേണുചേട്ടൻ ഒരു പരിചയപ്പെടുന്ന നല്ല ബന്ധമാണ്. ഒരു ദിവസം തൃശ്ശൂർ റൗണ്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വേണുചേട്ടനെ വിളിച്ചു. എനിക്ക് തൂവാനത്തുമ്പികളിലെ ഒന്നാം രാഗം പാടി എന്നുള്ള എനിക്കൊന്ന് കേൾക്കണം. അപ്പോൾ ഫോണിൽ പാടിച്ചു. ഒരു ദിവസം ജയേന്ദ്രൻ രാത്രി വിളിച്ചിട്ട് പറഞ്ഞു നല്ല മഴ, മൊഫ്യൂസിൽ ബസ് സ്റ്റാൻഡ്, KTC ബസ്, മീര ജാസ്മിൻ, എനിക്ക് ആ പാട്ടൊന്ന് കേൾക്കണം. വേറെ ആരെങ്കിലും ആണെങ്കിലും ഞാൻ ചീത്ത വിളിച്ചത് സന്ദീപായതുകൊണ്ട് പാടാം. അത് രാഖിലി തന്നെ അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയ പാട്ടാണ് MJ-യുടെ പാട്ട്. അപ്പൊ അദ്ദേഹം അത് പാട്ട് പാടിത്തന്നു. അങ്ങനെയുള്ള നല്ല രസമുള്ള അനുഭവങ്ങൾ. ഗോപി എന്റെ നല്ല സുഹൃത്താണ്, ഗോപി സുന്ദർ. എന്റെ തെരഞ്ഞെടുപ്പ് ഗാനമൊക്കെ അദ്ദേഹമാണ് സൗജന്യമായിട്ട് എനിക്ക് ചെയ്തു തന്നിട്ടുള്ളത്. അപ്പൊ ഗോപി സുന്ദറിന് ഒരു താങ്ക്സ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകൾ നമുക്ക് അവരൊക്കെ സർഗ പ്രതിഭകളാണല്ലോ. അവരുമായിട്ട് സംസാരിക്കാൻ പറ്റുക, അവരുടെ അടുത്ത് എന്തെങ്കിലും ഒരു 4 വരി കേൾക്കാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ സന്തോഷമാണ്. ഈ ജയചന്ദ്രൻ സാറിന്റെ പ്രത്യേകത എപ്പോൾ എങ്ങനെ നമുക്ക് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അടുപ്പമുള്ളവരോട് ഭയങ്കര ഇതായിട്ട് കാണിക്കുന്ന ഒരു മനുഷ്യനാണ്. നമ്മൾ അവരോട് ഏതെങ്കിലും തരത്തിലൊരു രാഷ്ട്രീയക്കാരെന്നുള്ളതല്ലേ, എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടുകൾ ഇഷ്ടപ്പെടുന്നതാണ്. പിന്നെ എനിക്ക് എൻ്റെ ഫേവറേറ്റായിട്ട് ഞാൻ ദേശീയ ഗാനം പോലെ പാടിയിരുന്ന പറ്റ തമിഴിലത്തെ ഒരു പാട്ട് എനിക്ക് ഭയങ്കര, ഈ ഉദയഗീതം എന്നൊരു സിനിമയല്ലേ, മോഹൻ രേവതി അഭിനയിച്ച് SPB ജാനകി അമ്മയും പാടിയ പാട്ട് പാടുനിലാവേ എന്നൊരു പാട്ട് എൻ്റെ ഭയങ്കര ഫേവറേറ്റ് പാട്ടാണ്. ഒരു ദിവസം സുരേഷ് ഏട്ടൻ ആ പാട്ട് പാടിയിട്ട് എനിക്ക് അയച്ചു തന്നു. സുരേഷ് ഗോപി സുരേഷ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പാട്ട് പാടി അയച്ചു. അദ്ദേഹം ഭംഗിയായി പാടും, അസാധ്യമായി പാടും. അദ്ദേഹം പാടിയിട്ട് എനിക്ക് അയച്ചു തന്നായിരുന്നു. എവളോ ധൈര്യം ഇருக்கு എന്ന് ആരെങ്കിലും ചോദിക്കാറില്ലല്ലേ? കാരണം നമ്മൾ പറയുമ്പോൾ തന്നെ അത് അവർ ചെയ്യുന്നില്ലേ? എനിക്ക് കിട്ടിയ വലിയ ഭാഗ്യം. അപ്പം ഇവരൊക്കെ ആയിട്ട് ഇപ്പം മമ്മൂക്കയായിട്ട് അദ്ദേഹമൊക്കെ വളരെ സ്നേഹത്തോടെ പെരുമാറാറുണ്ട്. അപ്പം അതൊരു വലിയ ഭാഗ്യമാണ്. ഇപ്പം ദുബായിൽ പോയിട്ട് റെസ്റ്റോറൻറ്റിൽ ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം മൊബൈലിൽ മമ്മൂക്കയുടെ മെസ്സേജ്, സംസമിലെ മന്തി എങ്ങനെയുണ്ടെന്ന്. അപ്പം ആ ഹോട്ടലിൽ നിന്ന് അപ്പം മമ്മൂക്കയ്ക്ക് ആരോ പാഴ്സൽ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞിട്ട് സന്ദീപ് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി അപ്പം ഇമ്മീഡിയറ്റ്ലി മെസ്സേജ്. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് വലിയ ഭാഗ്യമാണ്. നമ്മളൊക്കെ ഒരുപാട് ആരാധിക്കുന്ന വലിയ മനുഷ്യരാണ്. അവരുടെയൊക്കെ ഒരു സ്നേഹം കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമായിട്ട് കരുതുക. കൈതപ്പുറം സാറിനെ കണ്ടപ്പോൾ അതേപോലെ ഒരു കൈതപ്പുറം സാറിനെ ഒരു ചടങ്ങിൽ വെച്ച് ഇനി സുരേഷേട്ടൻ്റെ മോളുടെ കല്യാണത്തിന് നമുക്ക് പരിചയപ്പെട്ടു. അദ്ദേഹത്തിന് അപ്പം എനിക്കറിയില്ലായിരുന്നു കൈതപ്പുറം സാറിന് എന്നെ അറിയുന്നുള്ളത്. സന്ദീപിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞ അവിടെ സംസാരിച്ചു. ഒറ്റ തവണ കണ്ടിട്ടുള്ളൂ. പ്രത്യേകിച്ച് ഹിസൈനസ് അബ്ദുള്ളയിലത്തൊക്കെ അദ്ദേഹത്തിന്റെ പ്രകടനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര ഇഷ്ടമുള്ള എഴുത്തുകാരനും കവി പാട്ടുകാരനും എന്ന നിലയ്ക്ക് അദ്ദേഹം തിരുമേനി അസാധ്യമായിട്ടുള്ളൊരു പ്രതിഭയാണ്. പൊളിറ്റിക്സ് ഒക്കെ അവരൊക്കെ ശ്രദ്ധിക്കുന്നില്ല എന്നായിരിക്കും നമ്മൾ വിചാരിക്കുന്നത്, പക്ഷെ അവരെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. അവർ ശ്രദ്ധിക്കുന്നുണ്ട്. ധാരാളം പാട്ടുകാരും ഒക്കെ ശ്രദ്ധിക്കുന്നതാണ്. ചിലർക്ക് രാഷ്ട്രീയം ശ്രദ്ധിക്കാത്തവരായിട്ട് കുറച്ച് പേരുണ്ടാവാം, ചില ആളുകൾക്കൊന്നും ചിലപ്പോൾ അറിയണ്ടാവില്ല. പക്ഷെ അങ്ങനെയുള്ള ലെജൻസ് ആയിട്ടുള്ള ആളുകളൊക്കെ പലരും രാഷ്ട്രീയം ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ അവരൊരു രാഷ്ട്രീയ ഇത് വെച്ചിട്ടൊന്നുമല്ല നമ്മൾ പെരുമാറാറുള്ളത്. വ്യക്തിപരമായിട്ടൊരു സ്നേഹം എല്ലാവരും കിട്ടാറ്. ഈ പൊളിറ്റിക്സ് എന്ന് പറയുന്ന വാക്ക് നമ്മൾ പലപ്പോഴും ട്രോളാൻ വേണ്ടിയിട്ട് പൊളിറ്റിക്സ് എന്നൊക്കെ പറയാറുണ്ട്. അത് ഒരു ഇലക്ട്രോറൽ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ പൊളിറ്റിക്സ് ഒക്കെ ഉപയോഗിക്കുന്നത്. പക്ഷേ യങ്സ്റ്റേഴ്സ് ചിലപ്പോഴൊക്കെ ഈ പൊളിറ്റിക്സ് ഞങ്ങൾക്കില്ല എന്ന് പറയുന്നത് തന്നെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് മനസ്സിലാക്കാതെ ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഈ യങ്സ്റ്റേഴ്സുമായിട്ട് അടുത്ത് നിന്ന് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നത് സന്ദീപ് അങ്ങനെ ഹാൻഡിൽ ചെയ്ത് പരിചയമുള്ള ഒരാളാണ്. അപ്പോൾ ഈ ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികളുടെ പൊളിറ്റിക്സിലേക്കുള്ള വരവ്, അവരുടെ ആ കക്ഷി രാഷ്ട്രീയത്തിലേക്കുള്ള വരവ് എങ്ങനെയാണെന്നാണ്, അതെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്?
ഒരു ഘട്ടത്തിൽ കരുതിയിരുന്നത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് രാഷ്ട്രീയ താല്പര്യമില്ല, രാഷ്ട്രീയ ബോധം അങ്ങനെയൊക്കെ കരുതിയിരുന്നതാണ്. പക്ഷേ എൻ്റെ മകനിൽ നിന്നാണ് എനിക്ക് ചില തിരിച്ചറിവുണ്ട്. എൻ്റെ മകൻ ഒരു ഘട്ടത്തിൽ എനിക്ക് വന്നത് ഉക്രൈൻ റഷ്യ വാറിനെ കുറിച്ച് എന്നിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് നിലപാട് സ്വീകരിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ചെറിയ കുട്ടിയാണ് അവൻ, എങ്ങനെ ഇതിനെക്കുറിച്ച് അവൻ്റെ അഭിപ്രായ രൂപീകരണം ഉണ്ടായി. പിന്നീട് ഞാൻ ചില സോഷ്യൽ മീഡിയ ഇതിൽ അവൻ്റെ ചില കമൻറ്റ്സ്, ഇംഗ്ലീഷ് ചില പിന്നെ ന്യൂസ് പോർട്ടലുകളിൽ അവൻ പോയി കമൻറ്റ് ചെയ്തിട്ട് അവന് ഭയങ്കര ലൈക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോഴത്തെ കുട്ടികൾ ഇതെല്ലാം വാച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഡെവലപ്മെൻറ്റ് എൻ്റെ മോൻ ചെയ്തൊരു കാര്യം, ഞാൻ ഒട്ടും പറഞ്ഞിട്ടല്ല, അവൻ എൻ്റെ പൊളിറ്റിക്സ് ഫോളോ ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ അങ്ങനൊരു കാര്യങ്ങൾ ചിന്തിക്കുന്ന ഒരാളൊന്നുമല്ല. അവൻ രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട പ്രസ് മീറ്റ് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റാറ്റസ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കി ഇവരെല്ലാം ഫോളോ ചെയ്യുന്നുണ്ട്, കുട്ടികൾ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മുടെ യാഥാസ്ഥിക രാഷ്ട്രീയത്തോട് എത്രത്തോളം അതുമായി പൊരുത്തപ്പെടാൻ കഴിയുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ന്യൂ ജനറേഷൻ പൊളിറ്റിക്സാണ്, പുതിയ കാലത്തിൻ്റെ പുതിയ രാഷ്ട്രീയമായിരിക്കും, പുതിയ രീതിയിൽ. കേരളത്തിൻ്റെ ഒരു സാമൂഹിക സാഹചര്യം, കേരളത്തിൻ്റെ പരിപ്രേക്ഷ്യത്തിൽ പറയുമ്പോൾ കേരളത്തിൻ്റെ സാമൂഹിക സാഹചര്യം രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു ക്വാളിറ്റി ആളുകളുടെ വരവ് സംബന്ധിച്ച് ഒരു വലിയ ചോദ്യചിഹ്നമാണ്. കാരണം ഒരു ബ്രെയിൻ ഡ്രെയിൻ കേരളത്തിൽ സംഭവിക്കുന്നുണ്ട്, ഒരു മസ്തിഷ്ക ചോരണം സംഭവിക്കുന്നുണ്ട്. കേരളത്തിൽ നിന്ന് ആളുകൾ വ്യാപകമായിട്ട് ഇവിടുന്ന് ഒരു മൈഗ്രേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുക. മലയാളികൾ താമസിക്കാത്ത നാടായിട്ട് കേരളം മാറുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനം രാഷ്ട്രീയ രംഗത്തും ഉണ്ടാവും. ഇപ്പം യുവജന സംഘടനകളിലേക്ക് എവിടെയാണ് ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്? വിദ്യാർത്ഥി സംഘടനകളാണ്. അപ്പം കേരളത്തിൽ പിന്നെ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ, പ്രത്യേകിച്ച് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ 60% ഡിഗ്രി സീറ്റുകൾ വേക്കൻ്റാണ്. പണ്ട് കാലത്ത് ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി രാഷ്ട്രീയക്കാരൻ്റെ റെക്കമെൻഡേഷന് വേണ്ടി കാത്തിരുന്ന കാലത്തുനിന്ന് ഇന്നിപ്പോൾ കേരളത്തിൽ ആരും പഠിക്കാൻ തയ്യാറാവുന്നില്ല. 60% ഡിഗ്രി സീറ്റുകൾ വേക്കൻ്റാണ്. കേരളത്തിലെ രാഷ്ട്രീയത്തിൻ്റെ പാഠശാലയായിരുന്നു ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ. അവിടെയാണ് ഈ വേക്കൻ്റായി കിടക്കുന്ന സീറ്റുകൾ. അതിൻ്റെ അർത്ഥം സ്വാഭാവികമായിട്ടും അത്തരത്തിൽ ഈ ഒരു പൊളിറ്റിക്കൽ റിക്രൂട്ട്മെൻറ്റ് നടന്നിരുന്ന ഇടങ്ങൾ ഇന്ന് കുറഞ്ഞു വരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കേരളത്തിൽ നിന്ന് സംഭവിക്കുന്ന മൈഗ്രേഷൻ, വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക്, അല്ലെങ്കിൽ യുവാക്കളുടെ കേരളം വിട്ടുള്ള പലായനം, ഇത് കേരളത്തിലെ രാഷ്ട്രീയത്തിലും തീർച്ചയായിട്ടും സ്വാധീനിക്കും. ക്വാളിറ്റിയുള്ള ആളുകളുടെ വരവ് കുറയ്ക്കും. അത് ഒരു സാമൂഹിക പ്രശ്നമാണ്. അത് അതിനെ ആ രീതിയിൽ അഡ്രസ്സ് ചെയ്യണം. ഈ ബീഫ് വിഷയത്തിൻ്റെ കാര്യം സംസാരിക്കുന്ന സമയത്ത് ഈ ഭക്ഷണത്തെ മതവുമായിട്ട് കൂട്ടിക്കെട്ടുക, ഇത് ഇപ്പോഴും സംസാരിക്കേണ്ടി വരുന്നതിൽ എനിക്കൊരു ബുദ്ധിമുട്ട് തന്നെയുണ്ട്. കാരണം ഇത്തരം കാര്യങ്ങളല്ലല്ലോ സത്യത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. അത് ഒരു പോളറൈസേഷൻ രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യമായിട്ട് വരുവാണ്. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ദുസ്ഥിതി ഉണ്ടല്ലോ, അത് ഇനിയെങ്കിലും മാറേണ്ടതില്ലേ? തീർച്ചയായിട്ടും. നമ്മളൊരു ഇപ്പം 2025 നമ്മൾ രാജ്യം ഒട്ടേറെ ഒരു മെച്യൂർഡ് ഡെമോക്രസി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഘട്ടത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട വിഷയങ്ങൾ ഇതൊക്കെയാണോ എന്ന് സംബന്ധിച്ച് എനിക്ക് സംശയമുണ്ട്. ഈ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി ഇളക്കി വിട്ട് ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുന്ന BJPയുടെ പൊളിറ്റിക്സ്, അത് നാടിനൊട്ടും ഗുണകരമല്ല. ഇപ്പോൾ അങ്ങനെ തന്നെ സൂചിപ്പിച്ച പോലെ ഭക്ഷണ വിവാദം, BJPക്ക് ഈ കാര്യം ഗോവയിലോ നോർത്ത് ഈസ്റ്റിലോ പറയാൻ പറ്റുമോ? കേരളത്തിൽ പറയാൻ പറ്റുമോ? പറ്റില്ലല്ലോ. ഇവിടെ ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചോളാനല്ലേ BJP നേതാക്കന്മാർ പറയുന്നത്. അവരെല്ലാവരും രഹസ്യമായിട്ട് ഇത് കഴിക്കുന്നതാണെന്നുള്ള വേറെ കാര്യം. ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ നാട്ടിൽ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അപ്പം ഗോവയിലും നോർത്ത് ഈസ്റ്റിലും കേരളത്തിലും ഒരു പൊളിറ്റിക്സും അതിനപ്പുറത്ത് വേറൊരു പൊളിറ്റിക്സും. അപ്പം അതൊരു സൗകര്യത്തിനനുസരിച്ചുള്ള പൊളിറ്റിക്സാണ്. പ്രത്യേകിച്ച് ആ വിഷയത്തോട് ഒരു ആത്മാർത്ഥത ഇല്ല എന്ന് അതോടുകൂടി ബോധ്യപ്പെടുമല്ലോ. പൊതുവെ രാജ്യത്ത് അത്തരത്തിലുള്ള രാഷ്ട്രീയം ഭക്ഷണത്തിൻ്റെ പേരിൽ, വസ്ത്രത്തിൻ്റെ പേരിൽ ഒക്കെ ഉയർത്തിവിടുന്ന ധ്രുവീകരണ രാഷ്ട്രീയത്തോട് എനിക്ക് ഒട്ടും യോജിക്കാൻ കഴിയുന്നില്ല. പ്രത്യേകിച്ച് ഭാഷയുടെ പേരിൽ വല്ലാത്ത ഒരു സിറ്റുവേഷൻ BJP, അത് പ്രത്യേകിച്ച് BJPയുടെ നോർത്ത് ഇന്ത്യൻ ലീഡർഷിപ്പ് അത് ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. അത് രാജ്യത്ത് വല്ലാത്ത അപകടമുണ്ടാകും. ഇത് അടിച്ചേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ, ഗുജറാത്തിൽ പോയിട്ട് നാളെ മുതൽ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ചാൽ മതി, ഇംഗ്ലീഷ് പഠിക്കണമെന്ന് നിർബന്ധിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്വാഭാവികമായിട്ടും അവർ പ്രതിഷേധിക്കില്ലേ? അല്ലെങ്കിൽ മറ്റൊരു സംസ്ഥാനത്ത് പോയി കഴിഞ്ഞിട്ട് അതേ കാര്യമല്ല ഇപ്പോൾ ഇവിടെ വന്നിട്ട് നിങ്ങൾ ഹിന്ദി പഠിക്കണം എന്ന് തമിഴ്നാട്ടിൽ വന്ന് നിർബന്ധിക്കുമ്പോൾ അതിനോട് നിർബന്ധിക്കുന്നതാണ് പ്രശ്നം. അത്തരത്തിലുള്ള നിർബന്ധങ്ങളും അതല്ലെങ്കിൽ സാംസ്കാരിക അധിനിവേശം നടത്താനുള്ള ശ്രമങ്ങളും ഒക്കെ സ്വാഭാവിക ചെറുത്തുനിൽപ്പുണ്ടാവും. അത് നാട്ടിലെ ഭിന്നിപ്പുണ്ടാക്കും. ഈ രാജ്യത്തിൻ്റെ പ്ലൂറലിസത്തെ, ബഹുസ്വരതയെ അത് ഈ രാജ്യത്തിൻ്റെ സൗന്ദര്യമായി കണ്ട് അംഗീകരിക്കുകയാണ് വേണ്ടത്. അത് ഈ ബഹുസ്വരത, പ്ലൂറലിസം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ദൗർബല്യമല്ല, അത് ഇന്ത്യയുടെ കരുത്താണ് എന്ന് BJP തിരിച്ചറിയണം. ആ ബഹുസ്വരതയെ ഇല്ലാതാക്കി ഏകശിലാത്മകമായിട്ടുള്ള ഒരു രാഷ്ട്രത്തെ കെട്ടിപ്പടുക്കാനുള്ള സംഘപരിവാറിൻ്റെ ഏതൊരു പരിശ്രമവും ചെറുത്തു തോൽപ്പിക്കപ്പെടേണ്ടതാണ്.
BJP-യിൽ ഒരു പീക്കിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു പ്രവർത്തകനാണ്. അവിടെ നിന്നിട്ട് ഈ കോൺഗ്രസ്സിലേക്ക് വരുമ്പോൾ ഇവിടെ ഇനിയും തെളിയിക്കണം. കാരണം ഉള്ളിൽ നിന്ന് സംഘടനാ പ്രവർത്തനം എങ്ങനെയാണ് സന്ദീപ് ചെയ്തിരുന്നതെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും, അറിയാൻ പറ്റും. എങ്കിലും ഒരു സംഘടനയ്ക്ക് ഉള്ളിലേക്ക് വരുമ്പോൾ മറ്റേ സംഘടനയിൽ ഞാൻ പ്രവർത്തിച്ചിരുന്നു എന്ന് പറയുന്നതിൽ കാര്യമില്ല. ഇവിടെ അതെങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്ന് കാണിക്കും. അപ്പോൾ അവിടെ പീക്കിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആൾക്കൊരു സമാധാനം കിട്ടേണ്ട ഒരു സ്പേസിൽ വരേണ്ടടുത്ത് വീണ്ടും അധിക ജോലിയാണ് ഇപ്പോൾ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഇവിടെയും തെളിയിക്കേണ്ടതുണ്ട്. അപ്പോൾ അത്രയും ഹാർഡ് വർക്കിംഗ് ആയിട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. എങ്ങനെയാണ് ആ ജോലി മുന്നോട്ട് പോകുന്നത്? വാസ്തവത്തിൽ നന്നായി ജോലി ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അവിടെ ജോലി ചെയ്യാൻ അവസരം ഉണ്ടായിരുന്നില്ല. അത് നമ്മളിപ്പോൾ ഇപ്പം ഏറ്റവും നല്ല ഫോമിലുള്ള ബാറ്റ്സ്മാൻ പാഡ് കെട്ടി കാത്തിരിക്കേണ്ട അവസ്ഥയിലായിരുന്നു. നിങ്ങൾ ബാറ്റ് ചെയ്യാൻ അനുവദിക്കുന്നത് എന്ത് ചെയ്യും? നല്ല ഫോമിലുണ്ടായിരുന്നപ്പോഴും ബാറ്റ് ചെയ്യാൻ അനുവദിക്കാത്ത ഒരു പ്ലെയർ ആയിരുന്നു ഞാൻ. ഇപ്പോൾ എനിക്ക് ഇഷ്ടംപോലെ അവസരങ്ങളുണ്ട്, അപ്പം ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്, ഇഷ്ടംപോലെ നമ്മളെ അംഗീകരിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. കേരളത്തിലെ മുഴുവൻ പൊതുസമൂഹത്തിൽ നിന്നുള്ളൊരു അംഗീകാരം കിട്ടിയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് ഇത്ര കാലം നിൽക്കാമെന്നോ ഏതെങ്കിലും പദവിയിലെത്തണമെന്നോ ഒരു ആഗ്രഹം എനിക്കില്ല. ഒരു പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞ് മതിയാക്കാം എന്നൊരു തോന്നലുണ്ടായാൽ, എന്നെക്കൊണ്ട് പ്രത്യേകിച്ച് നാടിനൊന്നും ചെയ്യാനില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ, നാടിന് ഗുണമില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാനൊരു പക്ഷേ നിർത്താം. അപ്പോൾ എന്നെ തന്നെ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന സ്ഥലത്തെത്തണമോ അങ്ങനെയുള്ള ലക്ഷ്യങ്ങൾ വെച്ച് പ്രവർത്തിക്കുന്ന ഒരാളല്ല. കർമ്മങ്ങൾ ചെയ്യുക, നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക, അതിനിടയിൽ വരുന്ന കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് വരേണ്ടതാണ്. ഓർഗാനിക് ആയിട്ടുള്ളൊരു വളർച്ച മാത്രമേ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിൽ പോലും ഇന്നേ വരെ അത് പേയ്മെൻറ്റ് കൊടുത്തുകൊണ്ട് അതിനെ കൂടുതൽ ആളുകളെ അതിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യം ചെയ്തിട്ടില്ല, ഓർഗാനിക്കായിട്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ സോഷ്യൽ മീഡിയയിൽ എൻ്റെ ഫോളോവേഴ്സ് എനിക്ക് തോന്നുന്നത് എല്ലാവരും ജെന്യുവിൻ ഫോളോവേഴ്സ് ആയിരിക്കും. ആരെങ്കിലും ഫേക്ക് ഐ ഡി ഉണ്ടാക്കി ഫോളോ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ജെന്യുവിൻ ഫോളോവേഴ്സ് മാത്രമേ അതിലുണ്ടാവും. ശരിക്കും മാധ്യമങ്ങളിൽ പോകുമ്പോൾ എനിക്ക് അഭിലാഷിൻ്റെ ഒരു സമീപനം ഇഷ്ടമാണ്. പലപ്പോഴും പോസിറ്റീവായിട്ട് ആൾക്കാർക്ക് സംസാരിക്കാനുള്ള സമയം കൊടുക്കും, എന്നാൽ ഇടപെടേണ്ട ചില സ്ഥലങ്ങളിൽ ടെലിവിഷൻ്റെ ആ ഒരു ഫോർമാറ്റിനനുസരിച്ച് അയാൾ നിൽക്കുന്നുണ്ട്. കുറച്ച് മാന്യനായിട്ടുള്ളൊരു അവതാരകൻ എന്നുള്ള അർത്ഥത്തിൽ എനിക്കിഷ്ടമാണ്. എന്ന് പറയും പോലെ ആൾക്കാരുടെ സമീപനത്തിൽ നമുക്ക് സംസാരിക്കാനുള്ള സ്പേസ്, പിന്നെ ഇത് സ്വിച്ച് ചെയ്യുന്നത് ഒക്കെ അവരുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് പലപ്പോഴും ചിലപ്പോൾ നീരസം തോന്നും, നമുക്ക് ചിലപ്പോൾ ഇറങ്ങി പോവേണ്ടി വരും, ഇങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ എങ്കിലും പൊതുവിൽ അങ്ങനെയുള്ളവരിൽ കൈകാര്യം ചെയ്യുന്നവരിൽ മലയാളത്തിലെ മാധ്യമ പ്രവർത്തകർ ആരെയൊക്കെയാണ് ഇഷ്ടം? അത് ഈ അങ്ങനെ ഒരാളെ പറഞ്ഞ വേറെ. പക്ഷെ ഞാൻ പറഞ്ഞ അഭിലാഷ് വളരെ നന്നായിട്ട് വായിക്കുന്ന, നല്ല ആഴത്തിൽ വായനയുള്ള, കാര്യങ്ങളെക്കുറിച്ച് നല്ല ബോധ്യമുള്ള നല്ലൊരു അവതാരകനാണ്. മലയാളത്തിൽ ഏറ്റവും നന്നായിട്ട് അവതരിപ്പിക്കുന്ന ഒരാൾ തന്നെയാണ് അഭിലാഷ്. വ്യക്തിപരമായിട്ടൊരു കാര്യം പറഞ്ഞാൽ, ഞാൻ അഭിലാഷും തമ്മിലൊരു ചർച്ചയിൽ എൻ്റെ ഭാഗത്തുനിന്ന് മോശമായിട്ട് സമീപനം ഉണ്ടായി. ഞാൻ അദ്ദേഹത്തെ ഫാമിലിയും ആയിട്ട് ബന്ധപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ തന്നെയായിരുന്നു ഞാൻ പറഞ്ഞു. പിന്നീട് അത് ഞാൻ പറയേണ്ടിയിരുന്നില്ല എന്ന് എനിക്കിന്നെ തോന്നി. ഞാൻ അദ്ദേഹത്തോട് തന്നെ അത് സംബന്ധിച്ച് എൻ്റെ ഖേദപ്രകടനം വ്യക്തിപരമായി നടത്തിയിട്ടുണ്ട്. നല്ല മനുഷ്യനാണ്. അപ്പം അതുപോലെ തന്നെ ഇപ്പം ഹാഷ്മി ആണെങ്കിലും മാധു, എല്ലാവരുമായിട്ട് നല്ല ബന്ധമാണ്. അയ്യപ്പദാസ്, ഇപ്പം അങ്ങനെ ഒരാളുടെ പേര് പറയാൻ പ്രയാസമാണ്. എല്ലാവരുമായിട്ടും നല്ല ബന്ധമാണ്. കറകളഞ്ഞ പ്രൊഫഷണൽസാണ്. അതപ്പം അവരെല്ലാം ഇഷ്ടമാണ്. അപ്പോൾ അവരിപ്പം ജോൺ ബ്രിട്ടാസ്, അദ്ദേഹം രാജ്യസഭ MP ആയി. അദ്ദേഹം മാധ്യമപ്രവർത്തനം എന്ന നിലയ്ക്ക് അദ്ദേഹവുമായിട്ട് വലിയ എന്താ പറയുക, നമ്മളിൽ നിന്ന് കാര്യങ്ങൾ എടുക്കാനുള്ള ഒരു കഴിവുണ്ടല്ലോ ഒരു മാധ്യമം, നന്നായിട്ടുള്ള ഒരാളാണ് ബ്രിട്ടാസ്. പിന്നെ ബ്രിട്ടാസിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, അദ്ദേഹം ദേശാഭിമാനിയുടെ ഡൽഹിയിലൊക്കെ എനിക്ക് തോന്നുന്നത് അയോധ്യ സംഭവമൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പം ആ 90കൾ മുതൽക്ക് അവിടെ നിന്നിട്ടുള്ള ഒരു വല്ലാത്ത ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിൻ്റെ മാധ്യമപ്രവർത്തനമാണ് പറയുന്നത്. സൗമ്യനാണെങ്കിലും ഗോപികൃഷ്ണൻ, അജിംസും നമ്മുടെ മീഡിയ വണിൽ അജിംസ് ഉണ്ട്. അജിംസ് ദീർഘകാലമായിട്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എൻ്റെ സുഹൃത്തായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാവരുമായിട്ടും നല്ല പേര് വിട്ടുപോയിട്ടുള്ളവർ ക്ഷമിക്കുക, ഓർമ്മ വരാൻ. അല്ല, അതല്ല, അതിപ്പോൾ എല്ലാവരും ആയിട്ടും ഞാൻ അങ്ങനെ വ്യക്തിപരമായിട്ട് ആരോടും ഒരു വിരോധം സൂക്ഷിക്കുന്ന ഒരാളല്ല. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഞാനത് വിളിച്ച് ചർച്ചകൾക്കുള്ളിൽ തന്നെ എൻ്റെ ഭാഗത്തുനിന്ന് ഒരു പരാമർശം മോശമായി സംഭവിച്ചു പോയി എനിക്ക് ബോധ്യപ്പെട്ടാൽ അത് തിരുത്താനോ ക്ഷമ പറയാനോ എനിക്കൊരു മടിയില്ല. ഇപ്പോൾ ഏറ്റവും മിനിഞ്ഞാന്ന് മാതൃഭൂമി നടന്ന ചർച്ചയിൽ സംസാരിച്ച് വന്നതിനിടയ്ക്ക് ഒരു സ്ലിപ്പ് ഓഫ് ടങ് സംഭവിച്ചു. ഞാൻ CPIയെ പറഞ്ഞതാണ്, പക്ഷേ അത് ബിനോയ് വിശ്വത്തെ വ്യക്തിപരമായി പറയുന്ന രീതിയിലായിപ്പോയി. അത് കേൾക്കുന്നത് തെറ്റിദ്ധരിക്കും. ഞാൻ ഇമ്മീഡിയറ്റ്ലി അത് അത് ശ്രദ്ധയപ്പെടുത്തി. ഞാൻ അപ്പോൾ തന്നെ അത് പിൻവലിച്ചു, തിരുത്തി. അതിനുശേഷം ഞാൻ ബിനോയ് വിശ്വം സാറിന് പേഴ്സണലി മെസ്സേജ് അയച്ചു. ഇങ്ങനെ ചർച്ചയിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, എനിക്കതിൽ ഖേദമുണ്ട്, അതിനോട് നേരിട്ട് വിളിച്ച് ക്ഷമ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം തിരക്കിലായിരുന്നുകൊണ്ട് ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വോയിസ് മെസ്സേജ് ആയിട്ട് അയച്ചു.
CPIയുടെ പാലക്കാട് ജില്ലാ സെക്രട്ടറി ആയിരുന്നു എൻ്റെ സുഹൃത്തും എൻ്റെ നാട്ടുകാരനായിട്ടുള്ള സുരേഷ് രാജിനോട് പറഞ്ഞ് ഏൽപ്പിക്കുകയും ചെയ്തു, അതൊന്ന് പറയണം എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അതുപോലെ ചാനൽ ചർച്ചകളിലൊക്കെ ഞാൻ പരമാവധി സംയമനം പാലിക്കുകയും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ കുറയ്ക്കണം എന്നും ആഗ്രഹിക്കുന്ന ഒരാളാണ്. ചാനൽ ചർച്ചയുടെ നിലവാരം കാത്തു സൂക്ഷിക്കണം ആഗ്രഹിക്കുന്ന ഒരാളാണ്. പലപ്പോഴും എൻ്റെ കയ്യിൽ നിന്ന് അബദ്ധം സംഭവിച്ചാൽ അത് തിരുത്താൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. മനുഷ്യനല്ലേ, സംഭവിച്ചു പോകും. എങ്കിലും ഈ അഗ്രസീവ്നെസ് പലപ്പോഴും ആ 1 അവറിൻ്റെ ഒരു പ്രത്യേകതയാണ്. 1 അവറിലേക്ക് ഇത് ഒതുക്കുന്നതും അതിന് റേറ്റിംഗ് നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പം ഈ 2 ചാനലുകാരും ഒരേ സമയം വിളിക്കും. ചിലപ്പോൾ അത് മാനേജ് ചെയ്യുന്ന റെക്കോർഡ് ചെയ്തെടുക്കുകയൊക്കെ ചെയ്യും. പക്ഷേ എങ്കിലും മാനസികമായിട്ട് നമുക്ക് ചിലപ്പോൾ ഒരാൾ വിളിക്കുമ്പോൾ വേറെ ആളിനെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ മനസ്സിനകത്ത് പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കണം. അപ്പം നമ്മൾ എന്തായിരിക്കും അത് പരിഗണിക്കുക? ട്രേഡ് സീക്രട്ടാണ് പറയാൻ പാടില്ല. അതിട്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ 24-ന്റെ ഓണപ്പരിപാടി ഉണ്ടായിരുന്നു, മറൈൻ ഡ്രൈവിൽ ഷൂട്ട് ചെയ്തു. അപ്പോൾ അതിൽ ഹാഷ്മി കാണിക്കുന്ന നമ്പറുണ്ട്. ഹാഷ്മി വിളിച്ചിട്ട് പിന്നെ സന്ദീപ് ഈ ചർച്ചയ്ക്ക് സന്ദീപ് നിർബന്ധമായി സന്ദീപിനെ കിട്ടിയേ പറ്റും, സന്ദീപ് തന്നെ വേണം ചർച്ചയ്ക്ക്. അപ്പോൾ എനിക്കൊന്ന് ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുകൊണ്ടാണ് എന്നെ വിളിക്കുന്നത്. ശരി, ഇപ്പം ഞാൻ ഈ വിഷയത്തിൽ ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടി ചോദിച്ചിട്ട് വിളിക്കും. എന്നെ വിളിച്ചിരുന്നു, പക്ഷെ എനിക്ക് സമയമില്ലെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അന്നായി എന്ത് നമ്പറാന്ന് ആലോചിച്ചു, രാഷ്ട്രീയക്കാരേക്കാൾ വലിയ നമ്പർ. ചില സമയം അങ്ങനെയൊക്കെ സംഭവിക്കും. ഈ ആ പ്രൈം ടൈമിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഈ പ്രൈം ടൈം പലപ്പോഴും ഇപ്പോൾ റിപ്പബ്ലിക്കിൻ്റെ പ്രൈം ടൈമിനെ കുറിച്ച് ഒരുപാട് വിമർശനമുള്ളതാണ്. അപ്പം അത്തരത്തിലുള്ള ഈ സംസാരിക്കാൻ സ്പേസ് കൊടുക്കാതെ സംസാരിക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ പലപ്പോഴും നാഷണൽ മീഡിയാസിലൊക്കെയുള്ള അങ്ങോട്ട് കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, എന്നിട്ട് അത് സ്വിച്ച് ചെയ്യുക, അടുത്ത ആളിലേക്ക് സ്വിച്ച് ചെയ്യുക. നമുക്ക് തോന്നും എന്തിനാണ് ഇവർ പോയിട്ട് ഇത്രയും സഹിച്ചിരിക്കണമെന്ന് തോന്നിപ്പോവില്ലേ? അത്തരം ഒരു അത്തരം അർണബ് ഗോസ്വാമിയുടെ നമ്മൾ കാണേണ്ട 2 ഇൻ്റർവ്യൂസ് ഉണ്ട്. അർണബ് ഗോസ്വാമിയുടെ ഈ അഹങ്കാരത്തിന് ധാർഷ്ട്യത്തിന് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ തിരിച്ചടി കിട്ടിയ 2 ഇൻ്റർവ്യൂസ് ഒരൊറ്റ വ്യക്തിയുടെയാണ്. ഒരു പക്ഷേ രാഷ്ട്രീയമായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലായിരിക്കാം. അത് രാജ് ഠാക്കറെയുമായിട്ടുള്ള ഇൻ്റർവ്യൂ ആണ്. TRPക്ക് വേണ്ടി രാജ് ഠാക്കറെയുമായി 2 ഇൻ്റർവ്യൂ നടത്തിയ 2 ഇൻ്റർവ്യൂവിലും ദയനീയമായി അർണബ് പരാജയപ്പെട്ടു പോയി. അതൊന്ന് കണ്ടാൽ മതി. 2 എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു ജേർണലിസ്റ്റാണ് കരൺ താപ്പർ. പക്ഷെ കരൺ താപ്പറിന് ഏറ്റവും വലിയ തിരിച്ചടി കിട്ടിയൊരു ഇൻ്റർവ്യൂ ഉണ്ട്, ജയലളിതയുമായി നടത്തിയത്. കരൺ താപ്പർ ജയലളിത ഇൻ്റർവ്യൂ ഞാൻ കണ്ടത്. അതെ. അപ്പം ഞാനിതൊക്കെ ഫോളോ ചെയ്തു. അപ്പം ഈ കരൺ താപ്പറാണെങ്കിൽ രജി സർദേശായി അതുപോലെയുള്ള അവരൊക്കെ ഇപ്പോഴും കുറച്ചും കൂടി കാര്യങ്ങളെ കൂളായിട്ടാണ് കഴിഞ്ഞത്. പക്ഷെ അർണബ് കുറച്ചും കൂടി വളരെ എക്സ്ട്രീം ലെവലിലാണ് അദ്ദേഹത്തിൻ്റെ സംഭാഷണവും പിന്നെ അജണ്ട വെച്ചുകൊണ്ട്. ഇപ്പം കൃത്യമായിട്ട് അറിയാം അദ്ദേഹത്തിൻ്റെ നയം എന്താണ്, അജണ്ട എന്താണ് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ അത്തരം മാധ്യമപ്രവർത്തനം അത് ശരിയാണോ എന്നുള്ളത് സംബന്ധിച്ച് എനിക്ക് തോന്നുന്നില്ല ജനങ്ങൾ അതിനോട് ഇപ്പം അത് ഒരു വിരക്തി വന്നിട്ടുണ്ട് പൊതുവെ എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്തരം ചർച്ചകൾ കാണുന്ന ആളുകളുടെ എണ്ണവും കുറഞ്ഞിട്ടുണ്ട്, പഴയതുപോലെ കാണുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞ പോലെ 40+ വസന്തങ്ങളാണ് ഇപ്പോൾ അധികം ചർച്ചകൾ കാണുന്നത്. താഴത്തുള്ള കുട്ടികൾക്കൊന്നും ഇതിൽ താല്പര്യമില്ല. പക്ഷേ ഈ നാഷണൽ മീഡിയാസിൻ്റെ പോക്ക് ഇപ്പോൾ സർക്കാരിനൊപ്പം നിൽക്കുക എന്ന് പറയുന്നൊരു പോക്കിലേക്ക് മാറിയിട്ടുണ്ട്. അത് ഒരിക്കലും പ്രതിപക്ഷത്ത് നിലയുറപ്പിക്കാൻ മാധ്യമങ്ങൾ എപ്പോഴും പ്രതിപക്ഷ സ്വഭാവം ഉള്ളതായിരിക്കണം. ഡെമോക്രസിയുടെ 4th പില്ലർ എന്നൊക്കെ വിളിക്കുമ്പോൾ മാധ്യമങ്ങളുടെ ധർമ്മം എന്താ? മാധ്യമങ്ങളുടെ ധർമ്മം ഗവൺമെൻറ്റിനെ സുഖിപ്പിക്കുക എന്നുള്ളതല്ല. ഒരു പ്രതിപക്ഷം ചെയ്യാത്ത കാര്യങ്ങൾ കൂടി ചെയ്യേണ്ടത് മാധ്യമങ്ങളുടെ കടമയാണ്. അത് നിർവഹിക്കുന്നതിൽ മാധ്യമങ്ങൾ പരാജയപ്പെട്ടാൽ രാജ്യത്തെ ജനാധിപത്യത്തിന് അത് വലിയ അപകടമുണ്ടാക്കും. അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പിന്നെ കേന്ദ്ര സർക്കാർ നടത്തുന്ന കാര്യങ്ങൾക്ക് പിന്തുണ അല്ലെങ്കിൽ അതിന് ജയപാടുന്ന രീതിയിലേക്ക് മാത്രം ഒതുങ്ങുകയാണ്. അപ്പോൾ ശരിയെ ശരിയായും തെറ്റിനെ തെറ്റായിട്ടും ചൂണ്ടിക്കാണിക്കാൻ കഴിയണം. അവിടെ ഞാൻ പലപ്പോഴും പറയാറുള്ളൊരു ഉദാഹരണം എന്ന് പറയുന്നത് മഹാഭാരതത്തിൽ അപ്പം അന്ധനായിട്ടുള്ള ധൃതരാഷ്ട്രർ അപ്പം സഞ്ജയനാണ് യുദ്ധരംഗത്ത് നിന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. യുദ്ധഭൂമിയിൽ ധൃതരാഷ്ട്രരുടെ 100 മക്കളെയും ഭീമസേനൻ വധിക്കുകയാണ്. ഭീമസേനൻ നടത്തുന്ന ഓരോ കൊലപാതകവും ഒരു വ്യത്യാസവുമില്ലാതെ ധൃതരാഷ്ട്രരെ സഞ്ജയൻ പറഞ്ഞ് കേൾപ്പിക്കുന്നുണ്ട്. അപ്പം അതിനുശേഷം യുദ്ധത്തിന് ശേഷം ധൃതരാഷ്ട്രർ സഞ്ജയനോട് ചോദിച്ചത്രേ, ഞാനൊരു പിതാവാണല്ലോ, എങ്ങനെയാണ് എൻ്റെ മക്കളെ ഇതുപോലെ ക്രൂരമായി ഭീമസേനൻ കൊല്ലുന്ന കാര്യം നിനക്ക് എന്നോട് പറയാൻ സാധിച്ചെന്ന് ചോദിച്ചപ്പോൾ സഞ്ജയൻ പറഞ്ഞത് എൻ്റെ ധർമ്മമാണ്. യുദ്ധഭൂമി നടക്കുന്ന റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് എൻ്റെ ധർമ്മമാണ് എന്ന് പറഞ്ഞല്ലോ. ആ ധർമ്മമായിരിക്കണം
ഇവിടുത്തെ മാധ്യമപ്രവർത്തനം നയിക്കേണ്ടത്. അതല്ലാതെ സർക്കാരിന് ജയജയപാടുന്ന സർക്കാർ വിലാസം പിന്നെ മാധ്യമങ്ങളായിട്ട് ഇത് മാറരുത്. അതിന് സർക്കാരിന് വേറെ സംവിധാനങ്ങളുണ്ടല്ലോ. സാമ്പത്തികമായിട്ട് അതാണ് ഇപ്പം ഈ മീഡിയകളൊക്കെ ഇപ്പോൾ തീർന്നിരിക്കുന്ന കോർപ്പറേറ്റ് ഹൗസുകളാണ്. ആ കോർപ്പറേറ്റ് ഹൗസുകൾക്ക് രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട്, അവരുടെ അജണ്ടകളാണ് നടപ്പിലാവുന്നത്. നോക്കൂ, NDTV സ്വിച്ച് ഇട്ടതുപോലെയല്ലേ നിലപാട് മാറിയ. പെട്ടെന്ന് മാനേജ്മെൻറ്റ് മാറുമ്പോൾ ദൗർഭാഗ്യകരമാണ്. ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് നമുക്ക് ജനാധിപത്യത്തിനൊരു ശക്തിയുണ്ട്, നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനൊരു ശക്തിയുണ്ട്. അതുകൊണ്ട് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഇനി ഈ രാജ്യത്തുള്ള ശതകോടീശ്വരന്മാരുടെ മുഴുവൻ സമ്പത്തുകളെടുത്ത് വിലക്കെടുക്കാൻ ശ്രമിച്ചാലും ഇന്ത്യയുടെ ഭരണഘടനയെയും ജനാധിപത്യത്തെയും ഒരാൾക്കും വിലക്കെടുക്കാൻ കഴിയില്ല. അത് ശക്തമായി തിരിച്ചു വരും. ഇന്ന് അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദിക്കും അധികാരം വിട്ട് പുറത്തു പോകേണ്ട സാഹചര്യം ജനാധിപത്യത്തിലൂടെ തന്നെ സംജാതമാവും. രാജ്യത്ത് കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ വരും. ഈ പപ്പു പിങ്കി എന്നൊക്കെ പറയുന്ന പ്രയോഗങ്ങൾ വളരെ മോശമായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പ്രയോഗങ്ങളാണ്. പക്ഷേ സന്ദീപിൻ്റെ പക്ഷത്ത് നിൽക്കുമ്പോൾ സന്ദീപും ഒക്കെ അത് ഞാൻ പ്രയോഗിച്ചിട്ടില്ല. അത്തരത്തിലുള്ള പ്രയോഗങ്ങളിലൂടെ ആളുകളെ ഈ ഡീഗ്രേഡ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പരിപാടി മാത്രമാണ് നടക്കുന്നത്. ഇപ്പം രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം നിരീക്ഷകർ തന്നെ പല രീതിയിൽ കാണുന്ന ഒരാളാണ്. പക്ഷെ നമുക്ക് ഇടയ്ക്കൊക്കെ പ്രതീക്ഷ തരുന്ന ഒരു നേതാവായിട്ടാണ് എനിക്ക് അത് ഈ ഭാരത് ജോഡോ യാത്ര കഴിയുമ്പോൾ ആ യാത്ര നടക്കുന്ന സമയത്തൊക്കെ അയാളങ്ങനെ ഇറങ്ങി നടക്കാൻ തയ്യാറായല്ലോ എന്നാണ് എനിക്കൊരു ഹാപ്പിനെസ് തോന്നിയത്. അത് വേണ്ടതായിരുന്നു എന്നാണ് ആഗ്രഹം തോന്നിയത്. അത്തരത്തിൽ നമ്മളെ പ്രചോദിപ്പിക്കുന്ന സെക്കൻഡറി സംഭവമാണ് ഇപ്പോൾ വോട്ട് ചോരിയുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നത്. ഇത്തരം പരിപാടികളിലൂടെ നമ്മൾ ഈ മനുഷ്യൻ്റെ ഇമേജ് മാറുന്നുണ്ട്. ആ മനുഷ്യൻ കുറച്ചുകൂടെ പക്വതയുള്ള ഒരാളായിട്ട് മാറണമെന്ന് നമ്മൾ നേരത്തെ ആഗ്രഹിച്ചു. അത് അയാളുടെ വ്യക്തിപരമായ തീരുമാനം കൂടെയാണ്. നമുക്കൊരാളെ ഫോഴ്സ്ഫുള്ളി നിങ്ങൾ സാമൂഹ്യ സേവനം നടത്തുമെന്ന് പറയാൻ പറ്റില്ല. എങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ആഗ്രഹത്തിനൊത്ത് രാഹുൽ ഗാന്ധി മാറുമെന്നാണോ മനസ്സിൽ വിചാരിക്കുന്നത്? രാഹുൽ ഗാന്ധി അല്ല മാറേണ്ടത്, നമ്മുടെ സമൂഹത്തിൻ്റെ ചിന്തയാണ് മാറേണ്ടത്. രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ ചിന്തയിലേക്ക് ജനങ്ങളെ മാറ്റിയെടുക്കുകയാണ്. രാഹുൽ ഗാന്ധി മാറുകയല്ല. ഇതിൽ നിങ്ങൾ കാര്യം ആലോചിച്ച് നോക്കൂ. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഇപ്പം നേരത്തെ സൂചിപ്പിച്ചു ഈ ചില പദപ്രയോഗങ്ങൾ. ഞാനും കടുത്ത ഭാഷയിൽ രാഹുൽ ഗാന്ധിയെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ഒക്കെ കടന്നാക്രമിച്ച ഒരാളാണ്. BJPയുടെ നറേറ്റീവായിരുന്നു. രാവിലെ ഇറങ്ങി ആയിക്കഴിഞ്ഞാൽ BJPയുടെ IT സെല്ലും എല്ലാം ശ്രമിക്കുന്നത് ഇന്ന് രാഹുൽ ഗാന്ധിയെ ഡിഫെയിം ചെയ്യാൻ, അപമാനിക്കാൻ എന്ത് പുതിയ പ്രയോഗം നടത്തും, എന്ത് പുതിയ ട്രോൾ കൊണ്ടുവരും. ഇത് സ്ഥിരം ഒരു ശൈലിയായിരുന്നു, രീതിയായിരുന്നു. ഏതാണ്ട് 10 വർഷക്കാലത്തിലധികമായി നിരന്തരമായി എല്ലാ ദിവസവും ഒരു മനുഷ്യനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും സാമൂഹിക മാധ്യമങ്ങളിൽ വിലക്കെടുക്കപ്പെട്ട മാധ്യമങ്ങളിൽ അധിക്ഷേപിക്കുകയാണ്. ഈ 10 വർഷക്കാലവും കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് ആ മനുഷ്യനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും രോഗാതുരയായ മാതാവിനെ വരെ 48 മണിക്കൂറിലധികം തുടർച്ചയായി ചോദ്യം ചെയ്യുകയാണ്. 48 മണിക്കൂറിലധികം അദ്ദേഹത്തിൻ്റെ രോഗാതുരയായ മാതാവിനെ നിരന്തരം, അദ്ദേഹത്തിൻ്റെ സഹോദരിയെ, കുടുംബത്തെ, അദ്ദേഹത്തെ നിരവധി കേസുകൾ കൊടുക്കുന്നു. പ്രസംഗത്തിൽ നടത്തിയിട്ടുള്ള പരാമർശങ്ങളുടെ പേരിൽ ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ 39 കേസുകളിൽ പ്രതിയാക്കുന്നു. ഒരു മനുഷ്യൻ ഇത് മുഴുവൻ നേരിട്ടിട്ടും തകരാതെ കന്യാകുമാരി മുതൽ കശ്മീർ വരെ ത്രിവർണ്ണ പതാകയും നെഞ്ചോട് ചേർത്ത് മഴയും കാറ്റും വെയിലും മഞ്ഞും ഒന്നും വകവയ്ക്കാതെ നടന്നു നീങ്ങുന്നുണ്ടെങ്കിൽ, ഈ നരേന്ദ്രമോദിയുടെ പവർ പൊളിറ്റിക്സിൻ്റെ മൈറ്റിനെ വെല്ലുവിളിച്ചുകൊണ്ടൊരു മനുഷ്യൻ ഇന്നും പോരാടുന്നുണ്ടെങ്കിൽ മാറേണ്ടത് ആരാണ്? രാഹുൽ ഗാന്ധിയാണോ അതോ സമൂഹമാണോ? മാറേണ്ടത് സമൂഹമാണ്. ആ സമൂഹത്തെ തൻ്റെ ചിന്തയ്ക്കനുസരിച്ച് മാറ്റിയെടുക്കാൻ ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളാണ് മാറേണ്ടത്. രാഹുൽ ഗാന്ധി നടത്തുന്ന പോരാട്ടത്തിന് ഈ സമയത്ത് പിന്തുണ കൊടുക്കുക എന്നുള്ളതാണ് ഓരോ ഇന്ത്യക്കാരൻ്റെയും കടമ എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ സംഭവിക്കുന്നത് എന്താ? നമ്മുടെ പൂർവികർ ജീവൻ കൊടുത്ത് ബ്രിട്ടീഷുകാരൻ്റെ നിറത്തോക്കുകൾക്ക് മുന്നിൽ വിരിമാറ് കാണിച്ച് രക്തസാക്ഷിത്വം വരിച്ച് ആൻഡമാനിൽ പോയി ജയിലറകൾ പുലുകിയൊക്കെ ഈ രാജ്യത്തിന് നേടിത്തന്ന സ്വാതന്ത്ര്യവും അതിൻ്റെ ഉൽപ്പന്നമായിട്ടുള്ള മനോഹരമായ ഭരണഘടനയും അതിൻ്റെ ഭാഗമായിട്ടുള്ള ജനാധിപത്യ അവകാശങ്ങളും കവർന്നെടുക്കപ്പെടുമ്പോൾ അതിനെതിരായിട്ടുള്ളൊരു പോരാട്ടം നയിക്കുന്ന ഒരു മനുഷ്യൻ ഇത്രയും ത്യാഗം സഹിക്കുമ്പോൾ നമുക്ക് എങ്ങനെ സുഖമായി വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റും? അദ്ദേഹത്തോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് രാജ്യത്തെ സ്നേഹിക്കുന്ന ഓരോ മനുഷ്യനും ഇപ്പോൾ ചെയ്യേണ്ട കർത്തവ്യം എന്ന് പറയുന്നത്. കേരളത്തിലേക്ക് കോൺഗ്രസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ AI പ്രബല ഗ്രൂപ്പുകളൊന്നും ഇന്നില്ല. പക്ഷേ ഇപ്പോൾ KC വേണുഗോപാലിൻ്റെ പേര് നമ്മൾ ഉയർന്നു കേൾക്കുന്നു. ഇപ്പോൾ രമേശ് ചെന്നിത്തല, VD സതീശൻ, അതേപോലെ VD സതീശൻ, ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന അതിൽ സ്പ്ലിറ്റ് വരുന്നു. ഇത്തരത്തിലുള്ള ഡിസ്കഷൻസൊക്കെയാണ് പൊതു നറേഷനാണ് ഞാൻ ഈ പറയുന്നത്. ഈ നറേഷനകത്ത് നിന്ന് നമ്മൾ
ഏത് സ്പേസിലേക്കാണ് എത്തേണ്ടത്. ഇപ്പോൾ നമ്മൾ ഒറ്റ പേര് വെച്ചിട്ട് മത്സരിക്കണോ, അത് ബഹുസ്വരമായ സമൂഹത്തിൽ ബഹുസ്വരമായിട്ടുള്ള ഒരുപാട് പേരുകൾ വെച്ച് മത്സരിക്കണോ എന്നൊക്കെയുള്ളത് ഓരോ ന്യായങ്ങളാണ്. ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു ഇല്ലെങ്കിൽ ടാക്ടിക്സ് എന്നോ പൊളിറ്റിക്സ് എന്നോ ഒക്കെ പറയാം. നമുക്ക് കുറച്ചുകൂടെ ലൂസ്ഡ് ആകുന്ന സംവിധാനങ്ങൾ എനിക്കിഷ്ടമാണ് പൊതുവിൽ. ഇപ്പോൾ ഒരാൾ പറയുന്നത് എല്ലാവരും അനുസരിക്കുന്ന പരിപാടിക്കാനും നല്ലത് ലൂസ്ഡ് ആയിട്ടുള്ള സംവിധാനങ്ങൾ. അതുകൊണ്ടാണ് നമ്മൾ ഗാന്ധിജിയുടെ വികേന്ദ്രീകൃത സ്വഭാവവും ഇല്ലെങ്കിൽ ഗ്രാമസ്വരാജ്യവും ഒക്കെ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നത്. അവിടെ ഇപ്പോൾ ഏകാഭിപ്രായം ഇല്ല എന്ന് പറയുന്നതാണ് ഒരു പൊതുവിലുള്ള നറേഷൻ. ഇത് ഏകാഭിപ്രായത്തിൽ എത്തണമെന്ന് എനിക്കില്ല. പക്ഷേ ഇതിനെ എങ്ങനെയാണ് നമ്മൾ ഒരു ഇലക്ടോറൽ പൊളിറ്റിക്സിൽ എങ്ങനെയാണ് നമ്മൾ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യുന്നത്? അത് ഫിറ്റ് ചെയ്യാൻ ഇപ്പോൾ ഏകശിലകളാണ് ഇവിടെ വിജയിച്ച് നിൽക്കുന്നത്, നമ്മൾ നാഷണൽ ലെവലിലാണെങ്കിലും കേരളത്തിലെ സംബന്ധിച്ചും. അപ്പോൾ അവിടെ എങ്ങനെയാണ് നമ്മളിത് കൈകാര്യം ചെയ്യേണ്ടത്? നിങ്ങളുടെ വിഷൻ എന്താണ് ഇതിനെപ്പറ്റി? നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പ്ലൂറലിസം അത് കോൺഗ്രസിൻ്റെ ഒരു ബ്യൂട്ടിയാണ്, അതൊരു ദൗർബല്യമല്ല. ഇപ്പം താങ്കൾ സൂചിപ്പിച്ച പേരുകൾ അത് കോൺഗ്രസിൻ്റെ ശക്തിയാണ്. മറുവശത്ത് നിങ്ങൾ അത്തരം പേരുകളൊന്നും എടുത്ത് കാണിച്ചു തരും ഇല്ലല്ലോ. അപ്പം കേരളത്തിൽ മുഖ്യമന്ത്രിമാരാവാൻ യോഗ്യതയുള്ള 1 ഡസൻ കോൺഗ്രസ് നേതാക്കളെങ്കിലും ഉണ്ട്. മറുവശത്ത് ആരുണ്ട്? ഭരണപരിചയമുള്ള, ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള, 4 കോടി മലയാളികൾക്കും നല്ല പരിചയമുള്ള 1 ഡസനെങ്കിലും കോൺഗ്രസ് നേതാക്കൾ ഉണ്ട് എന്നുള്ളത് ഈ പ്രസ്ഥാനത്തിൻ്റെ ശക്തിയാണ്, അത് ദൗർബല്യമല്ല. അവരിൽ ഏറ്റവും മികച്ചവരെ കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വം തിരഞ്ഞെടുക്കും. ഏറ്റവും മികച്ചവർ എന്നല്ല പറയുന്നത്, അതിൻ്റെ അടിസ്ഥാനം തീർച്ചയായിട്ടും വിവിധ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, വിവിധ സാഹചര്യങ്ങൾ, സംസ്ഥാനത്തിൻ്റെ താല്പര്യമൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു തിരഞ്ഞെടുപ്പുണ്ടാവും. അതിൻ്റെ അർത്ഥം മറ്റുള്ളവർ മോശക്കാരാണെന്നല്ല. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൻ്റെ താല്പര്യവും കോൺഗ്രസിൻ്റെ ഭാവിയും എല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് പാർട്ടി ഒരു തീരുമാനം എടുക്കും. ആ തീരുമാനത്തെ എല്ലാവരും അംഗീകരിക്കും. ഇത് കോൺഗ്രസ് എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളതാണ്. കോൺഗ്രസ് ഏതെങ്കിലും ഒരു നേതാവിനെ മാത്രം മുന്നിൽ നിർത്തിക്കൊണ്ട് തിരഞ്ഞെടുപ്പിൽ നേരിടുന്നത് അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുന്ന ഘട്ടത്താണ്. ഇപ്പോൾ ഒരാൾ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ നടക്കുന്നൊരു തിരഞ്ഞെടുപ്പാണെങ്കിൽ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയുടെ പേര് നേരിടും. അതല്ലാത്ത ഘട്ടങ്ങളിൽ അത്തരത്തിൽ ഒരു നേതാവിനെ മാത്രം മുൻനിർത്തിക്കൊണ്ട് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കുറേ കാലമായിട്ട് കേരളത്തിൽ കോൺഗ്രസ് ചെയ്യാത്ത കാര്യമാണ്. അപ്പം രാഷ്ട്രീയമാണല്ലോ. അപ്പോൾ കോൺഗ്രസ് സ്വാഭാവികമായിട്ടും UDF മുന്നണിയുടെ താല്പര്യങ്ങളും മുന്നണിക്ക് ഏറ്റവും കൃത്യമായിട്ട് നല്ല രീതിയിൽ ഇത് നടത്തിക്കൊണ്ടുപോകാൻ കഴിയുന്നൊരു സാഹചര്യവും എന്താണോ എന്ന് പരിശോധിച്ചാൽ ചെയ്യും. കോൺഗ്രസ്സിൽ അസ്വസ്ഥത ഉണ്ടാവണം, അല്ലെങ്കിൽ ഇവിടെ നേതൃത്വങ്ങൾ തമ്മിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാവണം ആഗ്രഹിക്കുന്നവർ പുറത്തുണ്ടായിരിക്കാം. പക്ഷേ ഈ ആഗ്രഹിക്കുന്നവരെ മുന്നണിയിലല്ലേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷി CPIയെ പോലും അറിയിക്കാതെ കേന്ദ്ര സർക്കാരിന് മുൻപിൽ പോയി കീഴടങ്ങി വന്ന ഒരു മുഖ്യമന്ത്രി, പാർട്ടിയെ തെറ്റിദ്ധരിപ്പിച്ചൊരു മുഖ്യമന്ത്രി, മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടു എന്ന് വിലപിക്കുന്ന CPIയുടെ മന്ത്രിമാർ, ഇതൊക്കെ അവിടെ നിൽക്കുകയല്ലേ. ഒരു സ്ഥലത്ത് ശബരിമല അയ്യപ്പൻ്റെ സ്വർണം വരെ അടിച്ചുകൊണ്ട് പോകുന്ന സാഹചര്യം. അങ്ങനെ കേരളത്തിൽ ഇനി എന്താണ് ഈ സർക്കാരിനെതിരെ ജനങ്ങൾ തിരിയാതിരിക്കാൻ എന്ത് കാരണമാണുള്ളത്? മെസ്സി വരും എന്ന് പറഞ്ഞപ്പോൾ ജോഷി ചതിച്ചാശാൻ എന്ന് പറയുന്ന പോലെയുള്ള അവസ്ഥയാണ്. ഈ ശബരിമല വിഷയത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് കഴിഞ്ഞ ദിവസം UDF ലീഡറായിട്ടുള്ള പ്രേമചന്ദ്രൻ്റെ ഒരു പ്രസ്താവന വന്നിരുന്നു. അത് ഞാനൊന്ന് കാണിക്കാം. ഇവിടെ ശ്രീ ഷംസീർ സൂചിപ്പിച്ചതുപോലെ റഹ്ന ഫാത്തിമയും അമ്മിണിയും ബിന്ദു അമ്മിണി ഉൾപ്പെടെയുള്ളവരെ പാലായിലെ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുവന്ന് ബീഫും പൊറോട്ടയും വാങ്ങിക്കൊടുത്ത് വിശ്വാസത്തെ വികലമാക്കി. ഈ റഹ്ന ഫാത്തിമ സത്യത്തിൽ മലയിൽ കയറിയിട്ടില്ല. റഹ്ന ഫാത്തിമ എന്ന് പറയുന്ന വാക്കും ബീഫ് എന്ന് പറയുന്ന വാക്കും ഒക്കെ ചേർത്ത് വെക്കുന്ന ഒരു UDF നേതാവാണ്. ഇതിനെ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്? അതിൽ ഒരു പ്രസംഗത്തിനിടയിൽ സംഭവിക്കുന്ന സ്വാഭാവികമായിട്ടുള്ള പക്ഷേ ഫേസ്ബുക്ക് പോസ്റ്റും ഉണ്ട്. ഒരു മൈക്രോ സെക്കൻഡ് സംസാരിക്കുന്ന സമയത്ത് ഒരു സ്ലിപ്പ് ഓഫ് ടങ്. അവിടെ കയറിയത് ബിന്ദു അമ്മിണിയും കനകദുർഗയുമായിരുന്നു. ഈ റഹ്ന ഫാത്തിമ എന്നുള്ള പേര് സാമൂഹ്യ മാധ്യമങ്ങൾക്ക് സ്ഥിരമായി യൂസ് ചെയ്യപ്പെടുന്ന പേരായതുകൊണ്ട് ഓർമ്മയിൽ പെട്ടെന്ന് അങ്ങനെ കയറി വന്നായിരിക്കും. ഞാൻ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. അവിടെ കയറിയത് ബിന്ദു അമ്മിണിയും കനകദുർഗയുമായിരുന്നു. രഹ്ന ഫാത്തിമയ്ക്ക് മുഴുവൻ കയറാൻ കഴിയുന്നത് അതിന് മുമ്പ് തടയപ്പെടുകയാണ് ചെയ്തത്. ബീഫ് ഒരു പ്രശ്നം അല്ല. പൊറോട്ടയും ബീഫും വാങ്ങിക്കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്താ തെറ്റുള്ളത്? മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എന്താ വാങ്ങിക്കൊടുത്തു അപ്പുറത്തേക്ക് ഈ പ്രേമചന്ദ്രൻ സാർ അങ്ങനെ സംസാരിക്കുന്ന ഒരാളല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ചരിത്രം പൊറോട്ടയും ബീഫും വാങ്ങിക്കൊടുത്തു എന്ന് അത് ആലങ്കാരികമായി പ്രസംഗിച്ചു പോകുന്നില്ല. ഇതെല്ലാം ഒരു പ്രസംഗത്തിൻ്റെ ഭാഗമായി സംഭവിക്കുന്ന കാര്യങ്ങൾ. അത് അദ്ദേഹം പ്രേമേന്ദ്രൻ എന്ന് പറയുന്ന കേരളം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർലമെൻറ്റേറിയൻ, ഏറ്റവും മികച്ച പ്രഭാഷകൻ. ഈ സംഭാഷണത്തിൽ ഒരു വാക്കുകൊണ്ടോ ഒരു വരി കൊണ്ടോ അല്ലല്ലോ അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ അടയാളപ്പെടുത്തുന്നതും അദ്ദേഹത്തിൻ്റെ മതേതരത്വത്തോടുള്ള പ്രതിബദ്ധതയെ അടയാളപ്പെടുത്തുന്നതും. അദ്ദേഹത്തിനൊക്കെ BJPക്കൊപ്പം വരുന്നെങ്കിൽ എന്നേ കേന്ദ്രമന്ത്രിയാകാമായിരുന്നു. അദ്ദേഹത്തെ ആ രീതിയിലേക്കൊന്നും വലിച്ചഴയ്ക്കാനും അതൊക്കെ ഇടത് സൈബർ കേന്ദ്രങ്ങൾ, സൈബർ കടന്നലുകൾ നടത്തുന്ന ഒരു അക്രമത്തിനപ്പുറമൊന്നുമില്ല. എന്തൊക്കെ പരിശ്രമങ്ങൾ അവർ നടത്തി അദ്ദേഹത്തെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി. മുഖ്യമന്ത്രി അദ്ദേഹത്തെ വിളിച്ച അപമാനകരമായിട്ടുള്ള പരാമർശത്തോളം വലുത് കേരള രാഷ്ട്രീയത്തിൽ മറ്റൊന്നുണ്ടായിട്ടുണ്ട്.
ആ വാക്ക് വീണ്ടും പറയാൻ കൊള്ളാം. അതൊക്കെ നടന്നുള്ള കാര്യം. പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഈ ബിന്ദു അമ്മണിയും കനകദുർഗയും ശബരിമലയിൽ ആചാരലംഘനം നടന്ന ദിവസം ഞാനന്ന് തൃശ്ശൂരിൽ ഗുരുവായൂരിലായിരുന്നു. ഞാൻ തൊഴുതിറങ്ങിയപ്പോഴാണ് മനോരമയിൽ നിന്ന് എനിക്ക് ഫോൺ കോൾ വന്നിരിക്കുന്നു. ഇവിടെ ശബരിമലയിൽ സ്ത്രീകൾ കയറി ചർച്ചയ്ക്കൊന്ന് രാവിലെ ഇരിക്കാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഗുരുവായൂർ 2 യൂണിറ്റിനെ ഇങ്ങോട്ട് വിട്ടുള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ മനോരമയെ വിളിച്ച് പറഞ്ഞു അയ്യോ യൂണിറ്റിന് വരാൻ പറ്റില്ല, ഇന്ന് ഗുരുവായൂരിൽ കടകംപള്ളി സുരേന്ദ്രൻ മലബാർ ദേവസ്വം ബോർഡിൻ്റെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ട് ഞാനന്ന് യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. ദേവസ്വം മന്ത്രി ഈ ആചാരലംഘനം നടന്ന ദിവസം ഗുരുവായൂർ വരുന്നുണ്ടെങ്കിൽ അവിടെ പ്രതിഷേധിക്കുക എന്നുള്ളത് എൻ്റെ കടമയാണ്. ഞാൻ ഉടൻ തന്നെ കുറച്ച് യുവമോർച്ച പ്രവർത്തകരെ വിളിച്ച് ഈ പരിപാടി സ്ഥലത്തേക്ക് പോയി കടകംപള്ളി സുരേന്ദ്രൻ പങ്കെടുക്കുന്ന മലബാർ ദേവസ്വം ബോർഡിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് അലങ്കോലപ്പെടുത്തി. അവിടെ കരിങ്കൊടി കാണിച്ചു. പോലീസ് എന്നെയും സഹപ്രവർത്തകരെയും ക്രൂരമായി തല്ലിച്ചതച്ചു. എൻ്റെ കഴുത്തിലൂടെ ലാത്തിയിട്ട് CPM പ്രവർത്തകർ ഈ കാല് ചവിട്ടി ഒടിച്ചു. ഈ കാല് അതിക്രൂരമായ മർദ്ദനമേറ്റ. അന്ന് സംസ്ഥാനത്ത് ഏറ്റവും ആദ്യം പോലീസ് മർദ്ദനമേറ്റ ആൾ ഞാനാണ്. ഈ ആചാരലംഘനം നടന്ന ദിവസം ഞാൻ കൊടുത്ത പരാതിയുണ്ട്. അന്ന് പോലീസ് പിടിച്ചു കൊടുത്ത് CPM പ്രവർത്തകരാണ് ഈ കാല് തല്ലി, പോലീസല്ല ചവിട്ടി ഒടിക്കുന്നത്. അന്ന് ഞാൻ കൊടുത്ത പരാതി ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷനിൽ ഞാൻ കൊടുത്ത പരാതി ഇന്നും ചാവക്കാട് കോടതിയിലെ കേസ് നിൽക്കുന്നുണ്ട്. അപ്പം അതിൽ സാക്ഷി വാറണ്ടും എനിക്ക് വന്നിട്ടുണ്ട് ഹാജരാവാനാണ്. അന്ന് എന്നെ കാലൊടിഞ്ഞത് കൊണ്ട് എന്നെ സ്റ്റേഷനിൽ നിന്ന് ആശുപത്രിയിലേക്ക് വിട്ടു. എന്നെ പെരിന്തൽമണ്ണയിൽ അൽഷിഫ ആശുപത്രിയിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തപ്പോൾ ഞാൻ ആശുപത്രിയിൽ കാലൊടിഞ്ഞ് കിടക്കുന്നുണ്ട്. എന്നെ കാണാൻ വേണ്ടി എൻ്റെ മോനും എൻ്റെ ഭാര്യയും വന്ന് ചുറ്റി നിൽക്കുന്ന എൻ്റെ നാട്ടിലെ BJP പ്രവർത്തകർ ഒന്ന് എടുത്തൊരു ഫോട്ടോയുണ്ട്. ആ ഫോട്ടോ വെച്ചിട്ടാണ് എന്നെ മറ്റൊരു കേസിൽ എനിക്ക് പെണ്ണ് കേസിൽ തല്ല് കിട്ടിയിട്ട് സന്ദീപ് വാര്യർ ആശുപത്രി കിടക്കുന്നു പറഞ്ഞിട്ട് BJPക്കാർ പോലും പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആലോചിക്കണം, ശബരിമലയ്ക്ക് വേണ്ടി ഏറ്റവും ആദ്യം ആചാരലംഘനം ദിവസം നടന്ന ദിവസം പോലീസിൻ്റെ മർദ്ദനമേറ്റ് കാലൊടിഞ്ഞയാളാണ്. അന്ന് ആശുപത്രി കിടക്കുന്ന ഫോട്ടോ എടുത്തിട്ടാണ് നെറികെട്ട രീതിയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വീണ്ടും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതന്നെയാണ് ഗാന്ധിയെ ചെറുതായിട്ടൊന്ന് വെടിവെച്ച് കൊന്നു എന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അത് സ്വരാജ് പറഞ്ഞതാണ്. പിന്നീട് അതിൻ്റെ എക്സ്പ്ലനേഷൻ അയ്യപ്പദാസിനെ പറഞ്ഞു. പക്ഷേ എത്ര കാലം ഷൊർണൂരിൽ ഞാൻ ഇലക്ഷൻ മത്സരിപ്പിക്കുമ്പോഴടക്കം CPM എനിക്കെതിരെ ഉപയോഗിച്ചതാണ്. നമുക്ക് എത്ര പേരോട് പോയിട്ട് പറയാൻ പറ്റും ഇത് അങ്ങനെയല്ല ഇതിങ്ങനെ എത്ര. പക്ഷെ നുണ കാട്ടുതീ പോലെ പെട്ടറിയല്ലേ ഇതൊക്കെ. എന്താ പറയുക, പിന്നെ അതെല്ലാം പാർട്ട് ഓഫ് പൊളിറ്റിക്സ്. ഇങ്ങനെയൊക്കെ ഇപ്പം ലീഡർ K കരുണാകരനും ഉമ്മൻചാണ്ടി സാറൊക്കെ എന്തൊക്കെ കേട്ടിരിക്കുന്നു. ഈ ക്രൈസിസ് സിറ്റുവേഷൻ കടന്നു വന്നു എന്ന് മനസ്സിലാവുന്ന ഒരു സ്പേസിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. അപ്പം കുടുംബത്തിന് കുറച്ചുകൂടെയൊക്കെ ഒരു റിലാക്സേഷൻ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും വളരെ റിലീഫാണ്. പ്രത്യേകിച്ച് എന്നെ അവർക്ക് കൂടുതൽ സമയം കിട്ടുന്നുണ്ട്. പിന്നെ സമയം കിട്ടുന്നില്ല എന്നുള്ള പരാതി നേരത്തെ കിട്ടുന്ന. ഇപ്പം എൻ്റെ പരിപാടികൾ ഞാൻ പരമാവധി കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് തന്നെ പരമാവധി ആഴ്ചയിൽ 2 ദിവസമെങ്കിലും വീട്ടിലെത്താൻ വേണ്ടി ശ്രമിക്കും. പിന്നെ മോൻ കുറച്ചുകൂടി അന്നത്തെ പ്രായമല്ല, മോൻ വളർന്നപ്പോൾ മോൻ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അത്യാവശ്യം പ്രാപ്തമായി. അപ്പം അതിൻ്റെ ഒരു സുഖമുണ്ട്. അപ്പം അവൻ്റെ ചില അച്ചീവ്മെൻറ്റ്സ് കാണുമ്പോഴുള്ള സന്തോഷം. ഇപ്പം എത്രാം ക്ലാസ്സിലാണ് ഇപ്പോൾ? 9ാം ക്ലാസ്സിലാണ്. ഇപ്പം അവൻ്റെ ഒരു ഇന്നോവേഷൻ സ്റ്റേറ്റിൽ ഫസ്റ്റ് കിട്ടി. AI ബന്ധപ്പെട്ട് ടൂൾ ഡെവലപ്പ് ചെയ്തതിനാണ്. ChatGPTയും ജെമിനിയും ഒക്കെ ഒന്നിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം അവൻ ഡെവലപ്പ് ചെയ്തു. അപ്പോൾ അതിന് നാഷണൽ ലെവലിൽ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ കുറേ സന്തോഷങ്ങളിലൊക്കെയാണ്. അത് നല്ല പരിപാടിയാണ്. ആ സമയത്ത് ഈ ആശ്വാസമാവുന്നത് ചിലതൊക്കെ നമ്മളിപ്പോൾ ആശ്വസിപ്പിക്കാൻ വരികയാണെങ്കിൽ നമുക്ക് ഇറിറ്റേഷൻ ആയിരിക്കും ഉണ്ടാവുക. കാരണം അന്ന് ഒറ്റയ്ക്കാണ് കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പ്രഷറൊന്നും കൊടുക്കാതെ, കുടുംബത്തിനൊന്നും അറിയിക്കാതെ ഒരു ഡിസിഷൻ മേക്ക് ചെയ്തതിന് ശേഷമായിരിക്കും ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ ആ സ്പേസിലൊക്കെ നിൽക്കുമ്പോൾ ആശ്വസിപ്പിക്കാനോ എന്തോ പ്രശ്നമാണെന്ന് മനസ്സിലാവുമല്ലോ. അങ്ങനെ ഒരു സംഘർഷമായിരുന്നോ ഉണ്ടായിരുന്നത്? അതേ ഓപ്പൺ അപ്പ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു വീട്ടിൽ തന്നെയാണോ? അല്ല, വീട്ടിൽ പൊളിറ്റിക്കൽ ഡിസ്കഷൻ ഞാൻ ചെയ്യാറില്ല. എന്തെങ്കിലും നടന്നു കഴിഞ്ഞതിന് ശേഷമാണ് സംസാരിക്കുന്നത്. പക്ഷേ എൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ എൻ്റെ ഭാര്യ ഷീജ എന്നെ മാനസികമായി നല്ല രീതിയിൽ പിന്തുണച്ചിട്ടുണ്ട്, എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. അപ്പം ആ കടപ്പാട്, നന്ദിയൊന്നും ഒരിക്കലും എനിക്ക് തീരാന്നാണ്. അപ്പോൾ എൻ്റെ അച്ഛനൊരു ആർമിയിലായിരുന്നു. അച്ഛൻ 62, 65, 71 3 യുദ്ധങ്ങളിലും പങ്കെടുത്ത ഒരാളാണ്. അതിനുശേഷം റെയിൽവേ സ്റ്റേഷൻ മാസ്റ്ററായിരുന്നു. ഇടയ്ക്ക് ഒരു വർഷം എക്സ്റ്റേണൽ അഫയേഴ്സിലും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം നല്ല ലോകപരിചയമൊക്കെയുള്ള ആളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു നല്ല പിന്തുണ, പല കാര്യങ്ങളിലുള്ള ഉപദേശം, അതൊക്കെ എന്നെ വല്ലാതെ ഇങ്ങനെ കരുത്ത് നൽകുന്നുണ്ട്. പിന്നെ എൻ്റെ അമ്മാവന്മാരുണ്ട്, അവരുടെയൊക്കെ സ്നേഹം, അതൊക്കെ ഉണ്ട്. കുടുംബം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ പാലക്കാട് പോലൊരു സ്ഥലത്ത് ഈ തമിഴിൻ്റെയൊക്കെ ഒരു സ്വാധീനവും ആ കൾച്ചറും ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ ഒരു കൾച്ചറൽ വൈവിധ്യം അനുഭവിക്കാൻ പറ്റുക, അത് ഭയങ്കര ഒരു ഭാഗ്യമല്ലേ? ഭയങ്കര രസമാണ്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പിന്നെ ഈ പറഞ്ഞ പോലെ സാംസ്കാരിക വൈവിധ്യം പാലക്കാട് ആയതുകൊണ്ടുള്ള
ഇപ്പോൾ പാലക്കാട് കൊണ്ട് നമുക്ക് തമിഴ് നന്നായി സംസാരിക്കാൻ വായിക്കാൻ അറിയില്ല, തമിഴ് സംസാരിക്കാൻ പറ്റും. ഭാഷ പഠിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തമിഴ് കൾച്ചർ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പലപ്പോഴും ഈ പിന്നെ സോളോ ഡ്രൈവ് പോകാൻ ആഗ്രഹിക്കുന്നതാണ്. സോളോ ഡ്രൈവ് ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം സോളോ ഡ്രൈവ് പോയത് തിരുവനന്തപുരത്ത് നിന്ന് ഒറ്റയ്ക്ക് വണ്ടി എടുത്ത് ഇങ്ങനെ നമ്മുടെ തെങ്കാശി, മറ്റേ അവിനാശി അങ്ങനെ പോയി, തിരുനെൽവേലി. ഞാൻ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത്, വേറെ പരിപാടികളൊന്നും ഇല്ല, ഡ്രൈവിന് ഒരു 3-4 ദിവസം അങ്ങ് ഡ്രൈവ് ചെയ്ത് പോകും. വേറെ സ്ഥിരം ആളുകൾ പോകുന്ന ടൂറിസ്റ്റ് സ്പോട്ടുകൾ പോകില്ല, പകരം തമിഴ്നാടിൻ്റെ ഉൾഗ്രാമങ്ങളിലൂടെയൊക്കെ പോകും. ഒരു സ്ഥലത്ത് പോയപ്പോൾ ഒരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനം പോലെയുള്ള പരിപാടിക്ക് വേണ്ടി ഒരുക്കങ്ങൾ നടക്കണം. അപ്പം ഞാൻ പോയ വില്ലേജ് എന്ന് പറഞ്ഞാൽ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് അത് ഈ നമ്മുടെ അന്യൻ സിനിമയിലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള അഗ്രഹാരമുള്ള ഒരു സ്ഥലമാണ്. ആ അഗ്രഹാരത്തിൽ പോയി. അപ്പോൾ അവിടെ പോയപ്പോൾ അവിടെ ഈ അമ്പലത്തിൽ ഒരുക്കങ്ങൾ നടക്കണം. ധാരാളം ഈ പിന്നെ ബ്രാഹ്മിൻസാണ്, അവരെല്ലാം വന്ന് ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. അപ്പം ഞാൻ അവിടെ ഫ്രണ്ടിലിങ്ങനെ പോയി നിന്നപ്പോൾ ഒരാൾ വന്നിട്ട് അയ്യോ പാത്തിരിക്കேன் நான் சந்தீப் நேற்று கூட பார்த்தேன் டிவியில். ആക്ച്വലി മലയാളി തമിഴാണ്. അപ്പോൾ അവരെന്നെ വിളിച്ച് അപ്പോൾ വിളിക്കടേ സുബ്രഹ്മണ്യ അവാർഡാന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ കുറേ കൊച്ചിയിൽ നിന്നെല്ലാം കുറേ പേര് വന്നിട്ടുണ്ട് അവിടെ പൂജയ്ക്ക് വേണ്ടി. അവരെല്ലാം വന്നു. അത് കഴിഞ്ഞ് ഇദ്ദേഹം എന്നെ വിളിച്ച് അദ്ദേഹത്തിൻ്റെ അഗ്രഹാരത്തിൽ കൊണ്ടുപോയിട്ട് അവരുടേതായിട്ടുള്ള കുറേ സ്വീറ്റ്സ് ഉണ്ട്, അതെല്ലാം കൊണ്ടുവന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ, എല്ലാം ചെറിയ ചെറിയ അഗ്രഹാരങ്ങളാണ്, അദ്ദേഹത്തിൻ്റെ മകൻ കർണാടക കേഡറിൽ IPS ആണ്. അപ്പം വലിയ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വലിയ ഫാമിലീസാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രസകരമായിട്ടുള്ള അനുഭവങ്ങൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ആരുമില്ലാതെ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ കിട്ടുന്നൊരു സുഖം. അപ്പം നല്ല തമിഴ് പാട്ടൊക്കെ ഇട്ട് തമിഴ്നാട്ടിലുള്ള ഉൾഗ്രാമങ്ങളിലൂടെ പോകുന്നു, കണ്ട ചായക്കടയിൽ കയറി ഭക്ഷണം കഴിക്കുന്നു, വഴിയിൽ കണ്ട സ്ഥലത്ത് നിർത്തുന്നു, ഉറങ്ങുന്നു. രസം. അത് അടിപൊളി പരിപാടിയാണല്ലോ. ഇത് നേരത്തെ ഞാൻ ചോദിക്കേണ്ടതായിരുന്നു. എനിക്ക് കുറെ കൂടെ അത് എക്സ്പ്ലോർ ചെയ്യാമായിരുന്നു എന്ന് തോന്നുന്നു. എനിക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാനൊന്നും ഒരിക്കലും സങ്കല്പിക്കാത്തൊരു സാധനമാണ് സോളോ ഡ്രൈവ് എന്നൊക്കെ പറയുന്നത്. നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് എനിക്ക് ഭയങ്കര ആഗ്രഹം, എനിക്ക് ഇന്ത്യ മുഴുവൻ സോളോ ഡ്രൈവ് ചെയ്ത് പോകണമെന്ന് ആഗ്രഹം. അടിപൊളി. അതങ്ങനെ ആഗ്രഹമുണ്ട്. സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. നമ്മൾ എത്ര ശ്രമിച്ചാലും നമുക്കൊരു സമയം കണ്ടെത്താൻ പറ്റുന്നില്ല. ഒരു മാസമെങ്കിലും സമയം വേണം. ഞാൻ ഇതുവരെ എൻ്റെ മനസ്സിൽ ആഗ്രഹിച്ച് പോകാൻ പറ്റാത്തൊരു സ്ഥലം, മനസ്സിനെ വല്ലാതെ ത്രസിപ്പിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് കൽക്കത്തയാണ്. കൊൽക്കത്ത എൻ്റെ മനസ്സിൽ പണ്ട് മുതലേ കയറിയത് ഒരിക്കൽ അമ്മയുടെ കയ്യിലൊരു നീല സാരി ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് വളരെ പ്രിയപ്പെട്ട 10-30 വർഷം അമ്മ സൂക്ഷിച്ചു വെച്ചൊരു സാരി. അത് അച്ഛൻ ഒരിക്കൽ ആർമിയിൽ നിന്ന് ലീവിന് വരുന്ന സമയത്ത് ഹൗറ പാലത്തിൻ്റെ അടിയിൽ നിന്ന് വാങ്ങിയതെന്ന് അതുകൊണ്ടാണ് അത് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാരി. വാസ്തുഹാര സിനിമ കണ്ടതിന് ശേഷം കൊൽക്കത്തയോട് വല്ലാത്ത ഭയങ്കര മഴ പെയ്യുമ്പോൾ ഒട്ടും ഹൈജീൻ അല്ലാത്ത കൊൽക്കത്തയാണ് ഞാൻ കേട്ടിട്ടുള്ളതാണ്. അപ്പം ഇങ്ങനെ ഈ ഒരുപക്ഷെ ഇപ്പം ഇന്ത്യയിലെ ഏറ്റവും ദരിദ്രമായിട്ടുള്ള സിറ്റികളൊന്നായി മാറി, പണ്ട് റിച്ചായിരുന്നു. അപ്പം കൊൽക്കത്തയുടെ ഒരു സാംസ്കാരിക പശ്ചാത്തലമുണ്ട്. അവിടുത്തെ ശാന്തിനികേതൻ, അതുപോലെ തന്നെ ഞാനൊന്നും പോയിട്ടില്ല, അവിടെ പോകാൻ ആഗ്രഹമുള്ള സ്ഥലമാണ്. ശാന്തിനികേതനിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. അവിടുത്തെ മദർ തെരേസയുടെ അവിടെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ശാരദാശ്രമമുണ്ട്, വിവേകാനന്ദൻ്റെ, അവിടെയൊക്കെ പോകാൻ ആഗ്രഹമുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം ഈസ്റ്റ് ബംഗാളിൻ്റെ സ്റ്റേഡിയത്തിൽ സാൾട്ട് ലേക്കിൽ പോകണം. മുഹമ്മദൻസ് ഇപ്പോൾ പൂട്ടിപ്പോയെന്ന് എനിക്കുണ്ട്, അവിടെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഈ പണ്ട് IM വിജയനെയും ജോപ്പോൾ അഞ്ചേരിയെയും BP സത്യനെയൊക്കെ കൽക്കട്ടയിലേക്ക് കൊണ്ടുപോയി എന്ന് കേട്ടപ്പോൾ അവരോടൊരു എന്നിട്ട് നമ്മൾ സ്നേഹിച്ചു. ഒരു തവണ IM വിജയനും ജോപ്പോളൊക്കെ ഹൗറ പാലത്തിന്റെ മുകളിൽ നിന്നിട്ട് ടാക്സിയിൽ നിന്നിട്ട് രാജൻ പൊതുവാളുടെ അടുത്തൊരു ഫോട്ടോ സ്പോർട്സ് മാസികയിൽ വന്ന് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ എനിക്ക് അവിടെ പോയിട്ടൊരു ഫോട്ടോ എടുക്കുന്ന ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. അടിപൊളി. എന്തായാലും കൊള്ളാം. എനിക്ക് തോന്നുന്നു ഈ സോളോ ഡ്രൈവ് ഞാൻ ഒരിക്കലും സന്ദീപിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല. കാരണം ഒരുപാട് കോൾസ് വരുന്ന ഒരാളാണ്. അപ്പം തന്നെ നമ്മൾ ഈ ഒറ്റപ്പെട്ട് ഒരു സ്ഥലത്തൊക്കെ പോയിട്ട് അധിക ദിവസം നിൽക്കാൻ ഒറ്റപ്പെടൽ ആഗ്രഹിക്കുന്ന ഒരാളാണ് ചില സമയത്ത്. അല്ലാത്ത സമയത്ത് ജനങ്ങൾക്കിടയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ഇടയ്ക്ക് 1-2 തവണ ഒരു ദിവസം അപ്പം ഞാൻ എൻ്റെ നാട്ടിലെ വീടുണ്ട്. അപ്പം ഞാൻ ചെയ്യുന്നത് അവിടെ ചെന്ന് പൊതുവെ പുറത്തിറങ്ങുന്നത് അതിനുള്ളിൽ ഒരു ദിവസമെങ്കിലും. പിന്നെ എൻ്റെ അമ്മ മരിച്ചതിന് ശേഷം എനിക്ക് അമ്മയെ മിസ് ചെയ്യുമ്പോഴൊക്കെ ഞാൻ ആ വീട്ടിൽ പോയി നിൽക്കും. എൻ്റെ അമ്മ ജീവിച്ചിരുന്ന എൻ്റെ വീട്, അപ്പോൾ ആ അമ്മയുടെ ഒരു ഫോട്ടോ ഉണ്ട്. അപ്പം ഞാൻ അവിടെ വീട്ടിൽ പോയിട്ട് ഒരു ദിവസം പൂർണ്ണമായിട്ട് ചിലപ്പോൾ അവിടെ തന്നെ ഇരിക്കുമ്പോൾ എനിക്ക് ഒരു സന്തോഷമാണ്. ഫോണ് എടുക്കില്ല? ഫോണൊക്കെ എടുക്കും. എനിക്ക് ഫോൺ എടുക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഫോണ് കാരണം എന്തെങ്കിലും ആളുകൾ അത്യാവശ്യത്തിലായിരിക്കും വിളിക്കുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു ദിവസം പുലർച്ചെ 3 മണിക്ക് 2 മണിക്കോ എനിക്കൊരു ഫോൺ കോൾ തുടർച്ചയായി ബെല്ലടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഉറക്കത്തിന് വേണ്ടി ഞാൻ ഫോൺ എടുത്തു. എൻ്റെ സ്വഭാവമാണ്, ഞാൻ എപ്പോൾ വിളിച്ചാലും ഫോൺ എടുക്കുന്ന ഒരു സ്വഭാവം. ഫോണുകൾ അങ്ങനെ എടുക്കാതിരിക്കാറില്ല, പരമാവധി എടുക്കും. ഫോൺ എടുത്ത ഉടനെ ഒരു സ്ത്രീയുടെ കരച്ചിലാണ് അപ്പുറത്ത്. ആ സ്ത്രീയുടെ ഭർത്താവ് എന്തോ ഒരു യന്ത്രത്തിൽ കുടുങ്ങി കൈ എന്തോ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പം
അവർ ഡോക്ടർമാർ പരിശോധിക്കില്ല, എന്തെങ്കിലും ഒരു ഇടപെടൽ നടത്താൻ പറ്റുമോ? അപ്പം എങ്ങനെയോ എൻ്റെ നമ്പർ കിട്ടി വിളിച്ച്, എനിക്കറിയില്ല എന്തുകൊണ്ട് എന്നെ വിളിച്ചെന്ന് അറിയില്ല. ഞാൻ 1 മിനിറ്റ് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് കുറച്ച് 2 മണിക്ക് ആരെ വിളിച്ചാൽ കിട്ടാനാണ്. ഉടനെ തന്നെ ഇടപെടൽ നടത്തി അവിടെ DMO ആയിട്ട് സംസാരിച്ചു. പിന്നെ ഇമ്മീഡിയറ്റ്ലി റിലീഫ് കൊടുക്കാൻ പറ്റി. കുറേ കാലത്തിന് ശേഷം തിരുവനന്തപുരത്ത് നിന്നുള്ള ഒരു BJPയുടെ നേതാവ് എന്നോട് പറഞ്ഞു, ഈ ഒരു ഇങ്ങനെ കാര്യം നിങ്ങൾ ചെയ്തിരുന്നു. അവർ ആ പ്രദേശത്തുള്ള ആളുകൾ മുഴുവൻ ആ ഒറ്റ കാരണം കൊണ്ട് BJPയിൽ ജോയിൻ ചെയ്തിരുന്നതാണ് കുറേ കാലത്തിന് ശേഷം. എനിക്കതൊന്നും അറിയില്ലായിരുന്നു. അപ്പം അതുപോലെ ഒരു ഫോൺ കോൾ എടുക്കാതിരുന്ന ചിലപ്പോൾ ഒരാളുടെ ജീവനായിരിക്കും. അല്ലെങ്കിൽ പരമാവധി ഫോൺ എടുക്കാൻ ശ്രമിക്കും, എനിക്ക് കിട്ടിയില്ല തിരിച്ചു വിളിക്കാൻ ശ്രമിക്കും. ഫോൺ എപ്പോഴെങ്കിലും ഒരു ബാധ്യതയായിട്ട് തോന്നിയിട്ടുണ്ട്? ഇപ്പോൾ ഞാനൊക്കെ ഇടയ്ക്ക് കാട്ടിക്കയറണമെന്ന് ആഗ്രഹിക്കുന്നത് റേഞ്ച് കിട്ടില്ല എന്നുള്ളൊരു സൗകര്യം അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് എടുക്കാതിരുന്നു എന്നുള്ളത്. ഞാനത് എൻ്റെ ഒരു കൂട്ടുകാരനെ കൊണ്ട് ഒരു ദിവസം അവനെ പറ്റിച്ചിട്ട് ഞാൻ വട്ടവടയിൽ പോയി ഫോറസ്റ്റിൻ്റെ ഒരു കോട്ടേജ് ഉണ്ട്. അപ്പോൾ അവിടെ താമസം, അതിനകത്ത് റേഞ്ചില്ല, ഒരു കട്ട പോലും റേഞ്ചില്ല. അവൻ പറഞ്ഞു വല്ലാത്ത ചതിയാണ് ചെയ്യുന്നത്. പ്രശ്നം എന്താ വെച്ചാൽ അന്ന് അവൻ്റെ കാമുകിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അയ്യോ ചതി. പിറ്റേ ദിവസം ബ്രേക്കപ്പായി. പാവം, എന്തൊരു ദുഷ്ടനാണ് നിങ്ങൾ. എനിക്കറിയില്ല, ഞാൻ വിളിച്ചുകൊണ്ട് പോയതാണ്. പക്ഷെ രാത്രി 12 മണിക്ക് അവൻ്റെ ഒരു ബർത്ത്ഡേ വിഷ് പ്രതീക്ഷിച്ചിരിക്കുന്ന കാമുകിയുടെ അവസ്ഥ ആലോചിച്ച് നോക്കി. റേഞ്ചില്ല, എന്ത് ചെയ്യാം? ഞാൻ അങ്ങനത്തെ റേഞ്ച് ഇല്ല എന്നല്ല ഉദ്ദേശിച്ചത്. ശരിക്കും അതൊരു റിലാക്സേഷൻ ആണ് വേറൊരു അർത്ഥത്തിൽ. ഈ റേഞ്ച് ഇല്ലാത്ത കഴിഞ്ഞ 10 ദിവസം ഞാൻ ജയിലിലായിരുന്നല്ലോ. അപ്പം ശബരിമല വിഷയത്തിൽ മാർച്ച് നടത്തി ജയിലിലായിരുന്നു. ഈ മൊബൈൽ കയ്യിലില്ലാതിരിക്കുമ്പോഴുള്ള ഒരു സുഖം മനസ്സിലായത് വാസ്തവത്തിൽ നമ്മുടെ മൊബൈൽ അഡിക്ഷൻ കുറേ കുറഞ്ഞു. ഇങ്ങനെ തോണ്ടുന്ന സ്വഭാവം കുറേ 10 ദിവസത്തെ ജയിൽവാസം കൊണ്ട് കുറേ കുറഞ്ഞു. അത് നല്ല പരിപാടിയായിരുന്നല്ലോ. ഇടയ്ക്കൊന്ന് ജയിലിൽ പോകുന്നു, ഇടയ്ക്ക് ജയിലിൽ പോകുന്നത് നല്ലതാണ്. ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അതൊക്കെ നല്ല പരിപാടിയാണ്. ഒരു ഗ്ലാമറസ് ആയിട്ടുള്ള ആക്ടാണ് ചില സമരങ്ങൾക്കൊക്കെ പങ്കെടുത്ത് നമ്മൾ ഉള്ളിലേക്ക് പോകുന്നത്. പക്ഷെ അല്ലാത്തൊരവസ്ഥ ഭയങ്കര ജയിലാണ്. ജയിൽ നിങ്ങൾക്ക് ഇനി അവിടെ എന്തൊക്കെ പ്രിവിലേജ് കിട്ടിയാലും എന്തൊക്കെ നല്ല ഭക്ഷണം കൊടുത്താലും ജയിലാണ്. ഒരു ദിവസം അതിനകത്ത് കഴിഞ്ഞാൽ നിങ്ങൾ സ്വാതന്ത്ര്യം എന്താണ്, അതിൻ്റെ വില എന്താണെന്നൊക്കെ മനസ്സിലാവും. അപ്പോഴാണ് 100 വർഷം ബ്രിട്ടീഷുകാരുടെ തടവറയിൽ കഴിഞ്ഞ നമ്മുടെ രാജ്യത്തെ അന്നത്തെ നമ്മുടെ പൂർവികരുടെ അവസ്ഥ നമുക്ക് മനസ്സിലാവും. ഏറ്റവും ഒരു മനുഷ്യൻ, അതാ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഈ ജയിൽ ടൂറിസം ഒക്കെ ഉണ്ട്, വേണമെങ്കിൽ രജനീഷൻ ട്രൈ ചെയ്യാം. ഒരു ദിവസത്തെ വേണമെങ്കിൽ അകത്ത് പോയിട്ട് വരാം. ഞാൻ ഓപ്പൺ ജയിലിലൊക്കെ പോയി ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട്. ഓപ്പൺ ജയിലല്ല, അത് ജയിലിൻ്റെ സെല്ലിനകത്ത് കിടക്കുമല്ലോ. ഈ സെല്ലൊന്ന് തുറന്ന് അതിൻ്റെ തൊട്ട് പുറത്തുള്ള വരാന്തയുണ്ട്. ആ വരാന്തയിലേക്ക് ഇറങ്ങുമ്പോൾ പോലും കിട്ടുന്ന സ്വാതന്ത്ര്യമുണ്ട്. അത് അനുഭവിച്ച് തന്നെ അറിയണം. അത് ഭയങ്കര, എനിക്ക് മനസ്സിലാവും. പക്ഷേ കിടന്നാലേ നമുക്ക് യഥാർത്ഥത്തിൽ എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഭയങ്കര പാടാ. വരാൻ പോകുന്ന പഞ്ചായത്ത് ഇലക്ഷൻ, നിയമസഭാ ഇലക്ഷൻ, കോൺഗ്രസും UDFും പതിവിൽ കവിഞ്ഞ വിധമുള്ള ഒരു പ്രിപ്പയർഡ്നെസ് ഈ തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ടെന്ന് ഉത്തമമായിട്ടുള്ള ബോധ്യം എനിക്കുണ്ട്. മറ്റൊന്ന്, നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ഒരു ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ അതിഭീകരമാണ്. പറഞ്ഞ വാക്കുകളൊന്നും പാലിക്കാത്ത, സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ ഇതുപോലെ തകർത്തെറിഞ്ഞ മറ്റൊരു സർക്കാരുണ്ടായിട്ടില്ല. അതിൻ്റെ ഒരു ദുരന്ത ഫലമാണല്ലോ PM ശ്രീക്ക് കൈ കൊടുക്കേണ്ടി വന്നു. നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഫാസിസ്റ്റ് നയങ്ങൾക്ക് അനുകൂലമായി നിൽക്കേണ്ടി വന്നത് കേരളത്തിൻ്റെ എക്കണോമിക് മിസ്മാനേജ്മെൻറ്റിൻ്റെ ദുരന്തഫലമാണ്. അപ്പം കഴിഞ്ഞ 10 വർഷക്കാലം ഭരിച്ച പിണറായി വിജയൻ സർക്കാരിന് എക്കണോമിക് മിസ്മാനേജ്മെൻറ്റിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തേ പറ്റൂ. 5 വർഷമായിരുന്നില്ല, തുടർ ഭരണമായിരുന്നു. 10 വർഷം കൊണ്ട് കേരളത്തെ എക്കണോമിയെ ഇതുപോലെ തകർത്തെറിഞ്ഞ മറ്റൊരു സർക്കാർ ചരിത്രത്തിലുണ്ടായിട്ടില്ല. അതുകൊണ്ട് ജനങ്ങൾ വല്ലാത്ത പ്രയാസത്തിലാണ്. സാധാരണക്കാരായ ജനങ്ങളെ സമീപിച്ചു കഴിഞ്ഞാൽ അവരുടെ പോക്കറ്റിൽ, അവരുടെ കയ്യിൽ വിനിമയത്തിനായിട്ട് പൈസയില്ല. നമ്മുടെ ലോക്കൽ കമ്മ്യൂണിറ്റിയിൽ ഒരു സാമ്പത്തിക വിനിമയം നടന്നിട്ടെങ്കിൽ എങ്ങനെയാണ് ജനങ്ങൾ ജീവിക്കുക? ഉദാഹരണത്തിന് സർക്കാർ ജീവനക്കാർക്ക് 19% DA കുടിശ്ശിക കിട്ടാൻ ബാക്കിയാണ്. ഈ പണം വാസ്തവത്തിൽ സർക്കാർ ജീവനക്കാരന് കിട്ടുമ്പോൾ അത് അവൻ പോക്കറ്റിട്ട് വയ്ക്കുകയല്ലോ. അവന് താഴെ അവൻ്റെ വീട്ടിൽ പാല് കൊടുക്കുന്നയാൾക്ക് കൊടുക്കുന്നുണ്ട്, ക്ഷീരകർഷകന് കിട്ടുന്നുണ്ട്, പത്രവിതരണക്കാരന് കിട്ടുന്നുണ്ട്, പച്ചക്കറി കച്ചവടക്കാരന് കിട്ടുന്നുണ്ട്, ട്യൂഷൻ മാസ്റ്റർക്ക് കിട്ടുന്നുണ്ട്, ബസ്സുകാരന് ഓട്ടോറിക്ഷക്കാരന് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലെ സാമ്പത്തിക വിനിമയം നിശ്ചലമായിരിക്കുകയാണ് ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നരേന്ദ്രമോദി സർക്കാരിൻ്റെ എക്കണോമിക് പോളിസികൾ തന്നെയാണ്. കോർപ്പറേറ്റുകളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക നയങ്ങൾ, സാധാരണക്കാരായ ജനങ്ങളെ മറന്നുകൊണ്ടുള്ള ധനാഢ്യർക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഗവൺമെൻറ്, ഒരു ഗവർണിംഗ് മെക്കാനിസം നടക്കുന്നു. നമുക്കിവിടെ അതിന് മുമ്പ് UPA ഭരിക്കുന്ന കാലത്താണ് സോഷ്യൽ വെൽഫെയർ സ്കീമുകൾ മുഴുവൻ ഉണ്ടായത്.
അപ്പോൾ മൻരേഗ പദ്ധതിയെ പോലെ ലോകത്തൊരു മറ്റൊരു പദ്ധതിയുണ്ടോ? ഈ രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന മനുഷ്യരെ പട്ടിണി മാറ്റിയത് മൻരേഗയല്ലേ? തൊഴിലുറപ്പ് പദ്ധതിയാണ്. ആ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിക്കാനാണ് ഇവിടെ നരേന്ദ്രമോദി സർക്കാർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ജനങ്ങൾക്ക്, സാധാരണക്കാരായ മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഒന്ന് സാമ്പത്തികമായി ദൃഢീകരിക്കാൻ, സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ പരിപോഷിപ്പിക്കാൻ UDF ഭരണം ആവശ്യമാണ്. ഉദാഹരണത്തിന് റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന പ്രൊജക്റ്റുകൾ കൊണ്ടുവരാൻ, എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ഉണ്ടാക്കാൻ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ ഇതിനൊക്കെ കഴിയുന്നത് UDFന് മാത്രമാണെന്ന് ചരിത്രം കൊണ്ട് നമുക്കറിയാം. ഇപ്പോൾ നമ്മൾ കൊച്ചിയിലായിരിക്കുന്നത്, മെസ്സി വരും എന്ന് പറയുന്നു, മെസ്സി വരുന്നില്ല എന്ന് മനസ്സിലായി. മെസ്സി വന്നാൽ ഇറങ്ങേണ്ടത് എവിടെയാണ്? നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളം. ആര് കൊണ്ടുവന്നതാണ്? ലീഡർ K കരുണാകരൻ. മെസ്സി വന്നാൽ കളിക്കേണ്ടത് എവിടെയാണ്? കല്ലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയം. ആര് കൊണ്ടുവന്നതാണ്? ലീഡർ K കരുണാകരൻ. കൊച്ചിയുടെ അഭിമാനമായിട്ടുള്ള മെട്രോ ആര് കൊണ്ടുവന്നതാണ്? ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്നതാണ്. ഇവിടുത്തെ ഫാക്ടറി അടക്കമുള്ള ഈ കൊച്ചി നഗരത്തെ ഇതുപോലെ ഒരു ഇന്ത്യയിലെ ഒരു ഫിനാൻഷ്യൽ ഹബ്ബാക്കി മാറ്റിയത് UDF ആണ്. കേരളത്തിലെ എണ്ണം പറഞ്ഞ മുഴുവൻ വികസന പദ്ധതികൾ, വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള പദ്ധതികൾ UDF സർക്കാരിൻ്റെ സംഭാവനയാണ്. ടെക്നോ പാർക്ക് ഉൾപ്പെടെ സമഗ്ര ഇന്ന് നമുക്ക് വിസിബിളായിട്ടുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാന ശിലപാകിയത് UDF മുഖ്യമന്ത്രിമാരാണ്. മറുവശത്ത് എല്ലാ കാലത്തും വികസന പ്രവർത്തനങ്ങൾക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുകയും തകർക്കാൻ ശ്രമിക്കുകയും ചെയ്തവരാണ് ഉന്മൂലന രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളുടെ ഇടതുപക്ഷക്കാർ, CPMൻ്റെ നേതൃത്വം. അവർക്ക് എങ്ങനെയാണ് ഈ നാടിനെ മുന്നോട്ട് നയിക്കാൻ കഴിയുന്നത്? അവർ മുന്നോട്ട് നയിച്ചില്ല എന്ന് മാത്രമല്ല, അവർ ഈ BJPയുമായി ചേർന്ന് നേടിയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി കിട്ടിയിട്ട തുടർഭരണം കൊണ്ട് വാസ്തവത്തിൽ നാടിനെ തകർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സമൂലമായി തകർന്നിട്ടുണ്ട്. ഇനിയൊരു പുനരുജ്ജീവനം ആവശ്യമുണ്ട്. ഇവിടെ ഒരു കായകൽപ്പ ചികിത്സ ആവശ്യമുണ്ട്. ആ കായകൽപ്പ ചികിത്സ നൽകാനുള്ള ദിവ്യൌഷധം UDF ആണ്. ദേശീയ രാഷ്ട്രീയത്തിൽ തീർച്ചയായിട്ടും ഞാൻ നേരത്തെയും സൂചിപ്പിച്ചു, 10 വർഷക്കാലത്തിലധികമായി തുടരുന്ന നരേന്ദ്രമോദി സർക്കാരിനെതിരായിട്ടുള്ള വികാരം ജനങ്ങൾക്കിടയിലുണ്ട്. അതിനെ ഏകോപിപ്പിക്കുകയും അതിനെ ഒന്നിച്ച് നയിക്കുകയും ഇന്ത്യ മുന്നണിയെ ശക്തിയായി മുന്നോട്ട് നയിക്കുകയും ചെയ്യാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുള്ളൂ, അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. നാച്ചുറൽ ഓപ്പോസിഷൻ, നാച്ചുറൽ ചോയ്സ് അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 40-50 സീറ്റുകൾ കൂടി BJP താഴോട്ട് പോകുന്നാൽ BJP പ്രതിപക്ഷത്തിരിക്കും. BJP ഗവൺമെൻറ് ആകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭരണം രാജ്യത്തുണ്ടാകണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. സമാധാനപരമായി സന്തോഷമായി ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടാവണം. അതിന് കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചു വരും. തീർച്ചയായിട്ടും ശുഭപ്രതീക്ഷയോടെ മുന്നോട്ട് പോവുക. പ്രതിപക്ഷത്താണെങ്കിലും ഭരണപക്ഷത്താണെങ്കിലും നല്ലൊരു പൊതുപ്രവർത്തകനായി തുടരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. നന്ദി. താങ്ക് യു.